മക്കളെ ചാർജിന്റെ യൂണിറ്റ് വരുന്നത് നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ട്, അത് കുളോമാണ്. ചാർജിന്റെ യൂണിറ്റ് കുളമാണ്. ചാർജ് ഒരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. അവർക്ക് എന്തുമില്ല, ഡയറക്ഷന്റെ ആവശ്യമില്ല, നമ്പറാണ്, ഒരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ് ചാർജ്. ചാർജിന്റെ ഡയമെൻഷൻ വരുന്നത് AT ആണ്. ഈ AT എങ്ങനെയാ ഒന്ന് ഉണ്ടാവുക? കറണ്ട് I ഈക്വൽ ടു Q/T എന്നുള്ള ഇക്വേഷൻ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്ലസ് ടു പഠിച്ചിട്ടുണ്ടാവും. ആ ടീനെ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ I × T ആണ് ചാർജ്. അപ്പോ ഐന്റെ ഡയമെൻഷൻ, കറണ്ടിന്റെ ഡയമെൻഷൻ A ആണ്, ടൈമിന്റെ ഡയമെൻഷൻ T ആണ്. സോ AT ആണ് ആരുടെ ഡയമെൻഷൻ? ചാർജിന്റെ ഡയമെൻഷൻ. അപ്പോ ഡയമെൻഷൻ ഓഫ് ചാർജ് വരുന്നത് എന്താണ്? AT എന്നാണ്. അപ്പൊ ചാർജിന്റെ യൂണിറ്റ് കുളമ്പാണ്, സ്കെലാർ ക്വാണ്ടിറ്റി ആണ്, ഡയമെൻഷൻ AT ആണ്. ചാർജിന്റെ പ്രോപ്പർട്ടീസ് പറയാം. ഒന്ന് അഡിക്റ്റിവിറ്റി ആണ്. ഒന്നുമില്ല, അഡിക്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഒരു ബോഡിയിലുള്ള ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ചാർജ് ഈസ് ഈക്വൽ ടു സം ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ചാർജസ്. അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ചാർജുകളെയും എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള എന്ത് കിട്ടും? ടോട്ടൽ ചാർജ് കിട്ടും. അപ്പൊ ടോട്ടൽ ചാർജ് ഓഫ് എ ബോഡി ഈസ് ഈക്വൽ ടു സം ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ചാർജസ്. ഇതാണ് അഡിക്റ്റിവിറ്റി പ്രിൻസിപ്പിൾ. 2, ചാർജ് കൺസർവ്ഡ് ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ചാർജ് ക്യാൻ ബി ക്രിയേറ്റഡ് ആൻഡ് ഓർ ബി ഡിസ്ട്രോയ്ഡ് ആണ്. 3ാമത്തെ പ്രോപ്പർട്ടിയാണ് ചാർജിന്റെ നമുക്ക് ഏതെങ്കിലും ക്വസ്റ്റിനുള്ള സ്കോപ്പുള്ള പ്രോപ്പർട്ടി, ക്വാണ്ടൈസേഷൻ എന്ന് പറയും. ചാർജ് ക്വാണ്ടൈസ്ഡ് ആണ്. അതായത് ചാർജ് ഓഫ് എ ബോഡി ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE, ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് ചാർജ് ഓഫ് ഇലക്ട്രോൺ. കേൾക്കുന്നുണ്ടോ? അപ്പൊ ഒരു ബോഡിയുടെ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ ചാർജ് ആണ് സ്മോളർ ഇട്ടാ. ഇലക്ട്രോണിന്റെ ചാർജ് സ്മോളർ, അതിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിരിക്കും. അതായത് ഈ ഇലക്ട്രോണിന്റെ ചാർജിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടായിരിക്കും നമുക്ക് എന്തുണ്ടാവുക? ഒരു ബോഡിയുടെ ചാർജ് ഉണ്ടാവുക. അപ്പൊ ചാർജ് ഓഫ് ബോഡി ഈക്വൽ ടു N × E, പ്ലസ് ഓർ മൈനസ് NE. അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് ഈസ് ഈക്വൽ ടു ചാർജ് ഡിവൈഡഡ് ബൈ N ഈക്വൽ ടു Q/E. അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ N ഈക്വൽ ടു എന്ത് എഴുതാം? Q/E എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് ക്വാണ്ടൈസേഷൻ. ഇലക്ട്രോൺസിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിട്ടായിരിക്കും നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റുക? ചാർജ് കിട്ടുക. അപ്പൊ ചാർജ് ഓഫ് ബോഡി ഈസ് ഈക്വൽ ടു N × E. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? പറയടാ. ഇല്ല. അടുത്ത് പറയട്ടെ. അപ്പൊ ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ പ്രകാരം ചാർജ് ഓഫ് എ ബോഡി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് N × E എന്നാണ്. അപ്പോ നമ്പർ കണ്ടുപിടിക്കാനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, എത്ര ഇലക്ട്രോൺ ആണ് ട്രാൻസ്ഫർ ചെയ്തത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് Q/E എന്ന് എഴുതാം. അതായത് ചാർജ് ബൈ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് ഇലക്ട്രോൺ കിട്ടും. ഇപ്പോ ഹൗ മെനി ഇലക്ട്രോൺസ് ഇൻ 1 കുളം ചാർജ് ചിലപ്പോൾ ചോദിക്കാം. ഹൗ മെനി ഇലക്ട്രോൺസ് ഇൻ 1 കുളം ചാർജ്? ഒരു കുളം ചാർജിൽ എത്ര ഇലക്ട്രോൺസ് അടങ്ങിയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ N ഈക്വൽ ടു Q/E ആണ്. അതിൽ എത്ര കുളം ചാർജ്? ഒരു കുളം ചാർജ് ആണ്. സോ 1 ഡിവൈഡ് ബൈ ഇലക്ട്രോണിന്റെ ചാർജ് 1.6 × 10⁻⁻⁰. അപ്പോൾ നമുക്ക് നമ്പർ കിട്ടും 6.25 × 10⁻18 ഇലക്ട്രോൺസ്. അപ്പൊ ഒരു കുളം ചാർജിന്റെ ഉള്ളിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഒരു കുളം ചാർജിന്റെ ഉള്ളിൽ 6.25 × 10⁻18 ഇലക്ട്രോൺസ് അടങ്ങിയിട്ടുണ്ട്. 6.25 × 10⁻18 ഇലക്ട്രോൺസ്. ഇതേപോലെ ഏതെങ്കിലും ഒരു ബോഡിയിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് N ഈക്വൽ ടു Q/E എന്നുള്ള ഇക്വേഷൻ എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ലൂട്ടിലൊടുക്ക് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഉണ്ടാവാം. അപ്പൊ N ഈക്വൽ ടു Q/E എന്നുള്ള ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ഇതാണ് അപ്പോ ചാർജിന്റെ 3ാമത്തെ പ്രോപ്പർട്ടി ആയിട്ടുള്ള എന്ത്? ക്വാണ്ടൈസേഷൻ.
വേറൊരു കാര്യം കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എപ്പോഴാണ് ഒരു ബോഡിക്ക് പോസിറ്റീവ് ചാർജ് ഉണ്ടാവുക അറിയോ? എപ്പോഴാണ് ഒരു ബോഡി പോസിറ്റീവ് ചാർജായി മാറുക? ഒരു ബോഡി പോസിറ്റീവ് ചാർജായി മാറുന്നത് അതിൽ നിന്ന് ഇലക്ട്രോൺസ് ലൂസ് ചെയ്യുമ്പോഴാണ്. ഇലക്ട്രോൺസ് ലൂസ് ചെയ്യുമ്പോഴാണ് ഒരു ബോഡി പോസിറ്റീവ് ചാർജായി മാറുക. ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് കുറച്ച് ഇലക്ട്രോൺസ് നഷ്ടപ്പെടുമ്പോഴാണ് ഞാൻ എന്തായി മാറുന്നത്? പോസിറ്റീവ് ചാർജായി മാറുന്നത്. നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും. കെമിസ്ട്രിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പൊ സോഡിയത്തിന്റെ മറ്റേ അറ്റോമിക് നമ്പർ 11 ആണ്. 11 സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ. കോൺഫിഗറേഷൻ വരുന്നത് 281. 281 അതിന്റെ കോൺഫിഗറേഷൻ വരുന്നത്. മക്കൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് സോഡിയത്തിന്റെ കയ്യിൽ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ സോഡിയത്തിന്റെ കയ്യിൽ 1 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഈ സോഡിയം ഈ 1 ഇലക്ട്രോണിനെ വളരെ ഈസി ആയിട്ട് വിട്ടുകൊടുക്കും. അത് ഒക്ടക്ടൂളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതൊന്നും ഇവിടെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സോഡിയം 1 ഇലക്ട്രോണിനെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്ത് കൊടുക്കും? വിട്ടുകൊടുക്കും. അപ്പൊ സോഡിയത്തിന്റെ കയ്യിൽ നിന്ന് 1 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ കെമിസ്ട്രിക്കാർ അവിടെ പ്ലസ് ഇടാറുണ്ട്. കണ്ടിട്ടുണ്ടോ? അറിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 1 ഇലക്ട്രോൺ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ സോഡിയത്തിന്റെ മുകളിൽ ഇടും, പ്ലസ് ഇടും. അപ്പൊ പോസിറ്റീവ് ചാർജ് എപ്പോഴാണ് ഒരു ബോഡിക്ക് ഉണ്ടാകുന്നത്? അതിൽ നിന്ന് ഇലക്ട്രോൺസിനെ വിഡ്രോ ചെയ്യുമ്പോഴാണ്, ഇലക്ട്രോൺ ലൂസ് ചെയ്യുമ്പോഴാണ് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. അപ്പോ ഇപ്പോ സപ്പോസ് പറയാണ് 100 ഇലക്ട്രോൺസ് ലൂസ് ചെയ്യുന്ന ഒരു ബോഡി 100 ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തുന്നു. മക്കളെ, ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തുമ്പോഴാണ് ഏത് ചാർജ് ഉണ്ടാവുക? പറ. ഇലക്ട്രോൺസ് ലൂസ് ചെയ്യുമ്പോഴാണ് ഏത് ചാർജ് ഉണ്ടാവണേ? പോസിറ്റീവ് ചാർജ്. എത്ര ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യുന്നുണ്ട്? 100 ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ 100 ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യുമ്പോൾ മക്കളെ അവിടുത്തെ ചാർജ് +100 ആയിരിക്കും. 100 ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യുമ്പോൾ അവിടുത്തെ ചാർജ് +100 ആയിരിക്കും. കണ്ട? അപ്പോ ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യുമ്പോഴാണ് അവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ടാവുക. ഇലക്ട്രോൺസിന് ഒരു മാസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇലക്ട്രോൺസിന് ഒരു മാസ് ഉണ്ടാവും. എത്ര? ചെറിയ മാസാണ്. മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ഒരു 9.1 × 10⁻³ കിലോഗ്രാം എന്നുള്ളൊരു വളരെ ചെറിയൊരു മാസ് ഉണ്ട്. അപ്പൊ ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ ആ മാസ് നഷ്ടപ്പെടുന്നുണ്ട്. ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ ആ മാസ് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോ എപ്പോഴാണ് ഒരു ബോഡി പോസിറ്റീവ് ചാർജായി മാറുന്നത്? ഇലക്ട്രോൺ ലൂസ് ചെയ്യുമ്പോൾ അപ്പൊ എന്ത് സംഭവിക്കും മക്കളെ? അതിന്റെ മാസും എന്ത് ചെയ്യും? കുറയും. അപ്പൊ പോസിറ്റീവ് ചാർജുള്ള ഒരു ബോഡിയുടെ മാസിന് എന്ത് സംഭവിക്കുന്നുണ്ട്? കുറവ് സംഭവിക്കുന്നുണ്ട്. അതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോ പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ മാസ് കൂടുക ചെയ്യുക, കുറയുക ചെയ്യുക. അപ്പൊ നമ്മൾ ചിന്തിക്കണം, എങ്ങനെയാ പോസിറ്റീവ് ചാർജ് ഉണ്ടാവുക? പോസിറ്റീവ് ചാർജ് ഉണ്ടാവുന്നത് ഇലക്ട്രോൺസിനെ വിഡ്രോ ചെയ്തിട്ടാണ്. ഇലക്ട്രോൺ വിഡ്രോ ചെയ്തിട്ട് പോസിറ്റീവ് ചാർജ് ഉണ്ടാവുമ്പോൾ ഇലക്ട്രോൺ എന്റെ മാസ് കുറച്ച് കുറയും. അപ്പൊ ആ ബോഡിയുടെ മാസ് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുമ്പോഴാണ് എന്തുണ്ടാവുക? ആ ബോഡിക്ക് പോസിറ്റീവ് ചാർജ് ഉണ്ടാവുക. എപ്പോഴാ ഒരു ബോഡിക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ടാവുക? എപ്പോഴൊരു ബോഡിക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ടാവുക? വെൻ എ ബോഡി ഗെയിൻസ് ഇലക്ട്രോൺ. പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടോ? യെസ്. വെൻ എ ബോഡി ഗെയിൻസ് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുക? ഇലക്ട്രോൺ വാങ്ങിക്കുമ്പോഴാണ് ഏത് ചാർജ് ഉണ്ടാവുക? ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുമ്പോൾ അത് നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ഇപ്പോൾ ഒരു ബോഡിക്ക് എപ്പോഴാണ് നെഗറ്റീവ് ചാർജ് ഉണ്ടാവുക? ആ ഇലക്ട്രോൺ വാങ്ങിക്കുമ്പോൾ. മക്കളെ, ഇലക്ട്രോൺ വാങ്ങിക്കുമ്പോൾ അതിന്റെ മാസും കൂടി ആഡ് ചെയ്യപ്പെടും. അപ്പോ ബോഡിയുടെ മാസ് എന്ത് ചെയ്യും? കൂടുന്നു. ഇലക്ട്രോൺ വാങ്ങിക്കുമ്പോൾ ബോഡിയുടെ മാസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. സോ വെൻ എ ബോഡി ഗെയിൻസ് ഇലക്ട്രോൺ ഇറ്റ് വിൽ ബി നെഗറ്റീവ് ചാർജ് ആൻഡ് ഇറ്റ്സ് മാസ് ഇൻക്രീസസ്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചാർജിങ്ങിനെ കുറിച്ച് ആദ്യമായിട്ട് കുറച്ച് പറയുന്നത്. അപ്പോ ചാർജിന്റെ 3 പ്രോപ്പർട്ടീസ് പറഞ്ഞു. അഡിക്റ്റിവിറ്റി, അതേപോലെ കൺസർവേഷൻ ഓഫ് ചാർജ്, മൂന്നാമത്തെയാണ് ക്വാണ്ടൈസേഷൻ. ക്വാണ്ടൈസേഷൻ ഇക്വേഷൻ Q = ±NE. Q = ±NE. ഇലക്ട്രോണിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടായിരിക്കും ചാർജ് നമുക്കൊരു ബോഡിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക. എപ്പോഴാണ് ഒരു ബോഡിക്ക് പോസിറ്റീവ് ചാർജ് ഉണ്ടാവുക? ഇലക്ട്രോൺ ലൂസ് ചെയ്യുമ്പോൾ. എപ്പോഴാണ് ഒരു ബോഡിക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ടാവുക? ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുമ്പോൾ. കുഴപ്പമുണ്ടോ? ഡൗട്ടുണ്ടോ? ഇല്ല സർ. ആയിക്കോട്ടെ, അടുത്ത് പറയട്ടെ. ഓക്കെ, അടുത്ത് നമ്മള് കുളംസ് ലോയിലേക്ക് കിടക്കുന്നു കേട്ടോ. കുളംസ് ലോ നമ്മൾ മറ്റേ +2 പഠിച്ചിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കുന്ന ലോയും കുളംസ് ലോയും. കാരണം ഇത് ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ചാപ്റ്റർ ആകുമ്പോൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ള ലോ ആണ്. സോ 2 ചാർജുകൾ ഏതൊക്കെയാ? Q1 and Q2. 2 ചാർജുകൾ സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് R. അപ്പൊ ഇവർ തമ്മിലുണ്ടാവുന്ന ഫോഴ്സ് F = 1/4πε മീഡിയം 1/4πε മീഡിയം Q1 Q2 R². ഇതാണ് കുളംസ് ലോന്റെ ഇക്വേഷൻ. അപ്പോ ഞാൻ വീണ്ടും പറയുന്നു, 2 ചാർജുകൾ എടുത്തിട്ടുണ്ട് മക്കളെ. ഈ 2 ചാർജുകൾ
ഒരു മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. പ്ലീസ് നോട്ട് ദ പോയിന്റ്. ഈ രണ്ട് ചാർജുകൾ മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോ രണ്ട് ചാർജുകൾ മീഡിയത്തിൽ ആർ ഡിസ്റ്റൻസ് അകലത്തിൽ വെച്ചിട്ടുണ്ട്. ആർ ഡിസ്റ്റൻസ് അകലത്തിൽ ഈ രണ്ട് ചാർജുകൾ മീഡിയത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോ ആ രണ്ട് ചാർജുകൾ മീഡിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ വാക്വത്തിൽ കിട്ടുന്ന ഫോഴ്സ്, സോറി മീഡിയത്തിൽ കിട്ടുന്ന ഫോഴ്സ്, കാരണം മീഡിയത്തിലാണ് ആ ചാർജ് ഇരിക്കുന്നത്. അപ്പൊ മീഡിയത്തിൽ കിട്ടുന്ന ഫോഴ്സ് ഈക്വൽ ടു 1/4 എപ്സിലോൺ മീഡിയം. മക്കളെ ഈ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ഞാൻ പെർമിറ്റിവിറ്റി നടത്താം. പ്ലസ് ടു പഠിച്ചവരാണ്, നമുക്ക് ഓർമ്മയുണ്ടാവും. പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം എന്നാണ് ഈ എപ്സിലോൺ മീഡിയത്തിന്റെ അർത്ഥം. അപ്പൊ എപ്സിലോൺ മീഡിയം Q1 Q2 ബൈ ആർ സ്ക്വയർ. ഇതാണ് ഫോഴ്സ് ഇൻ മീഡിയത്തിന്റെ ഇക്വേഷൻ. എഫ് മീഡിയം ഈക്വൽ ടു 1/4 എപ്സിലോൺ മീഡിയം Q1 Q2 ബൈ ആർ സ്ക്വയർ. സപ്പോസ് ഈ രണ്ട് ചാർജുകൾ Q1 Q2 എന്നുള്ള രണ്ട് ചാർജുകൾ വാക്വത്തിലാണ് വെച്ചേക്കണമെന്ന് ശ്രദ്ധിക്കുക. സോ രണ്ട് ചാർജുകൾ ഇപ്പൊ Q1 ഇവിടെ Q2 ആർ പ്ലേസ്ഡ് ഇൻ വാക്യൂം. വാക്വത്തിലാണ് ഈ രണ്ട് ചാർജുകൾ വെച്ചേക്കണമെന്ന് വിചാരിക്കുക. വാക്വത്തിൽ വെക്കുമ്പോ ഫോഴ്സ് ഇൻ വാക്യൂം ഈക്വൽ ടു, മക്കളെ കേട്ടാ, മീഡിയം വാക്യൂം ആണ് കേട്ടോ. വാക്വത്തിലാണ് രണ്ട് ചാർജുകൾ വെക്കണമെങ്കിൽ 1/4 എപ്സിലോൺ 0. അവിടെയാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ള എപ്സിലോൺ 0 എന്നുള്ള ഐറ്റം എന്ത് ചെയ്തേക്കണേ ആദ്യമായിട്ട് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കുക. വാക്വത്തിൽ വരുമ്പോൾ മാത്രമാണ് എപ്സിലോൺ 0 ഉള്ളൂ. ബാക്കി ഏത് മീഡിയം വരുമ്പോഴും എപ്സിലോൺ മീഡിയം ആണ് എഴുതാൻ. അപ്പൊ എപ്സിലോൺ 0 എന്ന് പഠിക്കുന്ന ഒരു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് വാക്വത്തിൽ വരുമ്പോഴാണ്. സോ 1/4 എപ്സിലോൺ 0 Q1 Q2 ബൈ ആർ സ്ക്വയർ. വാട്ട് ഈസ് എപ്സിലോൺ 0? പെർമിറ്റിവിറ്റി ഓഫ് വാക്യൂം. പെർമിറ്റിവിറ്റി ഓഫ് വാക്യൂം എന്നാണ് പറയാ. കാരണം മീഡിയം വാക്വത്തിലാണ്, ആ ചാർജ് ഇരിക്കുന്നത് വാക്വത്തിലാണ്, നമുക്ക് കിട്ടുന്ന ഫോഴ്സും വാക്വത്തിലാണ്. സോ ഫോഴ്സ് ഇൻ വാക്യൂം ഈക്വൽ ടു 1/4 എപ്സിലോൺ 0 Q1 Q2 ബൈ ആർ സ്ക്വയർ. ഈ 1/4 എപ്സിലോൺ 0ന്റെ വാല്യൂ ആണ് 9 × 10⁻⁹. 1/4 എപ്സിലോൺ 0ന്റെ വാല്യൂ ആണ് 9 × 10⁻⁹ എന്ന് പറയുന്നത്. അപ്പൊ 9 × 10⁻⁹ ആണ് ഈ 1/4 എപ്സിലോൺ 0ന്റെ വാല്യൂ. അത് എപ്പോഴാണ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു. 1/4 എപ്സിലോൺ 0 യൂസ് ചെയ്യണമെങ്കിൽ ആ ചാർജ് എവിടെ ആയിരിക്കണം? വാക്വത്തിലായിരിക്കണം. അപ്പൊ 1/4 മൊത്തത്തിലുള്ള വാല്യൂ 9 × 10⁻⁹. അപ്പൊ ഫോഴ്സ് ഇൻ വാക്വം ഈസ് ഈക്വൽ ടു 9 × 10⁻⁹ Q1 Q2 ബൈ ആർ സ്ക്വയർ എഴുതാം. ഫോഴ്സ് ഇൻ വാക്യൂം ഈക്വൽ ടു 9 × 10⁻⁹ Q1 Q2 ബൈ ആർ സ്ക്വയർ എഴുതാം. ഇതില് എപ്സിലോൺ 0 എന്ന് പറയുന്നത് മക്കളെ പെർമിറ്റിവിറ്റി ഓഫ് വാക്യൂം. 0 എന്ന് വാക്യൂം വരുന്നേട്ടാ. 0 റെപ്രസെന്റ്സ് വാക്യൂം. അപ്പൊ എപ്സിലോൺ 0ന്റെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. 8.854 × 10⁻12. 8.854 × 10⁻12 ആണ് എപ്സിലോൺ 0ന്റെ വാല്യൂ. 1/4 വാല്യൂ 9 × 10⁻9. അത് വാക്വത്തിൽ വരുമ്പോൾ വേറെ ഏത് മീഡിയം ആണെങ്കിലും ഫോഴ്സ് ഇൻ മീഡിയം എന്ന് എഴുതണം. തെറ്റിക്കോ? ഡൗട്ട് ഉണ്ടോ? നോ സർ. അപ്പൊ 1/4 എപ്സിലോൺ 0 എപ്പോഴും എഴുതുക? വാക്വത്തിൽ വരുമ്പോ. മറ്റേത് മീഡിയം ആണെങ്കിലും 1/4 എപ്സിലോൺ ഓഫ് ദാറ്റ് മീഡിയം. കേട്ടോ? ഇപ്പൊ വെള്ളമാണെങ്കിൽ, വാട്ടറിലാണ് നമ്മൾ ചാർജ് വെച്ചതെങ്കിൽ 1/4 എപ്സിലോൺ വാട്ടർ എന്ന് എഴുതണം. Q1 Q2 ബൈ ആർ സ്ക്വയർ. കിട്ടിയാ? കിട്ടിയാ? ഓക്കെ. അപ്പൊ അടുത്തേക്ക് പോവാം. പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ചോദിക്കൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞിരിക്കണം. പ്രോപ്പർട്ടീസ് ഓഫ് കുളം ഫോഴ്സ്. കുളം ഫോഴ്സിന്റെ ചില പ്രോപ്പർട്ടീസ്. ഓക്കെ, ഫസ്റ്റ് പ്രോപ്പർട്ടി വരുന്നത് ഇറ്റ് ഈസ് കൺസർവേറ്റീവ് ഫോഴ്സ്. മക്കളെ, അതൊരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. കൺസർവേറ്റീവ് ഫോഴ്സ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. കുളം ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? വർക്ക് ഡൺ ബൈ ദിസ് ഫോഴ്സ് ഈസ് പാത്ത് ഇൻഡിപെൻഡന്റ്. ഇതാണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ. അപ്പൊ കുളം ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. കുളം ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ആരും ഡിപ്പെൻഡബിൾ അല്ല, പാത്തിനെ ഡിപ്പെൻഡബിൾ അല്ല. സോ ഇറ്റ് ഈസ് കൺസർവേറ്റീവ് ഫോഴ്സ്. ഒന്നാമത്തെ. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് ഷോർട്ട് റേഞ്ച് ഓർഡർ ഫോഴ്സ്. ഇത് കുറച്ച് ദൂരത്തേക്ക് മാത്രം എന്ത് ചെയ്യുള്ളൂ? ആക്ട് ചെയ്യുള്ളൂ. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് പോലെ അല്ല, ഇത് വളരെ കുറച്ച് ദൂരത്തേക്ക് മാത്രം എന്ത് ചെയ്യുള്ളൂ? ഇത് ആക്ട് ചെയ്യുള്ളൂ. അപ്പൊ രണ്ട് അറ്റത്തും വളരെ അറ്റത്തുള്ള അകലെയുള്ള ചാർജുകൾ തമ്മിലൊന്നും എന്തില്ല, ഈ ഫോഴ്സ് ആക്ട് ചെയ്യില്ല. ഇറ്റ് ഈസ് എ ഷോർട്ട് റേഞ്ച് ഓർഡർ ഫോഴ്സ്. ചെറിയ ദൂരത്തേക്കാണ് എന്ത് ചെയ്യുള്ളൂ? ഇത് ആക്ട് ചെയ്യുള്ളൂ. മൂന്നാമത്തെ പോയിന്റ്, ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജ്. രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജ് ഇൻഡിപെൻഡന്റ് ഓൺ പ്രസൻസ് ഓഫ് തേർഡ് ചാർജ്. അപ്പോ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് മൂന്നാമതൊരു ചാർജിന് എന്തല്ല? ഡിപ്പെൻഡബിൾ അല്ല. അപ്പൊ ഫോഴ്സ് ബിറ്റ്വീൻ ടു
ചാർജ് ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ പ്രസൻസ് ഓഫ് തേർഡ് ചാർജ്. രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് മൂന്നാമതൊരു ചാർജിനെ ഡിപ്പെൻഡബിൾ അല്ല. 4, എ ചാർജ് കനോട്ട് എക്സ്പീരിയൻസ് ഫോഴ്സ് ബൈ ഇറ്റ്സ് ഓൺ. എ ചാർജ് കനോട്ട് എക്സ്പീരിയൻസ് ഫോഴ്സ് ബൈ ഇറ്റ്സ് ഓൺ. അതായത് ഒരു ചാർജിന് അതുമ്പോ തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോഴ്സ് കൊടുക്കാൻ പറ്റില്ല. ഒരു ചാർജിന് അതുമ്പോ തന്നെ ഫോഴ്സ് കൊടുക്കാൻ പറ്റില്ല. ഒരു ചാർജിന് മറ്റു ചാർജിലേക്ക് ഫോഴ്സ് കൊടുക്കാം, ഒരു ചാർജിന് ആ ചാർജിനെ തന്നെ ഫോഴ്സ് കൊടുക്കാൻ പറ്റില്ല. 5, ഇറ്റ് ഈസ് എ സെൻട്രൽ ഫോഴ്സ്. ഇതൊരു സെൻട്രൽ ഫോഴ്സ് ആണ്. സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ മക്കളെ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ രണ്ട് ചാർജുകൾ തമ്മിൽ കണക്ട് ചെയ്ത് വയ്ക്കുന്ന ലൈനിൽ കൂടി ആയിരിക്കും. ദ ഫോഴ്സ് ഈസ് ആക്ടിങ് ത്രൂ ദ ലൈൻ ജോയിനിങ് ടു ചാർജസ്. ഫോഴ്സ് ഈസ് ആക്ടിങ് ത്രൂ ദ ലൈൻ ജോയിനിങ് ടു ചാർജസ്. രണ്ട് ചാർജുകൾ തമ്മിലുള്ള ലൈനിൽ കൂടി ആയിരിക്കും ഈ ഫോഴ്സ് എന്ത് ചെയ്യുക, ആക്ട് ചെയ്യുക. അതാണ് അതിനെ സെൻട്രൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഇത് 5 പ്രോപ്പർട്ടീസ് വെറുതെ നോക്കി വെച്ച് പോവുക. കൺസർവേറ്റീവ് ഫോഴ്സ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഡൗട്ട് ഉണ്ടോ? ചെറിയ കുറച്ച് പ്രോപ്പർട്ടീസ് ഉള്ളോ? ഏതാவது ഡൗട്ട് എടുക്ക? ഡൗട്ട് ഉണ്ടോ? അപ്പൊ അടുത്തേക്ക് പോയാലോ? അടുത്തേക്ക് പോവാം. ഓക്കെ, അടുത്തേക്ക് പിടിക്കാം. അടുത്ത ടോപ്പിക് വരുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അത് കുറച്ച് പ്രശ്നമാണ് കേട്ടോ. കുറച്ച് പ്രശ്നമല്ല, സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചിരിക്കുക. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓർ അതിന് പറയുന്ന മറ്റൊരു പേര് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓർ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്, ഇതാണ് അടുത്ത ടോപ്പിക്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓർ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. വേടാ മക്കളെ, റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആർ ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. റിലേറ്റീവ് പെർമിറ്റിവിറ്റി മക്കളെ, റിലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ കമ്പയർ ചെയ്യാന്ന് അർത്ഥം. ശ്രദ്ധിക്കട്ടോ, റിലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ കമ്പയർ ചെയ്യുക, കമ്പയർ ചെയ്യാന്ന് പറയുമ്പോൾ ബൈ ചെയ്യാന്ന് അർത്ഥം. കമ്പയർ ചെയ്യുമ്പോൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ബൈ ആണ്. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. അപ്പോൾ റിലേറ്റ് എന്ന് പറയുമ്പോൾ കമ്പയർ ചെയ്യുക, കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ബൈ ചെയ്യുക. ആരെയാണ് ബൈ ചെയ്യുന്നത്? മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി ബൈ. നമ്മൾ കമ്പയർ ചെയ്യുന്ന ഐറ്റമാണ് അടിയിൽ എഴുതേണ്ടത്. നമ്മൾ ആരുമായിട്ടാണ് കമ്പയർ ചെയ്യണത്? വാക്വത്തിന്റെ പെർമിറ്റിവിറ്റി ആയിട്ടാണ് കമ്പയർ ചെയ്യണത്. അപ്പൊ ഒരു മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി വാക്വത്തിന്റെ പെർമിറ്റിവിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. സോ ഒന്നുകൂടി പറയാം, റിലേറ്റീവ് പെർമിറ്റിവിറ്റി, റിലേറ്റ് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? കമ്പയർ ചെയ്യാൻ അർത്ഥം. കമ്പയർ ചെയ്യുമ്പോഴുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഡിവിഷൻ ആണ്. ആരെയാണ് നമ്മൾ കമ്പയർ ചെയ്യണേ? ഒരു മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിനെയാണ് കമ്പയർ ചെയ്യണേ. ആരുമായിട്ടാണ് കമ്പയർ ചെയ്യണത്? നമ്മൾ വാക്വമായിട്ടാണ് കമ്പയർ ചെയ്യണേ. അപ്പൊ അതിനെ എപ്സിലോൺ സീറോ നമ്മൾ എവിടെ എഴുതിയിട്ടുണ്ട്? താഴെ എഴുതിയിട്ടുണ്ട്. അപ്പൊ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈക്വൽ ടു എപ്സിലോൺ മീഡിയം ബൈ എപ്സിലോൺ സീറോ. മക്കളെ, റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ മറ്റൊരു പേരാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കെ. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഈക്വൽ ടു ദ സെയിം ഇക്വേഷൻ എപ്സിലോൺ മീഡിയം ബൈ എപ്സിലോൺ സീറോ. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഈക്വൽ ടു എപ്സിലോൺ മീഡിയം ബൈ എപ്സിലോൺ സീറോ. ഇതില് എപ്സിലോൺ സീറോ എടുത്തു കഴിഞ്ഞാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഇൻറ്റു വാക്വത്തിന്റെ പെർമിറ്റിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മീഡിയത്തിന്റെ ശരിക്കുള്ള പെർമിറ്റിവിറ്റി കിട്ടും. അപ്പോ റിലേറ്റീവ് ഇൻറ്റു വാക്വം ചെയ്ത് കഴിഞ്ഞാൽ മീഡിയത്തിന്റെ ശരിക്കുള്ള പെർമിറ്റിവിറ്റി. അതിന് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഇൻറ്റു വാക്വം ചെയ്ത് കഴിഞ്ഞാൽ ആ മീഡിയത്തിന്റെ ശരിക്കുള്ള പെർമിറ്റിവിറ്റി. സോ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഇൻറ്റു വാക്വം അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഇൻറ്റു വാക്വം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മീഡിയത്തിന്റെ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി കിട്ടും. ഇപ്പൊ എക്സാമ്പിൾ, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് വാട്ടർ. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് വാട്ടർ, വെള്ളത്തിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 80 ആണ് വിചാരിക്കുക. മക്കളെ, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് വാട്ടർ 80 ആണ്. ഒന്നും ചെയ്യണ്ട, 80 ഇൻറ്റു എപ്സിലോൺ സീറോ ചെയ്ത് കഴിഞ്ഞാൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 80 ആണെങ്കിൽ ആ 80 ഇൻറ്റു എപ്സിലോൺ സീറോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വെള്ളത്തിന്റെ ശരിക്കുള്ള പെർമിറ്റിവിറ്റി കിട്ടും. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഇൻറ്റു എപ്സിലോൺ സീറോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കുള്ള ആ വെള്ളത്തിന്റെ എന്ത് കിട്ടും? പെർമിറ്റിവിറ്റി കിട്ടും. ഇതില് 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് മെറ്റൽ. മെറ്റലിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് സെപ്പറേറ്റ് ഫാൻ ബേസ് ഉള്ള ക്വസ്റ്റൻ ആണ്. മെറ്റലിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഇൻഫിനിറ്റി ആണ്. അപ്പൊ മെറ്റലിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ്, മെറ്റലിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഇൻഫിനിറ്റി ആണ്. ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് വാക്യൂം, വാക്യൂത്തിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് 1 ആണ്. അപ്പോൾ ഏറ്റവും മിനിമം ഡയലക്ട്രിക് കോൺസ്റ്റന്റ് വാല്യൂ വരുന്നത് 1 ആണ്, അത് വാക്യൂത്തിനാണ്. ഏറ്റവും മാക്സിമം ഡയലക്ട്രിക് കോൺസ്റ്റന്റ് വാല്യൂ വരുന്നത് മെറ്റലിനാണ്, അത് ഇൻഫിനിറ്റി ആണ്. ബാക്കി എല്ലാ മീഡിയത്തിനും ഇതിന്റെ ഇടയിലാണ്. അപ്പൊ വെള്ളത്തിന് കണ്ടില്ലേ, വെള്ളത്തിന് 80 ആണ്, അതിനിടയിലാണ്. അപ്പൊ ഏറ്റവും ചെറുത് 1ഉം ഏറ്റവും മാക്സിമം എത്രയാണ്? ഇൻഫിനിറ്റി ആണ്. 1 വാക്വത്തിനാണ്, മറ്റേ മാക്സിമം വരുന്നത് ഇൻഫിനിറ്റി മെറ്റലിലാണ്. അപ്പൊ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് വേറെ ഇക്വേഷൻ കൂടിയുണ്ട് മക്കളെ. ഡയലക്ട്രിക് കോൺസ്റ്റന്റ് കെ അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി, രണ്ടും തന്നെ കേട്ടോ. റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് കെ ഈക്വൽ ടു ഫോഴ്സ് ഇൻ വാക്യൂം. ഇതെങ്ങനെയാ വന്നെന്ന് പറഞ്ഞുതരാൻ പറ്റില്ല, അതൊക്കെ സമയമില്ല.
ഫോഴ്സ് ഇൻ വാക്യൂം ബൈ ഫോഴ്സ് ഇൻ മീഡിയം. വളരെ ഗംഭീരമായിട്ടുള്ള ഇക്വേഷൻ ആണ്. ഫോഴ്സ് ഇൻ വാക്യൂം ബൈ ഫോഴ്സ് ഇൻ മീഡിയം ഡയലക്ട്രിക് കോൺസ്റ്റന്റ്. അപ്പൊ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഈ ഇക്വേഷന് കൂടാതെ തന്നെ മറ്റൊരു ഇക്വേഷൻ, റിലേറ്റീവ് പെർമിറ്റിവിറ്റിക്ക് അടുത്ത ഇക്വേഷൻ ഏതന്നെ, റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈക്വൽ ടു ഫോഴ്സ് ഇൻ വാക്യൂം ബൈ ഫോഴ്സ് ഇൻ മീഡിയം. വാക്വത്തിലെ ഫോഴ്സ് ബൈ മീഡിയത്തിലെ ഫോഴ്സ് ആണ് ഏത് പെർമിറ്റിവിറ്റി, റിലേറ്റീവ് പെർമിറ്റിവിറ്റി. തെറ്റിക്കോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ മക്കളെ? ഇല്ല സർ. ആ ഇത് എഴുതിയാ? എഴുതിയിട്ടല്ല? എഴുതി സർ. അപ്പോ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് കെ ഈക്വൽ ടു ഫോഴ്സ് ഇൻ വാക്യൂം. വാക്വത്തിന് ചാർജ് വെക്കുമ്പോഴുള്ള ഫോഴ്സ് ബൈ മീഡിയത്തിന് ചാർജ് വെക്കുമ്പോഴുള്ള ഫോഴ്സിന്റെ റേഷ്യോ ആണ് അതാത് മീഡിയത്തിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ്. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം മകളെ. എക്സാമ്പിൾ ശ്രദ്ധിക്കട്ടെ. ഫോഴ്സ് ഇൻ വാക്വം ഈക്വൽ ടു, ശ്രദ്ധിക്കണേ, ഫോഴ്സ് ഇൻ വാക്വം ഈസ് ഈക്വൽ ടു 100 ന്യൂട്ടൺ. 100 ന്യൂട്ടൺ ആണ് വാക്വത്തിലുള്ള ഫോഴ്സ്. ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കാം. വാക്വത്തിലുള്ള ഫോഴ്സ് 100 ന്യൂട്ടൺ ആണ്. മീഡിയത്തിൽ വെച്ചപ്പോ ആ ഫോഴ്സ് 20 ന്യൂട്ടൺ ആയിട്ട് കുറഞ്ഞു. മീഡിയത്തിൽ വെച്ചപ്പോ ആ ഫോഴ്സ് 20 ന്യൂട്ടൺ ആയി കുറഞ്ഞു. ഫൈൻഡ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ്. ഒന്നുമില്ല, ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ എന്താ ഇക്വേഷൻ? ഫോഴ്സ് ഇൻ വാക്വം ബൈ ഫോഴ്സ് ഇൻ മീഡിയം. മക്കളെ വാക്വം 100 ആണ്, മീഡിയത്തിൽ 200 ആണ്, സോറി 20 ആണ്. സോ 100 ബൈ 20 എന്ന് പറയുമ്പോൾ എത്രയാ? 5 ആണ്. ഓക്കെ, ഈ തിരിച്ചു ചോദിക്കാം. ഇപ്പോ വാക്വത്തിലുള്ള ഫോഴ്സ് എഫ് ആണ്. ഡയലക്ട്രിക് കോൺസ്റ്റന്റ് 8 ആണ്. ഫോഴ്സ് ഇൻ മീഡിയം എത്രയാണെന്ന് ചോദിക്കാം. ഒന്നുമില്ല, ഇതന്നെ ഇക്വേഷൻ, ഇക്വേഷൻ. ഡയലക്ട്രിക് കോൺസ്റ്റന്റ് കെ ഈക്വൽ ടു ഫോഴ്സ് ഇൻ വാക്വം ബൈ ഫോഴ്സ് ഇൻ മീഡിയം. അതിലെ ഫോഴ്സ് ഇൻ മീഡിയം ആണ് ചോദിച്ചത്. ഫോഴ്സ് ഇൻ മീഡിയം ചോദിക്കുമ്പോൾ അതിനെ മുകളിലേക്ക് എടുക്കുക, കേനെ താഴേക്ക് എടുക്കുക. അപ്പൊ ഫോഴ്സ് ഇൻ മീഡിയം ഈക്വൽ ടു ഫോഴ്സ് ഇൻ വാക്യൂം ബൈ കെ. അതിന് ഫോഴ്സ് ഇൻ വാക്യൂം എത്ര എടുത്തോളം പറഞ്ഞിട്ടുണ്ട്? അവർ എഫ് എടുത്തോളം പറഞ്ഞിട്ടുണ്ട്. ആൻഡ് കെ അവർ തന്നിട്ടുണ്ട് 8 വന്നിട്ടുണ്ട്. അപ്പൊ ഫോഴ്സ് ഇൻ മീഡിയം ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ വാക്വം, അത് ഈസ് എഫ് ബൈ കെ. കെ എത്രയാ? 8. അപ്പൊ ഇങ്ങനെയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ? ഇല്ല സർ. അടുത്ത് പിടിച്ചാലോ? അടുത്ത് പിടിക്കാം, ശ്രദ്ധിക്കണം. അടുത്ത് കുറച്ച് ശ്രദ്ധിച്ചോളൂട്ടോ. രണ്ട് ചാർജുകളെ ഇപ്പൊ Q1 Q2 എന്നുള്ള രണ്ട് ചാർജുകൾ വെച്ചിട്ടുണ്ട്. Q1 Q2. വാ നോക്ക്. ഇവിടെ Q1 എന്നുള്ള ചാർജ് വെച്ചിട്ടുണ്ട്, ഇവിടെ ഞാൻ Q2 എന്നുള്ള ചാർജ് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയത്തിലാണ് വെച്ചേക്കണേ. ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ, മീഡിയത്തിലാണ് വെച്ചേക്കണേ. ആൻഡ് ദിസ് ചാർജ് സെപ്പറേറ്റ് ബൈ ഡിസ്റ്റൻസ് ആ. ഒരു മീഡിയത്തില് Q1 Q2 എന്നുള്ള ചാർജിന് വെച്ചിട്ടുണ്ട്. സോ വാട്ട് ഈസ് എ ഫോഴ്സ് ഇൻ മീഡിയം? ആലോചിച്ച് നോക്കണം. ഫോഴ്സ് ഇൻ മീഡിയം ഈക്വൽ ടു, നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോ, 1/4π എപ്സിലോൺ 0 എഴുതണം, എപ്സിലോൺ മീഡിയം എഴുതണം? എപ്സിലോൺ കേട്ടില്ല, അത് കട്ടായി പോയി. എപ്സിലോൺ 0 എഴുതണോ മീഡിയം എഴുതണോ? മീഡിയം, കാരണം നമ്മൾ മീഡിയത്തിലാണ് വെച്ചേക്കണേ. അത്രേ ഉള്ളോ ഫോഴ്സ് ഇൻ മീഡിയം. അപ്പൊ 1/4π എപ്സിലോൺ മീഡിയം പറയും Q1 Q2 ബൈ R². ഇതാണ് ഫോഴ്സ് ഇൻ മീഡിയം. സംശയം ഉണ്ടാ? ഫോഴ്സ് ഇൻ മീഡിയം Q1 Q2 ബൈ R². മക്കൾ ഈ എപ്സിലോൺ മീഡിയത്തിന് വേറൊരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ തൊട്ട് മുമ്പ് എഴുതുന്നതാണ്. നിങ്ങൾ തൊട്ട് മുമ്പത്തെ പേജിൽ തന്നെ എപ്സിലോൺ മീഡിയം ഈക്വൽ ടു ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എപ്സിലോൺ 0. വേണമെങ്കിൽ ബുക്കിൽ നോക്കിക്കോ. എപ്സിലോൺ മീഡിയം ഈക്വൽ ടു കെ ഇൻറ്റു എപ്സിലോൺ 0 എന്നുള്ള ഇക്വേഷൻ കണ്ടാ? ബുക്കിൽ കണ്ടാ? അപ്പോ ഫോഴ്സ് ഇൻ മീഡിയം ഈക്വൽ ടു എന്ത് എഴുതാം? ഫോഴ്സ് ഇൻ മീഡിയം ഈക്വൽ ടു 1/4π. മക്കളെ എപ്സിലോൺ മീഡിയത്തിന് പകരം എന്ത് എഴുതാം? എപ്സിലോൺ മീഡിയത്തിന് പകരം കെ ഇൻറ്റു എപ്സിലോൺ 0 എന്ന് എഴുതാം. പറ്റുമോ? അറേ, എപ്സിലോൺ മീഡിയത്തിന് പകരം കെ ഇൻറ്റു എപ്സിലോൺ 0 എഴുതി കൂടെ? Q1 Q2 ബൈ R². പറ്റുമോ? പറയടാ.
പറ്റും. അങ്ങനെ എഴുതാൻ പറ്റില്ലേ? പറ്റണതാണ്. അപ്പൊ എപ്സിലോൺ മീഡിയത്തിന് വരണ്ട ഈ കെയിന്റെ എപ്സിലോൺ സീറോ എഴുതിയ വേറെ ഒന്നും ചെയ്തിട്ടില്ല. മക്കളെ അടുത്ത സിനാരിയോ നോക്കുക. ഇതേ രണ്ട് ചാർജുകൾ ദ സെയിം ചാർജുകൾ Q1 ആൻഡ് Q2 എന്നുള്ള രണ്ട് സെയിം ചാർജുകളെ ഞാൻ വാക്വത്തിലാണ് വെച്ചിരിക്കുന്നത്. പ്ലീസ് നോട്ട് ദ പോയിന്റ്. മീഡിയം മാറി പകരം എന്തായി വാക്വമായി. ഡിസ്റ്റൻസ് ഞാൻ വെച്ചിരിക്കുന്നത് റൂട്ട് കെ ടൈംസ് ഓഫ് ആർ. മക്കളെ ഇവിടെ വെച്ച് ശ്രദ്ധിച്ച ഫസ്റ്റ് കേസിൽ മീഡിയത്തിൽ വെക്കുമ്പോൾ എത്ര ഡിസ്റ്റൻസ് വെച്ചേ? മീഡിയത്തിൽ ചാർജ് വെച്ചപ്പോൾ നമ്മൾ 6 ഡിസ്റ്റൻസ് ആണ് വെച്ചേ. വാക്വത്തിൽ വെച്ചപ്പോ മക്കളെ ആ ഡിസ്റ്റൻസ് എത്ര ടൈംസ് ആയി? റൂട്ട് കെ ടൈംസ് ഓഫ് ആർ ആയി ഉണ്ട്. ഓക്കെ, അപ്പൊ മീഡിയത്തിൽ വെച്ചപ്പോ 6 ഡിസ്റ്റൻസ് വെച്ചു, വാക്വത്തിൽ വെക്കുമ്പോൾ റൂട്ട് കെ ആർ ആയി വെച്ചു. മക്കൾ ഇവിടുത്തെ ഫോഴ്സ് പറ. ഫോഴ്സ് ഇൻ വാക്വം ഈക്വൽ ടു പറയും. ഫോഴ്സ് ഇൻ വാക്വം ഈക്വൽ ടു 1/4π. പറ. വാക്വം വരുമ്പോൾ എന്ത് എഴുതാം? എപ്സിലോൺ സീറോ എഴുതാൻ പറ്റുമോ? എപ്സിലോൺ മീഡിയം എഴുതാൻ പറ്റുമോ? എപ്സിലോൺ സീറോ. എപ്സിലോൺ സീറോ. ഗുഡ്. Q1 Q2 ബൈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. മക്കളെ റൂട്ട് കെ ആറിന്റെ സ്ക്വയർ എത്രയാടാ? റൂട്ട് കെ ആറിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? കെ ആർ സ്ക്വയർ വരും. ശരിയാണോ? റൂട്ട് കെ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് കെ ആറിന്റെ സ്ക്വയർ റൂട്ട് കെ ആർ സ്ക്വയർ കെ ആർ സ്ക്വയർ. ശരിയല്ലേ? എന്നിട്ട് നിങ്ങൾ ഈ രണ്ട് ഫോഴ്സുകൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വലതും കാണാൻ പറ്റും. നോക്ക്, ഈ രണ്ട് ഫോഴ്സുകൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക്. ഈ രണ്ട് ഫോഴ്സുകൾ ഇവിടെ 1/, നോക്ക്, ഇവിടെ 1/4π ഉണ്ട്, ഇവിടെ 1/4π ഉണ്ട്, ഇവിടെ Q1 Q2 ഉണ്ട്, Q1 Q2 ഉണ്ട്, ഇവിടെ എപ്സിലോൺ സീറോ ആർ സ്ക്വയർ കെ ഉണ്ട്, ഇവിടെ എപ്സിലോൺ സീറോ ആർ സ്ക്വയർ കെ ഉണ്ട്. പറഞ്ഞു വരുമ്പോൾ ഈ രണ്ട് ഫോഴ്സുകൾ എന്താണ്? ഈ രണ്ട് ഫോഴ്സുകളും സെയിം ആണ്. അപ്പോ ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. രണ്ട് ഫോഴ്സുകൾ സെയിം ആണെന്ന് കിട്ടിയില്ലേ? കിട്ടി. ഈ രണ്ട് ഫോഴ്സുകൾ സെയിം ആവാനുള്ള കണ്ടീഷൻ നിങ്ങൾ ശ്രദ്ധിച്ചേ. നോക്കിയേ, ആദ്യം നമ്മൾ വെച്ചത് എന്തിനാ? മീഡിയത്തിൽ വെച്ചു. മീഡിയത്തിൽ എത്ര ഡിസ്റ്റൻസിൽ വെച്ചു? മീഡിയത്തിൽ 6 ഡിസ്റ്റൻസിൽ വെച്ചാൽ കിട്ടുന്ന ഫോഴ്സും വാക്വത്തില് റൂട്ട് കെ ആർ ഡിസ്റ്റൻസിൽ വെച്ചാൽ കിട്ടുന്ന ഫോഴ്സും എന്താണ്? പറ. മീഡിയത്തില് 6 ഡിസ്റ്റൻസ് വെച്ചാൽ കിട്ടുന്ന ഫോഴ്സും വാക്വത്തില് റൂട്ട് കെ ആർ ഡിസ്റ്റൻസ് വെച്ചാൽ കിട്ടുന്ന ഫോഴ്സും എന്താണ്? സെയിം ആണോ അല്ല? ആണോ? പറയ്. കിട്ടിയ ആ മീഡിയത്തിൽ എത്ര ഡിസ്റ്റൻസ് വെച്ചേ? ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ പറയും. മീഡിയത്തിൽ എത്ര ഡിസ്റ്റൻസ് വെച്ചേ? മീഡിയത്തിൽ നമ്മൾ വെച്ച ഡിസ്റ്റൻസ് 6 ഡിസ്റ്റൻസ് ആയിരുന്നു അല്ലെ? അതെ. അതേ ഫോഴ്സ് കിട്ടാൻ വാക്വത്തിൽ എത്ര ഡിസ്റ്റൻസ് വെക്കണം? അതാണ് ചോദ്യം. അതേ ഫോഴ്സ് കിട്ടാൻ വാക്വത്തിൽ എത്ര ഡിസ്റ്റൻസ് വെക്കണം? റൂട്ട് കെ ആ ഡിസ്റ്റൻസ് വെക്കണം. ശരിയാണോ? അതൊരു ചോദ്യമാണ് കേട്ടോ. റൂട്ട് കെ ആ ഡിസ്റ്റൻസിൽ വെക്കണം. അപ്പോ മീഡിയത്തിൽ ആ ഡിസ്റ്റൻസിൽ വെച്ച അതേ ഫോഴ്സ് കിട്ടാൻ വാക്വത്തിൽ എത്ര ഡിസ്റ്റൻസ് വെക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂട്ട് കെ ആ ഡിസ്റ്റൻസ് വെക്കണം. അങ്ങനെ ഒരു എൻട്രൻസിന്റെ ഒരു പോയിന്റ് അവിടെ ഉണ്ട്. അത് നോട്ട് ചെയ്തൊന്ന് വിചാരിക്കണം. അടുത്തേക്ക് പോയാലോ? പോലെ. ഓക്കെ, അടുത്തേക്ക് പോകണം കേട്ടോ. മക്കളെ അടുത്തൊരു വളരെ വിചിത്രമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ക്യാപിറ്റൽ ക്യൂ എന്നുള്ളൊരു ചാർജ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ക്യാപിറ്റൽ ക്യൂ എന്നുള്ളൊരു ചാർജ് ഉണ്ട്. ഈ ചാർജിനെ ഞാൻ 2 കഷ്ണമായിട്ട് മുറിക്കുന്നു. അതായത് 2 പീസായിട്ട് മുറിക്കുന്നു. ഒരെണ്ണം സ്മോൾ ലെറ്റർ ക്യൂ, ഒരെണ്ണം അപ്പോ ക്യാപിറ്റൽ ക്യൂ മൈനസ് സ്മോൾ ക്യൂ ആയിരിക്കും. ഇത് സ്പ്ലിറ്റ് ചെയ്തതിൽ ആർക്കെങ്കിലും സംശയം നോക്കിട്ടാ. ക്യാപിറ്റൽ ക്യൂ എന്നുള്ള ടോട്ടൽ ചാർജിനെ നമ്മളൊരു സ്മോൾ ലെറ്റർ ക്യൂ ചാർജും ക്യാപിറ്റൽ ക്യൂ മൈനസ് സ്മോൾ ലെറ്റർ ക്യൂ ചാർജായിട്ട് മുറിച്ചു. കുഴപ്പമുണ്ടോ? എന്നിട്ട് ഇവരെ ഞാൻ ഒരു ഡിസ്റ്റൻസിൽ വെച്ചു. അതായത് സ്മോൾ ലെറ്റർ ക്യൂവിനെ ഇവിടെ വെച്ചു, ക്യാപിറ്റൽ ക്യൂ മൈനസ് സ്മോൾ ക്യൂവിനെ ഇവിടെ വെച്ചു. അവർ തമ്മിൽ എന്ത് മെഷർ ചെയ്തു? ഫോഴ്സ് 6 ഡിസ്റ്റൻസിൽ വെച്ചു. ഫോഴ്സ് കിട്ടുന്നു. അങ്ങനെ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ വരിക? 1/4π എപ്സിലോൺ സീറോ. വാക്വത്തിലാണ് വെച്ചാൽ 1/4π എപ്സിലോൺ സീറോ Q1 എന്ന് പറയുമ്പോൾ സ്മോൾ ക്യൂ, പിന്നെ Q2 ക്യാപിറ്റൽ ക്യൂ മൈനസ് സ്മോൾ ക്യൂ ബൈ ആർ സ്ക്വയർ. വേണമെങ്കിൽ ഞാനൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 1/4π എപ്സിലോൺ സീറോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ക്യൂ സ്മോൾ ക്യൂ മൈനസ് ക്യൂ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് വരും. ഇതാണ് ഫോഴ്സിന്റെ ഇക്വേഷൻ. ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഈ ഫോഴ്സ് മാക്സിമം ആക്കണം എന്ന് പറഞ്ഞു. വാട്ട് ഈസ് ഫോഴ്സിനെ എന്താക്കണം? മാക്സിമം ആക്കണം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ക്യൂ. ഈ ഫോഴ്സ് മാക്സിമം ആവണം. ആ ഫോഴ്സ് മാക്സിമം ആവാൻ വേണ്ട സ്മോൾ ലെറ്റർ ക്യൂവിന്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഫോഴ്സ് മാക്സിമം ആക്കണം. അതാണ് ടിസ്റ്റ് ട്ടോ. ഫോഴ്സ് മാക്സിമം ആവണം. ആ മാക്സിമം ആവാനുള്ള സ്മോൾ ലെറ്റർ ക്യൂവിന്റെ വാല്യൂ എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഈ +2 കഴിഞ്ഞവരാണ്. +2 കഴിഞ്ഞവർക്ക് മാത്സ് പഠിച്ചവര്, മാത്സ്
പഠിച്ചവരുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. മാത്സ് പഠിച്ചവർക്ക് ഈ മാക്സിമ ആൻഡ് മിനിമ എന്നുള്ള ചാപ്റ്റർ ഉണ്ട്, അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് കേട്ടിട്ടുണ്ടോ? അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവില് മാക്സിമ ആൻഡ് മിനിമ എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട്. ഈ മാക്സിമം ആൻഡ് മിനിമയില് ഒരു ഫംഗ്ഷനെ മാക്സിമം കണ്ടീഷൻ മിനിമം കണ്ടീഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അതിനെ സീറോക്ക് ഇക്വേറ്റ് ചെയ്യണം. നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അപ്പോ ഇവിടെ ഫോഴ്സിനെയാണ് നമുക്ക് എന്താക്കേണ്ടത്? മാക്സിമം ആക്കേണ്ടത്. ആരെയാണോ നിങ്ങൾക്ക് മാക്സിമം ആക്കേണ്ടത്, ആരെയാണോ നിങ്ങൾക്ക് മാക്സിമം ആക്കേണ്ടത്, അവനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ ഫോഴ്സിനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് ആരെയാണോ കണ്ടുപിടിക്കേണ്ടത്, ഇപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേ? ഫൈൻഡ് ദ വാല്യൂ ഓഫ് സ്മോളർ ക്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എന്ത് മാക്സിമം ആക്കണം? ഫോഴ്സ് മാക്സിമം ആക്കണം. അപ്പൊ ഫോഴ്സ് മാക്സിമം ആക്കണം, സ്മോളർ ക്യൂ കണ്ടുപിടിക്കാൻ വേണം. അപ്പൊ ആരെയാണോ മാക്സിമം ആക്കേണ്ടത് അവനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ആരെയാണോ കണ്ടുപിടിക്കേണ്ടത് അവനെ വെച്ചിട്ട് വേണം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. സോ ഫോഴ്സിനെയാണ് മാക്സിമം ആക്കേണ്ടത്, അപ്പൊ ഫോഴ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? സ്മോളർ ക്യൂവിനെയാണ് കണ്ടുപിടിക്കേണ്ടത്, അപ്പൊ അവനെ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എന്നിട്ട് അത് സീറോ ഇക്വേറ്റ് ചെയ്യണം. അപ്പൊ ഡി എഫ് ബൈ ഡി ക്യൂ ഈക്വൽ ടു സീറോ. ആർക്കെങ്കിലും സംശയം ഉണ്ടാവും ഏതുകൊണ്ട് ഡി എഫ് ബൈ ഡി ക്യൂ സീറോ എഴുതിയത്? ആരെയാണ് മാക്സിമം ആക്കേണ്ടത്? ഫോഴ്സിനെ. അപ്പൊ ഫോഴ്സിനെ ഡിഫറൻസ് ചെയ്യണം. ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? സ്മോൾ ലെറ്റർ ക്യൂ. അപ്പൊ അവനെ വെച്ച് ഡിഫറൻസ് ചെയ്യണം. ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. അപ്പൊ ഡി എഫ് ബൈ ഡി ക്യൂ ഈക്വൽ എന്ത് വരും? സീറോ എഴുതാം. ഇനി ഡിഫറൻസിയേഷന് കുറച്ച് റൂളുകൾ അറിഞ്ഞിരിക്കണം. ഇപ്പോ എക്സ് സ്ക്വയറിന്റെ ഡിഫറൻസിയേഷൻ എത്രയാ? ആർക്കെങ്കിലും അറിയോ? എക്സ് സ്ക്വയറിന്റെ ഡിഫറൻസിയേഷൻ 2x. ഓ വെരി ഗുഡ്, 2x ആണ്. അതേപോലെ 5x ഡിഫറൻസിയേഷൻ എത്രയാ? x. എടി 5x ഡിഫറൻസിയേഷൻ എക്സ് അല്ല 5 അല്ലേ? അല്ലേ? ഇത് കിട്ടിയില്ലേ? ഇതറിയല്ലേ? എക്സ് സ്ക്വയറിന്റെ ഡിഫറൻസിയേഷൻ 2x ആണെന്ന് അറിയാത്തവരുണ്ടാ? പറ. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ. പറ. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ 2x അല്ലേ? ആൻഡ് ഡി ബൈ ഡി എക്സ് ഓഫ് 5x എത്രയാ? 5x ഡിഫറൻസിയേഷൻ 5 ആണ്. ഇത് കിട്ടാത്തവരുണ്ടാ? കിട്ടിയിട്ടില്ലേ? അറിയാന്ന് വിചാരിക്കണം. അപ്പോ നമ്മള് ഇവിടെ എക്സിനെ അല്ല ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോണേ, നമ്മള് ക്യൂനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോണേ. വിത്ത് റെസ്പെക്ട് ക്യൂ ആണ് ചെയ്യാൻ പോണേ. അപ്പൊ എല്ലാവരും ഒരു സെക്കൻഡ് സമയത്ത് കൂടി എന്നെ ശ്രദ്ധിക്കുക. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എത്രയാ മക്കളെ? പറ. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പറ. 2x. എക്സ് സ്ക്വയറിന്റെ ഡിഫറൻസ് 2x ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് 7x എത്രയാ? ഡി ബൈ ഡി എക്സ് ഓഫ് 7x 7. ഓക്കെ 7 ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് കിട്ടിയില്ലേ മക്കൾ? ഈ എക്സിന് പകരം ക്യൂ ആണെങ്കിലോടാ, എക്സിന് പകരം ക്യൂ ആണെങ്കിൽ ഇപ്പോ ഞാനത് കാണിച്ചാൽ നോക്കുക. ഇവിടെ എക്സ്, ഇവിടെ എക്സിന് പകരം നോക്കട്ടാ. ഡി ബൈ ഡി ക്യൂ ഓഫ് ക്യൂ സ്ക്വയർ എന്താ വരിക? ആലോചിച്ച് പറ. ഡി ബൈ ഡി ക്യൂ ഓഫ് ക്യൂ സ്ക്വയർ 2q. 2q. വെരി ഗുഡ്. 2q വരും. എക്സ് സ്ക്വയർ 2x ആയി ക്യൂ സ്ക്വയർ ഡിഫറൻസ് 2q വരും. ആൻഡ് ഡി ബൈ ഡി ക്യൂ ഓഫ് 7q എത്ര വരും മക്കളെ? 7q. 7. ഡി ബൈ ഡി ക്യൂ ഓഫ് 7q എത്ര വരിക? 7 അല്ലേ വരിക? അതെ. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ഇവിടെ ചിന്തിക്കണം. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കാവാ. നമ്മളെ ഫോഴ്സിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോണേ. അപ്പോ ഡി ബൈ ഡി ക്യൂ ഓഫ് ഫോഴ്സിന്റെ ഇക്വേഷൻ, ഫോഴ്സിന്റെ ഇക്വേഷൻ ഇതാണ്. എന്താ? 1/4πε0 ക്യാപിറ്റൽ ക്യൂ സ്മോൾ ക്യൂ മൈനസ് സ്മോൾ ക്യൂ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. മക്കളെ 1/4πε0 കോൺസ്റ്റന്റ് ആണ്, നമുക്ക് ഡിഫറൻസിയേഷന് പുറത്തെടുക്കാം. ആർ സ്ക്വയറും കോൺസ്റ്റന്റ് ആണ്, നമുക്ക് ഡിഫറൻസിയേഷന് പുറത്തെടുക്കാം. അപ്പൊ 1/4πε0 ആർ സ്ക്വയർ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഡിഫറൻസിയേഷന് പുറത്തു പോകുന്നുണ്ട്. അപ്പൊ ഈ പുറത്തു പോകുന്നുണ്ട്. ഇവനും പുറത്തു പോകുന്നു. ബാക്കി ഡി ബൈ ഡി ക്യൂ ഓഫ് എന്താ വരിക? ക്യൂ ക്യൂ മൈനസ് ക്യൂ സ്ക്വയർ. നമ്മൾ ഇപ്പൊ ചെയ്ത ഫോർമാറ്റ് വെച്ച് നോക്കി പറയാം. ഡി ബൈ ഡി ക്യൂ ഓഫ് ക്യൂ സ്ക്വയർ, സോറി ക്യൂ ക്യൂ മൈനസ് ക്യൂ സ്ക്വയർ. മക്കളെ ഇവനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇവനെ മാത്രം, മറ്റൊരു കോൺസ്റ്റന്റാ. അപ്പൊ 1/4πε0 ആർ സ്ക്വയർ കോമൺ ആയി പുറത്തു വന്നു. മക്കളെ എവിടാ? ക്യൂ ക്യൂവിന്റെ ഡിഫറൻസ് പറയാം. 7q ഡിഫറൻസ് 7 ആണ്. 8q ഡിഫറൻസ് 8 ആണ്. അപ്പൊ ക്യാപിറ്റൽ ക്യൂവിന്റെ ഡിഫറൻസ് എന്ത് വരും? ക്യാപിറ്റൽ ക്യൂ വരും. ശരിയല്ലേ? Yes sir. മക്കളെ 10q ഡിഫറൻസ് എത്രടാ? 10q ഡിഫറൻസിയേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പറ. 10q ഡിഫറൻസിയേഷൻ 10 അല്ലേ? അപ്പൊ അതേപോലെ ക്യാപിറ്റൽ ക്യൂ സ്മോൾ ക്യൂവിന്റെ ഡിഫറൻസ് എന്ത് വരും? ക്യാപിറ്റൽ ക്യൂ വരും. മൈനസ് ക്യൂ സ്ക്വയർ ഡിഫറൻസ് എത്രയാ? ക്യൂ സ്ക്വയർ ഡിഫറൻസ് 2q. ഇതാണ് ഫോഴ്സിന്റെ ഡിഫറൻസിയേഷൻ. ഫോഴ്സിന്റെ ഡിഫറൻസിയേഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഈക്വൽ ടു 0 ഇടണം. മക്കളെ ഇവറ്റൊക്കെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒക്കെ 0 തന്നെ. അപ്പൊ ബാക്കി എന്ത് വരുന്ന വെച്ച് കഴിഞ്ഞാൽ ബാക്കി
capital Q minus 2Q equal to 0. 2Q equal to capital Q. Then small q equal to capital Q by 2. അപ്പൊ പറഞ്ഞു വരുന്നത് ഇത്രയാണ്. രണ്ട് ഒരു ചാർജിനെ നോക്ക്, ഇതാണ് പ്രോബ്ലം. നമ്മളെ ഏത് ചാർജ് ഉണ്ടായിരുന്നു നമ്മുടെ കയ്യില് ആദ്യം ഉണ്ടായിരുന്ന ചാർജ് ക്യാപിറ്റൽ Q ആണ്. ഈ ക്യാപിറ്റൽ ക്യൂവിനെ നമ്മൾ മുറിച്ചിട്ട് എത്ര കഷ്ടാക്കി മാറ്റി? 2 കഷ്ടാക്കി മാറ്റി. ആക്കി മാറ്റി, സ്മോൾ ക്യൂ ആക്കി മാറ്റി, ക്യാപിറ്റൽ Q മൈനസ് സ്മോൾ ക്യൂ ആക്കി മാറ്റി. ഇങ്ങനെ 2 കഷ്ണമാക്കി മാറ്റി. എന്നിട്ട് ഫോഴ്സ് മാക്സിമം ആവണമെങ്കിൽ ഈ സ്മോൾ ക്യൂ എത്ര വേണമെന്ന് ചോദിക്കണേ. മകളെ, ഫോഴ്സ് മാക്സിമം ആണെങ്കിൽ ഈ സ്മോൾ ക്യൂ എത്ര വേണമെന്ന് നമുക്ക് കിട്ടിയത്? അവസാന റിസൾട്ട് എന്നിട്ടാ സ്മോൾ ക്യൂ ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടിയത്? ക്യാപിറ്റൽ Q ബൈ 2. അപ്പോ ഒരു ചാർജിനെ മുറിച്ച് 2 കഷ്ണമാക്കി മാറ്റി ഫോഴ്സ് മാക്സിമം ആണെങ്കിൽ അതെങ്ങനെ മുറിക്കണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. പകുതിയായിട്ട് മുറിക്കണം. സോ ഒരു ചാർജ് എടുത്തിട്ട് മുറിച്ചിട്ട് 2 ചാർജ് ആക്കി മാറ്റിയിട്ട് അവർ തമ്മിലുള്ള ഫോഴ്സ് മാക്സിമം ആവണമെങ്കിൽ അതെങ്ങനെ മുറിക്കണം? ആ 2 ചാർജുകളെ പകുതിയായിട്ട് മുറിക്കണം. Q ബൈ 2 ആയിട്ട് മുറിക്കണം. സംശയം എന്താ? ഇല്ല സർ. അടുത്തേക്ക് പോവാം. ഓക്കെ, അപ്പൊ പകുതിയായിട്ട് മുറിക്കണം. അടുത്ത ടോപ്പിക്കാണ് ഇലക്ട്രിക് ഫീൽഡ് കേട്ടോ. അടുത്ത ടോപ്പിക്കാണ് ഇലക്ട്രിക് ഫീൽഡ് ഇ. മക്കളെ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ പറയാം. ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു, നോക്കൂ, എന്റെ കയ്യിൽ ഒരു ചാർജ് ഉണ്ട്, ക്യാപിറ്റൽ Q എന്നുള്ള ചാർജ് ഉണ്ട്. ഈ ചാർജിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലത്തിലുള്ള പോയിന്റ് ആണ് P. ഈ ചാർജിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലത്തിലുള്ള പോയിന്റ് ആണ് P. സോ വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P? നമുക്ക് പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P ഈക്വൽ ടു 1/4πε0 Q by R square. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P ഈക്വൽ ടു 1/4πε0 Q by R square. അങ്ങനെ ഇക്വേഷൻ കിട്ടുന്നത് കേട്ടോ. Electric field at P equal to 1/4πε0 Q by R square. മക്കളെ, 1/4π എന്ന് പറയുമ്പോൾ 9 × 10⁹ into ചാർജ് ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ ആണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് അങ്ങനെ കിട്ടി. ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെ ഡബിൾ ആക്കി കഴിഞ്ഞാൽ, 2 ടൈംസ് ആക്കി കഴിഞ്ഞാൽ, മക്കളെ ഡിസ്റ്റൻസിന്റെ മുകളിൽ സ്ക്വയർ ഉണ്ട്, 2ന്റെ സ്ക്വയർ 4 ആവും. ആ ഡിസ്റ്റൻസ് എവിടെയാ? താഴെയാണ്. അപ്പൊ ഡിസ്റ്റൻസ് എങ്ങനെ നമ്മൾ ഡബിൾ ആക്കി കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് എത്ര ടൈംസ് ആവും? ഇലക്ട്രിക് ഫീൽഡ് 1/4 ടൈംസ് ആവും. സോ ഡിസ്റ്റൻസ് ഡബിൾ ആക്കി കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് 1/4 ടൈംസ് ആവും എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിക്കുക. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ ഞാൻ വീണ്ടും എഴുതുമ്പോൾ പഠിക്കാൻ വേണ്ടി എഴുതണേ 1/4πε0 Q by R square. മക്കളെ, ഇലക്ട്രിക് ഫീൽഡിന്റെ മറ്റൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ചാർജ്. ഇലക്ട്രിക് ഫീൽഡ് E ഈക്വൽ ടു F by Q എന്നുള്ള ഇക്വേഷൻ കൂടി ഉണ്ട്. സോ ഇലക്ട്രിക് ഫീൽഡ് E ഈക്വൽ ടു ഫോഴ്സ് ബൈ ചാർജ് F by Q എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. ഇതിനാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് എഴുതുന്നത്. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ബൈ ചാർജിന്റെ യൂണിറ്റ് കൂളംബ് ആണ്. സോ ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് വരുന്നത് ന്യൂട്ടൺ പെർ കൂളംബ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ അതിനെന്തുണ്ടാവും? ഡയറക്ഷൻ ഉണ്ടാവും. ഡയറക്ഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോ പ്ലസ് ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡ് ഇപ്പോ ഈ പോയിന്റിലെ P എന്ന് പറഞ്ഞ പോയിന്റിലെ ഫീൽഡിന്റെ ഡയറക്ഷൻ എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലസ് ചാർജ് ആണെങ്കിൽ അവേ ഫ്രം ദ ചാർജ് ആണ്, അവേ ഫ്രം ദ ചാർജ് ത്രൂ ദ പോയിന്റ്. മൈനസ് ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡിന്റെ ഡയറക്ഷൻ, മക്കളെ പോയിന്റ് P ഇവിടെയാന്ന് വിചാരിക്കുക. മൈനസ് ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡിന്റെ ഡയറക്ഷൻ ടുവേർഡ്സ് ദ ചാർജ് ആണ്. ആരോ മാർക്ക് ശ്രദ്ധിക്കാട്ടോ, ടുവേർഡ്സ് ദ ചാർജ് ആണ്. അപ്പൊ പ്ലസ് ചാർജ് ആണെങ്കിൽ അവേ ഫ്രം ദ ചാർജ്, മൈനസ് ചാർജ് ആണെങ്കിൽ ടുവേർഡ്സ് ദ ചാർജ് ത്രൂ ദ പോയിന്റ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്ടർ ആണ്. ഇലക്ട്രിക് ഫീൽഡിന് 2 ഇക്വേഷൻ ഉള്ളത്. ഒന്ന് F/Q, E ഈക്വൽ ടു F/Q, അത് സിമ്പിൾ ഇക്വേഷൻ. പിന്നെ ഒരു ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ 1/4πε0 Q by R square. കുഴപ്പമില്ലല്ലോ. കുഴപ്പമുണ്ടോ? നോട്ട് ചെയ്താ? ഓക്കെ, അതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻസ് കാര്യങ്ങൾ കേട്ടോ. അടുത്ത് വേണം ശ്രദ്ധിക്കണേ. ചാർജ് പ്ലേസ്ഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ്. അടുത്ത ടിസ്റ്റ് ആണ് ചാർജ് പ്ലേസ്ഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ചാർജ് പ്ലേസ്ഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ്. വാടാ മക്കളെ, ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് E എന്നുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു ചാർജ് വെച്ചിരിക്കുന്നു. സോ വി ആർ പ്ലേസിംഗ് എ ചാർജ് സ്മോൾ ഇലക്ട്രിക് Q ഇൻസൈഡ് ദിസ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ചാർജ് എവിടെ വെച്ചിരിക്കുന്നു? ഇലക്ട്രിക് ഫീൽഡിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നു. അപ്പോ അങ്ങനെ ചാർജ് ഇലക്ട്രിക് ഫീൽഡ് കോംബോ എവിടെ കണ്ടാലും, ഇലക്ട്രിക് ഫീൽഡിന്റെ ഉള്ളിൽ ചാർജ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ഓൺ ദ ചാർജ് എന്നാണ്. ചാർജിന്റെ മേലേക്ക് എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്. ഫോഴ്സ് എക്സ്പീരിയൻസ് ഓൺ ദ ചാർജ് F ഈസ് ഈക്വൽ ടു QE.
അപ്പോ ഇത് കേട്ടിട്ടുണ്ടാവും, പ്ലസ് കേട്ടിട്ടുണ്ടാവും. അപ്പൊ ചാർജ് ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുമ്പോൾ അപ്പൊ തന്നെ ചാർജിന് മേലേക്ക് എന്താക്കിയുണ്ട്, ഒരു ഫോഴ്സ് എക്സർട്ട് ചെയ്യുന്നുണ്ട്, എഫ് ഈക്വൽ ടു ക്യു ഇ. അപ്പൊ ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ഈ കോംബോ എപ്പോ കണ്ടാലും നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയണു, ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ ഉള്ളില് വേഗമായിക്കോട്ടെ, ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ ഉള്ളില് നമ്മളൊരു ചാർജിനെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ആ ചാർജിനേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ഫോഴ്സിന്റെ വാല്യൂ ക്യു ഇ ആണ്, എഫ് ഈക്വൽ ടു ക്യു ഇ. ഇത് പ്ലസ് ചാർജ് ആണ് വെക്കണമെങ്കിൽ, ഞാൻ അതുകൂടി അതിന്റെ ഡയറക്ഷൻ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതിപ്പോ പ്ലസ് ചാർജ് ആണ് വെക്കുന്നെങ്കിൽ, ഇപ്പോ ഇലക്ട്രിക് ഫീൽഡ് റൈറ്റ് സൈഡിലേക്കാണ് ഞാൻ വരച്ചിരിക്കുന്ന, ഇലക്ട്രിക് ഫീൽഡ് റൈറ്റ് സൈഡിലേക്കാണ്, ഞാൻ വെക്കുന്ന ചാർജ് പ്ലസ് ആണ്. അപ്പൊ ചാർജ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് ഞാൻ എന്ത് ആക്ട് ചെയ്യും മക്കളെ, ഫോഴ്സ് ആക്ട് ചെയ്യും, എഫ് ഈക്വൽ ടു ക്യു ഇ. ഞാൻ വെച്ചിരിക്കുന്ന ചാർജ് പ്ലസ് ആയ കാരണം കൊണ്ട്, പ്ലീസ് നോട്ട്, ഞാൻ വെച്ചിരിക്കുന്ന ചാർജ് പ്ലസ് ആയ കാരണം കൊണ്ട് ഫോഴ്സിന്റെ ഡയറക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനോട് സെയിം ആണ് കേട്ടോ. ഞാൻ വെച്ചിരിക്കുന്ന ചാർജ് പ്ലസ് ആയ കാരണം ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ സെയിം ആണ്. ഇനി ഞാൻ വെച്ചിരിക്കുന്ന ചാർജ് നെഗറ്റീവ് ആണെന്ന് വിചാരിക്കാം, മക്കളെ ഇലക്ട്രിക് ഫീൽഡ് റൈറ്റ് സൈഡിലേക്കാണ് പോണത്, ഞാൻ വെച്ചിരിക്കുന്ന ചാർജ് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ ഫോഴ്സ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. കണ്ടോ, ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ ചാർജ് ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് എന്ത് ആക്ട് ചെയ്യും, ഫോഴ്സ് ആക്ട് ചെയ്യും. ഫോഴ്സിന്റെ വാല്യൂ വരുന്നത് ക്യു ഇ എന്നാണ്. ഫോഴ്സിന്റെ ഡയറക്ഷൻ കൂടി ഞാൻ പറഞ്ഞു, പ്ലസ് ആണെങ്കിൽ അവേ ഫ്രം സോറി പ്ലസ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ സെയിം ഡയറക്ഷൻ, മൈനസ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ഓക്കെ, അടുത്ത് പറഞ്ഞാലോ. അപ്പൊ ചാർജ് ഇലക്ട്രിക് ഫീൽഡ് വെച്ച് എന്താക്ട് ചെയ്യും, ഫോഴ്സ് ആക്ട് ചെയ്യും. അടുത്ത് പറയട്ടെ, പോണം മക്കളാം. ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഉണ്ട്, ശ്രദ്ധിക്കണം. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്, ചാർജ് വെച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ എന്താക്ട് ചെയ്യും, പറ. ഇലക്ട്രിക് ഫീൽഡിന്റെ ഉള്ളിൽ ചാർജ് വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഫോഴ്സ്. ഫോഴ്സ്. എത്രയാ മക്കളെ ഫോഴ്സിന്റെ ഇക്വേഷൻ, എഫ് ഈക്വൽ ടു ക്യു ഇ, ശരിയല്ലേ? സപ്പോസ് ഈ ചാർജ് മൂവ് ചെയ്തു, സപ്പോസ് ദിസ് ചാർജ് ഡിസ്പ്ലേസ്ഡ് ബൈ വൈ, ഈ ചാർജ് വൈ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ് ചെയ്തു, ഈ ചാർജ് വൈ ഡിസ്റ്റൻസ് ഒന്ന് മാറി, ഈ ചാർജ് അങ്ങനെയൊക്കെ പറയാം, ഈ ചാർജ് വൈ ഡിസ്റ്റൻസ് ഒന്ന് മാറി. അപ്പൊ വൈ ഡിസ്റ്റൻസ് മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു വർക്ക് ചെയ്യണ്ടാവും. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു മക്കളെ, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ്. എത്രയാണ് ഇവിടെ ചാർജിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ക്യു ഇ ഇൻടു ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്, വൈ. അപ്പോ ഈ ചാർജ് വൈ ഡിസ്റ്റൻസ് മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട വർക്ക് എത്രയാണ്, അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന വർക്ക് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഈക്വൽ ടു ക്യു ഇ വൈ ആണ്. മക്കളെ ഫിസിക്സിൽ വർക്ക് തന്നെയാണ് എനർജി. ഒരമ്മ പറ്റി രണ്ട് മക്കളാണ്, ട്വിൻസ് ആണ് അവര്, മറ്റേ വർക്ക് എനർജി. അപ്പൊ കൈനറ്റിക് എനർജി അറ്റൈൻഡ് ബൈ ദ ചാർജ് ഈക്വൽ ടു ക്യു ഇ വൈ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ക്യു ഇ വൈ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. കൈനറ്റിക് എനർജി ഈക്വൽ ടു ക്യു ഇ വൈ. ഇത് വെച്ചിട്ട് ചോദ്യം ഉണ്ടാവാം. അപ്പൊ കൈനറ്റിക് എനർജി ഹാഫ് എം ഡി സ്ക്വയർ ഉണ്ടാവും. അപ്പൊ ഹാഫ് എം ഡി സ്ക്വയർ ഈക്വൽ ടു ക്യു ഇ വൈ എന്നുള്ള കാര്യം മറക്കരുത്. അപ്പൊ ഒരു ചാർജ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് വൈ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് തന്നെയാണ് എന്ത്, എനർജി. ഇനി വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അത് സിമ്പിൾ ആണ്, നോക്കൂ. ഇലക്ട്രിക് ഫീൽഡ് ഇ ഈക്വൽ ടു 2i ക്യാപ് പ്ലസ് 3j ക്യാപ് തന്നു, ആൻഡ് ചാർജ് ക്യൂ ഈക്വൽ ടു 2 മൈക്രോകൂളം. ഫോഴ്സ് എത്രയാന്നൊക്കെ ചോദിക്കും, അങ്ങനെയൊക്കെ ചോദിക്കും. അവർക്ക് വേറെ പണിയൊന്നുമില്ല. ഫോഴ്സ് എഫ് ഈക്വൽ ടു ക്യൂ ഇ ആണ്, നിങ്ങളൊന്ന് മൾട്ടിപ്ലൈ ചെയ്യണമെന്നുള്ളൂ. അപ്പൊ 2 മൈക്രോ ആണ് മക്കളെ. മൈക്രോ എന്ന് പറയുമ്പോൾ 10⁻⁶ ആണ്, അറിയാതെ ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ ചാർജ് എന്ന് പറയുമ്പോൾ 2 × 10⁻⁶ ഇൻറ്റു ഇ എന്ന് പറയുമ്പോൾ ആരാണ് മക്കളെ, 2i ക്യാപ് പ്ലസ് 3j ക്യാപ്. ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഫോഴ്സ് എഫ് ഈക്വൽ ടു 2 × 2 എത്രയാ, 4 × 10⁻⁶ i ക്യാപ് പ്ലസ് 2 × 3 6 × 10⁻⁶ j ക്യാപ്. ഇങ്ങനെയൊക്കെയാ ഫോഴ്സ് പിടിക്കാനുള്ള ലൊട്ടിലൊടുക്ക ക്വസ്റ്റ്യൻസ് കേട്ടാ. 4ാം ക്ലാസ് ലെവലുള്ള പിള്ളേർ വരെ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം, അവര് ചോദിക്കാം. സംശയം എന്താ? ഡൗട്ട് ഉണ്ടാ? അടുത്ത് പറഞ്ഞാലോ. ഓക്കെ, അവിടെ ചോദിക്കാനായിട്ട് ഡൗട്ട് തോന്നുന്നു, അവിടെ പറഞ്ഞേ. ആക്കട്ടെ. ഓക്കെ, അടുത്ത് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, ചാർജ് ഡ്രോപ്പ് ബാലൻസ്ഡ് ഇൻ ഫീൽഡ്. ചാർജ് ഡ്രോപ്പ്
ബാലൻസ്ഡ് ഇൻ ഫീൽഡ്. ഫീൽഡിന്റെ ഉള്ളിൽ ഒരു ചാർജ് ഡ്രോപ്പ് ബാലൻസ് ചെയ്തിരിക്കുന്നു. മക്കളെ വേണം, ഒരു ചാർജ് ഡ്രോപ്പ് ഉണ്ട്, അതിന്റെ മാസം എം ആവും. എം മാസുള്ള എം മാസം ഉണ്ട്, അതിന് ചാർജ് ക്യൂ ഉണ്ട് കേട്ടോ. എം മാസുള്ള ഏത് ഡ്രോപ്പിലും ഉണ്ടാവും വെയിറ്റ് എം ജി ഉണ്ടാവും. വെയിറ്റ് എം ജി എവിടേക്ക് ആക്ട് ചെയ്യുക? താഴേക്കാണ് ആക്ട് ചെയ്യുക. സോ വെയിറ്റ് എം ജി എപ്പോഴും താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവും. എം മാസുള്ള ഒരു ഡ്രോപ്പിന് എം ജി വെയിറ്റ് ഉണ്ടാവും, താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് ഈ ഡ്രോപ്പ് ഇവിടെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഈ ബാലൻസ് ചെയ്ത് നിൽക്കാനുള്ള കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഈ പാനയ്ക്ക് വെയിറ്റ് എവിടേക്കുണ്ട്? ഈ പാനയ്ക്ക് വെയിറ്റ് താഴേക്ക് എം ജി ഉണ്ട്. എന്നിട്ടും ഈ പേന ഇവിടെ നിൽക്കാനുള്ള കാരണം എന്താ? ഈ വെയിറ്റിനെ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു ഫോഴ്സ് എന്റെ കൈ എവിടേക്ക് കൊടുക്കുന്നു? മോളിൽ കൊടുക്കുന്നു. ശരിയല്ലേ? അല്ലെ? അപ്പൊ ഈ പേനയ്ക്ക് ഇവിടെ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. സോ സ്വാഭാവികമായിട്ട് പേന താഴേക്കാണ് വീണ് പോകേണ്ടത്. പക്ഷെ ഈ പേന താഴേക്ക് വീണ് പോകുന്നില്ല. കാരണം എന്താ? ഈ പേനയുടെ വെയിറ്റ് ഇതിനെ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു ഫോഴ്സ് ഞാൻ എവിടെ കൊടുക്കുന്നുണ്ട്? മുകളിലേക്ക് കൊടുക്കുന്നുണ്ട്. അതേ പോയിന്റ് ഓഫ് വ്യൂല് ഈ എം ജി എന്നുള്ള ഈ വെയിറ്റ് എവിടേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്? താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. സോ സ്വാഭാവികമായിട്ടും ഈ ഡ്രോപ്പ് താഴേക്ക് പോകേണ്ടതാണ്. പക്ഷേ ഈ എം ജിനെ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു ഫോഴ്സ് മുകളിലേക്ക് കിട്ടുന്നുണ്ടെന്ന് അർത്ഥം. ഈ ചാർജ് ബാലൻസ് ചെയ്ത് നിൽക്കണമെങ്കിൽ. അപ്പൊ ചാർജ് ബാലൻസ് ചെയ്ത് നിൽക്കണമെങ്കിൽ എം ജി എന്നുള്ള താഴേക്കുള്ള വെയിറ്റിനെ ക്യാൻസൽ ചെയ്യാനുള്ള ഏതൊരു ഫോഴ്സ് ഇവർക്ക് മുകളിലേക്കായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഫോഴ്സ് ഏത് ഡയറക്ഷനോട് ആക്ട് ചെയ്യുന്നുണ്ട്? മുകളിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ചാർജ് ഉണ്ടെങ്കിൽ മക്കളെ ഫോഴ്സ് ഈക്വൽ ടു ക്യൂ ഇ ആയിരിക്കാം. അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസ് കൂടി ഉണ്ടെങ്കിൽ. അപ്പൊ ഞാൻ അവിടെ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മക്കളെ ആ ഇലക്ട്രിക് ഫീൽഡും ചാർജ് ഇലക്ട്രിക് ഫീൽഡ് എന്ത് ആക്ട് ചെയ്യുന്നുണ്ടാവും? ക്യൂ ഇ എന്നുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ താഴേക്കുള്ള എൻജിനെ ക്യാൻസൽ ചെയ്യാനുള്ള ജോലി മുകളിലേക്കുള്ള ക്യൂ ഇക്ക് ആയിരിക്കും. കുഴപ്പമുണ്ടോ? താഴേക്കുള്ള എൻജിനെ ക്യാൻസൽ ചെയ്യാനുള്ള ജോലി മുകളിലേക്കുള്ള എന്തായിരിക്കും? ക്യൂ ഇക്ക് ആയിരിക്കും. അപ്പൊ താഴേക്കുള്ള എം ജിയും മുകളിലേക്കുള്ള ക്യൂ ഇയും നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. കാരണം അവർ ക്യാൻസൽ ചെയ്ത് പോകണല്ലോ. ക്യാൻസൽ ചെയ്ത് പോകണമെങ്കിൽ അവർ ഈക്വൽ ആവാം. അപ്പൊ എം ജിയും ക്യൂ ഇയും നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ എന്ത് കണ്ടുപിടിക്കാമെന്ന് ചോദിക്കാം. അപ്പൊ എം ജി ഈക്വൽ ടു ക്യൂ ഇ ചിലപ്പോ ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും ചോദിക്കുക. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ മക്കളെ എന്ത് ചെയ്യുക? എം ജി ബൈ ക്യൂ എന്ന് എഴുതാം. ചിലപ്പോ ചാർജ് ആയിരിക്കും കണ്ടുപിടിക്കാൻ ചോദിക്കുക. അപ്പൊ ചാർജ് ഇവിടെ എന്ന് എഴുതാം, എം ജി ബൈ ഇ എന്ന് എഴുതാം. ചിലപ്പോ മാസ് ആയിരിക്കും കണ്ടുപിടിക്കാൻ ചോദിക്കുക. മാസ് ഈക്വൽ ടു ക്യൂ ഇ ബൈ ജി എന്ന് എഴുതാം. അങ്ങനെ എന്തും കണ്ടുപിടിക്കാവുന്ന ഒരു ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്തും. അപ്പൊ ഒന്നുകൂടി പറയുന്നു, താഴേക്കുള്ള ഈ എം ജി എന്നുള്ള ഈ വെയിറ്റിനെ മുകളിലേക്കുള്ള ക്യൂ ഇ എന്ത് ചെയ്ത് കളയണം? ക്യാൻസൽ ചെയ്ത് കളയുന്നതാണ് ഈ പ്രോബ്ലത്തിന്റെ സിനാരിയോ. ചാർജ് ഡ്രോപ്പ് ബാലൻസ് ഇൻ എ ഫീൽഡ്. ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ഉറപ്പല്ലേ? അപ്പൊ താഴേക്കുള്ള എം ജി ആര് ക്യാൻസൽ ചെയ്യണം? മുകളിലേക്കുള്ള ഈ ക്യൂ ഇ എന്നുള്ള ഫോഴ്സ് ക്യാൻസൽ ചെയ്യണം. കിട്ടിയാ? യെസ് സർ. അടുത്ത് പറയട്ടെ. ഇപ്പോ സപ്പോസ് വേറൊരു ക്വസ്റ്റ്യൻ പറയണത്, ഒരു എം മാസുള്ള ഒരു ബോള്, ക്യൂ ചാർജ് ഉള്ള ഒരു ബോള് ഇവിടെ സ്ട്രിംഗുമ്മ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടുണ്ട്. സൈഡിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ മക്കളെ, സൈഡിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ റോഡ് ഒന്ന് സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ ആംഗിള് എത്രയാണെന്നാണ് ചോദ്യം. ഈ സൈഡിലേക്ക് ചെരിഞ്ഞ് നിൽക്കുന്ന ഈ ആംഗിൾ എത്രയാണെന്നാണ് ചോദ്യം. അങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കാം. ഇവർക്ക് പല രീതിയിൽ ചോദ്യം ചോദിക്കാം. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് സൈഡിലേക്ക് ആക്ട് ചെയ്യുന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. ഈ ബ്ലോക്കിന് എം മാസുള്ള കാര്യം ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ഈ സൈഡിലേക്ക് ഇങ്ങനെ നീങ്ങി നിൽക്കുന്ന ഈ കേസ് എടുക്കുക. മക്കളെ, ഇതിന്റെ മാസം എം ആണെങ്കിൽ വെയിറ്റ് എവിടേക്ക് ആക്ട് ഉണ്ടാവും? മക്കളെ, വെയിറ്റ് എം ജി താഴേക്ക് ആക്ട് ഉണ്ടാവും. അതിന്റെ സംശയമുള്ളവർ പറഞ്ഞോ? വെയിറ്റ് എം ജി താഴേക്ക് ആക്ട് ഉണ്ടാവും. ഇനി ഇത് ഇലക്ട്രിക് ഫീൽഡും ചാർജുള്ള സ്ഥിതിക്ക് മക്കളെ പറയണം, ചാർജും ഇലക്ട്രിക് ഫീൽഡും ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതാണ്. ഇപ്പൊ 2-3 ടോപ്പിക് ആയിട്ട് തന്നെ പറഞ്ഞോണ്ടിരിക്കണേ. ചാർജും ഇലക്ട്രിക് ഫീൽഡും വന്നത് എന്ത് ആക്ട് ചെയ്യും? അതിലേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യും. മക്കളെ, ആ ഫോഴ്സ് എഫ് ഈക്വൽ ടു ക്യൂ ഇ ഇങ്ങോട്ടാണ്. സംശയം എഫ് ഈക്വൽ ടു ക്യൂ ഇ സൈഡിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ ഇതിന്റെ വെയിറ്റ് എം ജി താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, എഫ് ഈക്വൽ ടു ക്യൂ ഇ സൈഡിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? ഈ കയറാണെങ്കിൽ ഇങ്ങനെ നിൽക്കണം, ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് ഈ കയർ നിൽക്കണം. അപ്പൊ ഈ കയറിനെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണം. ഈ കയറിനെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ ടെൻഷൻ എന്നാ വിളിക്കുക. അറിയോ? നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടെന്നുണ്ട് ടെൻഷൻ. അപ്പൊ കയറുമ്പോ കൂടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? പറ. ടെൻഷനാണ്. ശരിയല്ലേ? കയറുമ്പോ കൂടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് പറഞ്ഞ പേരാണ് ടെൻഷൻ. ഈ ടെൻഷൻ എങ്ങനെ നിൽക്കണേ? ചെരിഞ്ഞിട്ടാ നിൽക്കണം. മക്കൾ, ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ, എവിടെ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? ഈ ആംഗിൾ തീറ്റ തന്നെയാണ്. അതിന് സംശയമുള്ള പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണ്. ഡൗട്ട് ഉണ്ടോ?
ഈ ആംഗിള് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ആംഗിള് തീറ്റ ആണെങ്കിൽ ഈ ആംഗിള് തീറ്റ ആയിരിക്കും. സംശയമൊന്ന് പറയണ്ട. ഈ ടെൻഷൻ ചെരിഞ്ഞിട്ട് നിൽക്കണണ്ടല്ലേ? ടെൻഷൻ ചെരിഞ്ഞ് നിൽക്കണണ്ടല്ലേ? ഈ ചെരിഞ്ഞ് നിൽക്കുന്ന ടെൻഷനെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് കമ്പോണന്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ചെരിഞ്ഞ് നിൽക്കുന്ന ടെൻഷൻ നമുക്ക് രണ്ട് കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതിന് തീറ്റ വഴി പോകുന്ന കമ്പോണന്റ് അന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, എപ്പോഴും പറഞ്ഞു തീറ്റ വഴി പോകുന്ന കമ്പോണന്റ്. മക്കളെ ഇവിടെയാണ് തീറ്റ മാർക്ക് തരാട്ടോ. തീറ്റ വഴി പോകുന്ന കമ്പോണന്റ്, തീറ്റ വഴി മുകളിലേക്ക് പോകുന്ന കമ്പോണന്റ് ടി കോസ് തീറ്റ, അതിന് സൈഡിലേക്ക് പോകുന്ന കമ്പോണ്ട് ടി സൈൻ തീറ്റ. അപ്പൊ നമുക്ക് രണ്ട് കമ്പോണ്ട് ആയിട്ട് നമ്മൾ ടെൻഷൻ എന്ത് ചെയ്തു? രണ്ട് കമ്പോണ്ട് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞു. തീറ്റ വഴി പോകുന്ന കമ്പോണ്ട് ടി കോസ് തീറ്റയും സൈഡിലേക്ക് പോകുന്ന കമ്പോണ്ട് ടി സൈൻ തീറ്റയും. മകളെ ടി സൈൻ തീറ്റയും ക്യൂയും ഇക്വേറ്റ് ചെയ്യുക, ഇക്വിലിബ്രിയം കണ്ടീഷൻ കൊടുക്കുക. ടി സൈൻ തീറ്റ ലെഫ്റ്റിലേക്കാണ്, ക്യൂ റൈറ്റ് സൈഡിലേക്കാണ്. അപ്പോ ടി സൈൻ തീറ്റ ഈക്വൽ ടു ക്യൂ എന്ന് കൊടുത്തു. ടി കോസിന്റെ മുകളിലേക്കാണ് എം ജി താഴേക്കാണ്. അപ്പൊ അത് ഇക്വേറ്റ് ചെയ്യുക. ടി കോസ് തീറ്റ ഈക്വൽ ടു എം ജി എന്ന് കൊടുക്കുക. മക്കളെ ബൈ ചെയ്യുക. ബൈ ചെയ്യുമ്പോൾ ടിയും ടിയും വെട്ടിപ്പോവും. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. വാട്ട് ഈസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ? ടാൻ തീറ്റ ഈക്വൽ ടു എന്ത് വരും? നമുക്ക് ക്യൂ ഇ ബൈ എം ജി എന്ന് വരും. തീറ്റ ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് ക്യൂ ഇ ബൈ എം ജി. ടാൻ ഇൻവേഴ്സ് ക്യൂ ഇ ബൈ എം ജി. കുഴപ്പമുണ്ടോ? തീറ്റ ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് ക്യൂ ഇ ബൈ എം ജി. ഡൗട്ട് ഉണ്ടോ? ഏതാവത് ഡൗട്ട് இருக்கா തമ്പി? ക്ലിയർ ആണ് സർ. ഓക്കെ, റെസ്പോണ്ട് ചെയ്തിട്ടത്. അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് മക്കളെ പറടാ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താ? ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിനെ പടം വരച്ച് റെപ്രസെന്റ് ചെയ്യുക. ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിനെ പടം വരച്ച് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. മക്കളെ ഇലക്ട്രിക് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് പറയാം. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് പറ. ഫസ്റ്റ് പ്രോപ്പർട്ടി പ്ലസ് ടു പഠിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം, എവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്? പോസിറ്റീവ് ചാർജ്. പോസിറ്റീവ് ആൻഡ് എൻസ് ഇൻ നെഗറ്റീവ് ചാർജ്. ഓക്കെ, ആൻഡ് എൻസ് ഇൻ നെഗറ്റീവ് ചാർജ്. അപ്പൊ പോസിറ്റീവ് ചാർജിന് സ്റ്റാർട്ട് ചെയ്യുന്നു, നെഗറ്റീവ് ചാർജിന് എത്തി അവസാനിക്കുന്നു. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ആൻഡ് എൻസ് ഇൻ നെഗറ്റീവ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി മക്കളെ, ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം പോസിറ്റീവും എൻഡ് ചെയ്യുന്ന സ്ഥലം നെഗറ്റീവാണ്. ഒരു സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു, വേറൊരു സ്ഥലത്താണ് എൻഡ് ചെയ്യണം. ഏത് സ്ഥലത്താണ് സ്റ്റാർട്ട് ചെയ്യണേ? പോസിറ്റീവിലാണ് സ്റ്റാർട്ട് ചെയ്യണേ. എവിടെ എൻഡ് ചെയ്യണേ? നെഗറ്റീവ് എൻഡ് ചെയ്യണം. അപ്പൊ ഒരു സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്ത് വേറെ സ്ഥലത്ത് എൻഡ് ചെയ്യാനുണ്ട്. ഇറ്റ് ഡസ് നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്പ്. ഇറ്റ് ഡസ് നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്പ്. ഒരിക്കലും ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യില്ല. ഒരിക്കലും അത് ക്ലോസ് ലൂപ്പ് ഫോം ചെയ്യില്ല. എന്തിനാ ഈ ക്ലോസ് ലൂപ്പ് എന്ന് പറയുമ്പോൾ തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തുമ്പോഴാണ് ഈ ക്ലോസ് ലൂപ്പ് പറയാം. അപ്പൊ ഒരിക്കലും ഇവരെന്ത് ചെയ്യില്ല? ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യില്ല. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്ലോസ് ലൂപ്പ് ഉണ്ടാക്കില്ല. മൂന്ന്, ഇറ്റ് ഈസ് ഇമാജിനറി. അങ്ങനെ ഒരു ഫീൽഡ് ലൈൻസ് ശരിക്കും ചാർജിന് ചുറ്റും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ഫീൽഡ് ലൈൻസ് ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇറ്റ്സ് ഇമാജിനറി. 4, ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. അത് കണ്ടിന്യൂസ് ആണ്. അതായത് ബ്രേക്ക് ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ പ്ലസ് ക്യൂവിൽ നിന്ന് മൈനസ് ക്യൂവിലേക്ക് നമ്മൾ ഫീൽഡ് ലൈൻസ് ഇങ്ങനെ വരയ്ക്കാൻ പറ്റില്ല. ബ്രേക്ക് ചെയ്ത് വരയ്ക്കാൻ പറ്റില്ല. അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫീൽഡ് ലൈൻസ് ആയിട്ട് ഉണ്ടാവും. അപ്പൊ 4 പ്രോപ്പർട്ടീസ് ശ്രദ്ധിക്കുക. ഏത് പോസിറ്റീവ് സ്റ്റാർട്ട് ചെയ്യുന്നു, എൻഡിൽ നെഗറ്റീവിൽ വെച്ച് അവസാനിക്കുന്നു. അതേപോലെ ഇറ്റ് ഡസ് നോട്ട് ഫോം ക്ലോസ് ലൂപ്പ്. അതൊരു ക്ലോസ് ലൂപ്പ് ഉണ്ടാക്കില്ല. അങ്ങനെ ഒരു സാധനം ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇമാജിനറി ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. ഇവർ തമ്മിൽ ഇങ്ങനെ ബ്രേക്ക് ഒന്നും വരച്ചെടുക്കാൻ പറ്റില്ല. അവര് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫീൽഡ് ലൈൻസ് ആയിരുന്നു. ഇതാണ് 4 പ്രോപ്പർട്ടീസ്. അഞ്ചാമത്തെ പ്രോപ്പർട്ടി ടാൻജന്റ് ഡ്രോൺ ഫ്രം എനി പോയിന്റ്. ടാൻജന്റ് ഡ്രോൺ ഫ്രം എനി പോയിന്റ്. ഏത് പോയിന്റിൽ നിന്നും നമ്മൾ ഒരു ടാൻജന്റ് വരച്ചാലും ടാൻജന്റ് ഡ്രോൺ ഫ്രം എനി പോയിന്റ് വിൽ ഗിവ് ഡയറക്ഷൻ ഓഫ് ഫീൽഡ്. അറ്റ് ദാറ്റ് പോയിന്റ്. നമ്മൾ ഏത് പോയിന്റിൽ നിന്ന് ടാൻജന്റ് വരച്ചാലും അതാത് പോയിന്റുകളിലുള്ള ഡയറക്ഷൻ തരും.
സോ ടാൻജന്റ് ഡ്രോൺ ഫ്രം എനി പോയിന്റ് വിൽ ഗിവ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ്. അപ്പോ അതാണ് അതിന്റെ മറ്റൊരു പ്രോപ്പർട്ടി. നിങ്ങൾക്ക് ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഏത് പോയിന്റിൽ നിന്നും നമുക്ക് എന്ത് വരയ്ക്കാം? ഏത് പോയിന്റിൽ നിന്നും ടാൻജന്റ് വരയ്ക്കാം. ഏത് പോയിന്റിൽ നിന്നും നമ്മൾ ടാൻജന്റ് വരച്ചാലും അതാത് സ്ഥലത്തുള്ള എന്ത് കിട്ടും? ഇതൊക്കെ ടാൻജന്റ് ആണോ? അതാത് സ്ഥലത്തുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കിട്ടും. അപ്പൊ ഇവിടുന്ന് ടാൻജന്റ് വരച്ചാൽ ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കിട്ടും. സോ ടാൻജന്റ് ഡ്രോൺ ഫ്രം എനി പോയിന്റ് വിൽ ഗിവ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡസ് നോട്ട് ഇന്റർസെക്ട് വിത്ത് ഈച്ച് അതർ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡസ് നോട്ട് ഇന്റർസെക്ട് വിത്ത് ഈച്ച് അതർ. ഒരിക്കലും അവരെന്ത് ചെയ്യില്ല? മുട്ടില്ല. കൂട്ടിമുട്ടാൻ പാടില്ല. കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ടാൻജന്റ് വരയ്ക്കാൻ പറ്റും. രണ്ട് ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ രണ്ട് ഡയറക്ഷൻസ് ഉണ്ടാവും. ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും, +2 ലെവലിലൊക്കെ ഇത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? കൂട്ടിമുട്ടാൻ പാടില്ല. അങ്ങനെ മൊത്തത്തില് ഒരു 6 പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു 4 പോയിന്റ് എഴുതാണ്ട് 6 പോയിന്റ്. അപ്പൊ പോസിറ്റീവ് ടു നെഗറ്റീവ്, പോസിറ്റീവ് സ്റ്റാർട്ട് ചെയ്യുന്നത് നെഗറ്റീവ് അവസാനിക്കുന്നു. ക്ലോസ് ലൂപ്പ് ഉണ്ടാക്കില്ല, കണ്ടിന്യൂസ് ആണ്, ഇമാജിനറി ആണ്. അതേപോലെ ടാൻജന്റ് വരച്ച ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കിട്ടും. രണ്ട് ഫീൽഡ് ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? കൂട്ടിമുട്ടാൻ പാടില്ല. ഇതാണ് ഇപ്പോ 6 പ്രോപ്പർട്ടീസ്. ആർക്കെങ്കിലും സംശയം എന്താ? ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. അടുത്ത് പറഞ്ഞാലോ? ആ. ഏഴാമത്തെ പ്രോപ്പർട്ടീസ് കേട്ടോ, ശ്രദ്ധിക്കണം. ഏഴാമത്തെ പ്രോപ്പർട്ടി, സ്ട്രോങ്ങർ ദ ഫീൽഡ്. ഒരു ഫീൽഡ് എവിടെയാണോ സ്ട്രോങ്ങർ ആവുന്നത്? സ്ട്രോങ്ങർ ദ ഫീൽഡ്, ക്ലോസർ ദ ഫീൽഡ് ലൈൻസ്. ഫീൽഡ് എവിടെയാണോ സ്ട്രോങ്ങർ ആവുന്നത് അവിടെ ഫീൽഡ് ലൈൻസ് ക്ലോസർ ആവും, അടുത്ത് നിൽക്കും. അപ്പൊ സ്ട്രോങ്ങർ ദ ഫീൽഡ്, ക്ലോസർ ദ ഫീൽഡ് ലൈൻസ്. മക്കളെ നോക്കിയാൽ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാണുന്നുണ്ട് കേട്ടാ. ഇവിടെയാണ് ഫീൽഡ് ലൈൻസ് അടുത്തേക്കായിട്ട് നിൽക്കുന്നത്. അടുത്തേക്കായി നിൽക്കുന്ന സ്ഥലത്തെ പോയിന്റ് ഏതാന്ന് വിചാരിക്കുക, ഈ പോയിന്റ് ബി ആണെന്ന് വിചാരിക്കുക. മക്കളെ ഏത് വന്ന പോയിന്റും ഭയങ്കര ക്രൗഡഡ്, ഐ മീൻ അടുത്തടുത്തായിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ. അതിന്റെ അർത്ഥം എന്താ? എയുടെ ഇലക്ട്രിക് ഫീൽഡ് ബി യേക്കാൾ എന്താണ്? കൂടുതലാണ്. ഇ എ ഈസ് ഗ്രേറ്റർ ദാൻ ഇ ബി. അത് എയുടെ ഫീൽഡ് ബി യേക്കാൾ എന്താണ്? കൂടുതലാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ സ്ട്രോങ്ങർ ദ ഫീൽഡ്, ക്ലോസർ ദ ഫീൽഡ് ലൈൻസ്. ഇവര് പാരലൈസ് ആയിട്ട് വരച്ചാലോ? ഈ പാരലൈസ് അതിന്റെ പ്രത്യേകത അടുത്തേക്കും വരുന്നില്ല, അകലേക്കും പോകുന്നില്ല. ഇത് അടുത്തേക്കും വരുന്നില്ല, അകലേക്കും പോകുന്നില്ല എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? എ എന്ന് പറഞ്ഞ പോയിന്റിലെ ഫീൽഡും ബി എന്ന് പറഞ്ഞ പോയിന്റിലെ ഫീൽഡും ഈക്വൽ ആണെന്നാണ്. അപ്പോ ഫീൽഡ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ ഏത് ലൈൻസ് വരയ്ക്കാൻ പാടുള്ളൂ? പാരലൽ ലൈൻസ് വരയ്ക്കാൻ പാടുള്ളൂ. അടുത്തേക്ക് ക്രൗഡായി വരുന്ന സ്ഥലത്ത് ഫീൽഡ് ലൈൻസ് എന്തായിരിക്കും? ഫീൽഡിന്റെ വാല്യൂ കൂടുതലായിരിക്കും. അപ്പൊ ഫീൽഡ് ലൈൻസ്, സ്ട്രോങ്ങർ ദ ഫീൽഡ്, ക്ലോസർ ദ ഫീൽഡ് ലൈൻസ് എന്നുള്ള ഏഴാമത്തെ പ്രോപ്പർട്ടി ഒന്ന് ശ്രദ്ധിക്കാം. എട്ടാമത്തെ പ്രോപ്പർട്ടി, നമ്പർ ഫീൽഡ് ലൈൻസ് എമർജിങ് ഓർ എൻറ്ററിങ്. അതായത് ഒരു ചാർജിൽ നിന്ന് എമർജ് ചെയ്യുകയോ അതോ ആ ഒരു ചാർജിലേക്ക് എൻറ്റർ ചെയ്യുകയോ. എമർജിങ് ഓർ എൻറ്ററിങ് ഫ്രം ഓർ ഇൻ ടു ചാർജ്. ഒരു ചാർജിൽ നിന്ന് ഫീൽഡ് ലൈൻസ് പുറത്തു പോവുകയോ അതുപോലെ ഫീൽഡ് ലൈൻസ് ഉള്ളിലേക്ക് കയറുകയോ ചെയ്യുന്ന ഫീൽഡ് ലൈൻസിന്റെ എണ്ണം ഈസ് പ്രപ്പോർഷണൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ്. അപ്പൊ ഒരു ചാർജിൽ നിന്ന് എത്ര ഫീൽഡ് ലൈൻസ് പുറത്തിറങ്ങുന്നുണ്ടോ അത് ആ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇപ്പൊ എക്സാമ്പിൾ പറയുമ്പോൾ ഇത് Q1 ആണ് മക്കളെ, ഇത് Q2 ആണ്. ഫീൽഡ് ലൈൻസ് ഞാനിത് വരയ്ക്കുന്നു. 1, 2 വരച്ചു, ഇവിടെ 3 വരച്ചു, ഇവിടെ 4 വരച്ചു, ഇവിടെ 5 വരച്ചു. 5 ഫീൽഡ് ലൈൻസ് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പൊ Q2 നിന്ന് വേറൊരു 5 ഫീൽഡ് ലൈൻസ് കൂടി ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വരച്ചു. സോ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, Q2ലേക്ക് എത്ര ഫീൽഡ് ലൈൻസ് കയറുന്നുണ്ട്? Q2ലേക്ക് 1, 2, 3, 4, 5 5 ഫീൽഡ് ലൈൻസ് ആണ് Q2ലേക്ക് കയറുന്നത്. Q1ൽ എത്ര ഫീൽഡ് ലൈൻസ് പുറത്തിറക്കുന്നുണ്ട് മക്കളെ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 10 ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്? 10 ഫീൽഡ് ലൈൻസ് പുറത്തിറങ്ങുന്നുണ്ട്. സോ Q1ൽ നിന്ന് 10 ഫീൽഡ് ലൈൻസും Q2ൽ നിന്ന് 5 ഫീൽഡ് ലൈൻസും ആണ് പുറത്തിറങ്ങുന്നത്. ഈ ഫീൽഡ് ലൈൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് അതിന്റെ മാഗ്നിറ്റ്യൂഡിന് പ്രപ്പോർഷണൽ ആയതുകൊണ്ട് മക്കളെ Q1/Q2 ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ Q1/Q2 ഈക്വൽ ടു 10/5. മക്കളെ 10/5 എത്രയാണ്? 2. സോ Q1/Q2 ഈക്വൽ ടു 2. സംശയം എന്താ? ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. നോട്ട് ചെയ്യൂ.
അടുത്ത് പറയാം. Okay, sir. എട്ടാമത്തെ ഒമ്പതാമത്തെ അല്ലേ, 9ാമത്തെ പ്രോപ്പർട്ടി വരുന്നത് there is no field lines inside the metal. മെറ്റലിന്റെ ഉള്ളിൽ ഫീൽഡ് ലൈൻസ് ഇല്ല. ഒരു മെറ്റൽ സർഫസ് വരുമ്പോൾ അതിന്റെ ഉള്ളിൽ ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ പറ്റില്ല. ബിക്കോസ് മെറ്റലിന്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്ത സ്ഥലത്താണ് മെറ്റൽ. മെറ്റലിന്റെ ഉള്ളിൽ ഫീൽഡ് ഉണ്ടാവാൻ പാടില്ല. അപ്പോ മെറ്റലിന്റെ ഉള്ളിൽ ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ പാടില്ല. ആൻഡ് 10ാമത്തെ പ്രോപ്പർട്ടി, ഫീൽഡ് ലൈൻസ് പെർപെൻഡിക്കുലർ ടു must be perpendicular to മെറ്റാലിക് സർഫസ്. മെറ്റാലിക് സർഫസിനോട് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഫീൽഡ് ലൈൻസ് ഉണ്ടാവാൻ പാടുള്ളൂ. സോ ഫീൽഡ് ലൈൻസ് ഈസ് മസ്റ്റ് പെർപെൻഡിക്കുലർ ടു ദ മെറ്റാലിക് സർഫസ്. അപ്പൊ മെറ്റാലിക് സർഫസിനോട് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്ത് വരയ്ക്കാൻ പാടുള്ളൂ? ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ പാടുള്ളൂ. ഇതാണ് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. രണ്ട്, ഫീൽഡ് ലൈൻസ് ആ മെറ്റാലിക് സർഫസിനോട് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇപ്പൊ ഇതൊരു മെറ്റാലിക് സ്ഫിയർ ആണെന്ന് വിചാരിക്കാൻ. ഇത് മെറ്റൽ സ്ഫിയർ ആണെന്ന് വിചാരിക്കണം. മെറ്റൽ സ്ഫിയർ ആണ്. ഓക്കെ മക്കളെടാ, ഇങ്ങനെ ഫീൽഡ് ലൈൻസ് കാണാൻ പറ്റുമോ? ഇങ്ങനെ ഫീൽഡ് ലൈൻസ് കാണാൻ പറ്റുമോ? കാരണം ഇത് തെറ്റാണ്. കാരണം ഇത് കണ്ട, മെറ്റലിന്റെ ഉള്ളിൽ കൂടെ ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നുണ്ട്. മെറ്റലിന്റെ ഉള്ളിൽ കൂടെ ഫീൽഡ് ലൈൻസ് കടന്നു പോകാൻ പറ്റില്ല. ഈ റെപ്രസെന്റേഷൻ ശരിയാണോ? ആലോചിച്ച് നോക്കണ്ട. ഈ റെപ്രസെന്റേഷൻ ഇപ്പൊ വരച്ചിരിക്കുന്നുണ്ടോ? രണ്ടാമത് വരച്ചിട്ടുണ്ട്. ഈ റെപ്രസെന്റേഷൻ ശരിയാണോ? അല്ല. ഇതില് മെറ്റലിന്റെ ഉള്ളിൽ കൂടെ ഫീൽഡ് ലൈൻസ് ഇല്ല. അത് ശരിയാണ്. മെറ്റലിന്റെ ഉള്ളിൽ കൂടെ കണ്ട, നമ്മൾ ഉള്ളിലൊന്നും വരച്ചിട്ടില്ല. പക്ഷെ ഇത് ആ സർഫസിനോട് പെർപെൻഡിക്കുലർ ആണെന്ന് തോന്നുന്നുണ്ടോ മക്കളെ നിങ്ങൾക്കത്? ഇത് സർഫസിനോട് പെർപെൻഡിക്കുലർ ആണെന്ന് തോന്നുന്നുണ്ടോ? പറ. ഈ ഫീൽഡ് ലൈൻ സർഫസിനോട് പെർപെൻഡിക്കുലർ ആണോടാ? അയ്യോ, ഒന്ന് പറയാ എന്റെ ഭവതികളെ, ഭവാന്മാരെ, പറ. എല്ലാവർക്കും ഇതാ ചോദിക്കണേ, ഇത് പെർപെൻഡിക്കുലർ ആണോ മാൻ? ഈ ഫീൽഡ് ലൈൻസ് സർഫസിനോട് ഇതല്ല സർഫസ്. ഈ സർഫസിനോട് ഇത് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കാൻ തോന്നുന്നുണ്ടാ? ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് തോന്നുന്നുണ്ടാ? ഇല്ല. അപ്പൊ ഇത് ശരിയാവോ? പ്രോപ്പർട്ടി നമ്പർ 10 എന്താ പറയണേ? ഫീൽഡ് ലൈൻസ് എന്താവണം? സർഫസിനോട് പെർപെൻഡിക്കുലർ ആണെന്ന് പറയുന്നില്ലേ? അപ്പൊ ഇത് പെർപെൻഡിക്കുലർ ആണെന്ന് ഫീൽ ചെയ്യണ്ട. പറ. അപ്പൊ ഇത് ശരിയാവോ? ഇത് ശരിയാവോ? ഈ ഫീൽഡ് ലൈൻസിന്റെ റെപ്രസെന്റേഷൻ ശരിയാവോ? ഇല്ല. ഓക്കെ, ഇങ്ങനെയാണെങ്കിലോ നോക്ക, ഇങ്ങനെയാണ് ഒരു ഫീൽഡ് ലൈൻസ് എങ്കിലോ? ഇത് സർഫസിനോട് കണ്ട, നോക്കിയേ, കാണുമ്പോ തന്നെ അറിയാം ഇത് സർഫസിനോട് എന്താണ്? പെർപെൻഡിക്കുലർ എന്നറിയാം അല്ലെ? ഉള്ളിൽ കൂടെ പോയിട്ടുണ്ടോ? ശ്രദ്ധിച്ചു നോക്കട്ടാ മക്കളെ, ഉള്ളിൽ കൂടെ പോയിട്ടുണ്ടാ? ഉള്ളിലാണെങ്കിൽ ഇല്ല. അപ്പൊ പ്രോപ്പർട്ടി നമ്പർ 9 സാറ്റിസ്ഫൈഡ് ആണ്. ഉള്ളിൽ ഫീൽഡ് ലൈൻസ് ഇല്ല. സർഫസിനോട് പെർപെൻഡിക്കുലർ ആണ്. പ്രോപ്പർട്ടി നമ്പർ 10 സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ഇതാണ് റെപ്രസെന്റേഷൻ ഓഫ് ഫീൽഡ് ലൈൻസിന്റെ കറക്റ്റ് ഇട്ടാ. അപ്പോ ഇങ്ങനെ 3 ഫീൽഡ് ലൈൻസിന്റെ റെപ്രസെന്റേഷൻ ഏതാണ് ശരിയായിട്ടുള്ള ഏതെന്നൊക്കെ തിരഞ്ഞെടുക്കാൻ ചോദിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് തെറ്റാണ്, കാരണം ഉള്ളിൽ കൂടെ ഫീൽഡ് ലൈൻസ് പാടില്ല. ഇത് തെറ്റാണ്, കാരണം സർഫസിനോട് പെർപെൻഡിക്കുലർ ആവണം. ഇത് രണ്ടും കൂടി വരുന്നത് ഈ റെപ്രസെന്റേഷൻ ആണ്. ഇത് രണ്ടും കൂടി വരുന്നത്. അപ്പൊ അതാണ് ശരി എന്ന് തിരിച്ചറിയാം. കേട്ടോ? കേട്ടില്ലേ? അടുത്ത് പറയട്ടെ? എനിക്കെന്ത് പറയാൻ പറ്റില്ലല്ലോ. Yes, sir. ആ, അടുത്ത് പറയാം. ഇലക്ട്രിക് ഫ്ലക്സ് താഴെ പതുക്കെ പതുക്കെ നമ്മള് ഇതിന്റെ മെയിൻ ഭാഗത്തിലേക്ക് എത്തി തുടങ്ങി. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ എന്താ? നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ എ ഗിവൺ പെർപെൻഡിക്കുലർ ഏരിയ. ഒരു ഏരിയയിൽ കൂടെ പാസ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസിന്റെ എണ്ണമാണ് ഫ്ലക്സ്. നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ എ ഗിവൺ പെർപെൻഡിക്കുലർ ഏരിയ. ഒരു ഏരിയയിൽ കൂടെ പാസ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസിന്റെ എണ്ണം ഫ്ലക്സ്. വളരെ മക്കളെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കട്ടെ. ഫ്ലക്സിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫ്ലക്സിന്റെ ഇക്വേഷൻ ഇലക്ട്രിക് ഫ്ലക്സ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയ.
ഫ്ലക്സ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയ. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇലക്ട്രിക് ഫീൽഡിന്റെ ഏരിയ ചെയ്യണമെങ്കിൽ അവര് പെർപെൻഡിക്കുലർ ആവണം. അപ്പൊ ഞാൻ ഒന്നുകൂടി ഫ്ലക്സ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയ. ഇലക്ട്രിക് ഫീൽഡിന്റെ ഏരിയ എന്ന് വെറുതെ മൾട്ടിപ്ലൈ ചെയ്ത് ഫ്ലക്സ് കണ്ടുപിടിക്കണമെങ്കിൽ അവര് പെർപെൻഡിക്കുലർ ആവുന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചുതരാം. എന്താ ഇങ്ങനെ ഒരു ഏരിയ നിൽക്കുന്നുണ്ട്, ഇതിൽ കൂടെ കണ്ട ഫീൽഡ് ലൈൻസ് പെർപെൻഡിക്കുലർ ആയിട്ട് പുറത്തു പോകും. അപ്പൊ ഒന്നും ചെയ്യേണ്ട, ഫ്ലക്സ് ഫൈ ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡിന്റെ ഏരിയ ചെയ്താൽ മതി. സിമ്പിൾ ആണ്, ഫ്ലക്സ് ഫൈ ഈക്വൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഏരിയ. ഇനി സപ്പോസ് ഈ ഏരിയ സർഫസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് പെർപെൻഡിക്കുലർ അല്ല. ഇപ്പൊ ഇങ്ങനെയാണ് ഈ സർഫസ് നിൽക്കണമെന്ന് വിചാരിക്കുക, ഇതാണ് നമ്മുടെ സർഫസ് എന്ന് വിചാരിക്കുക, ഇങ്ങനെയാണ് ഫീൽഡ് ലൈൻസ് പുറത്തേക്ക് പോകണമെന്ന് വിചാരിക്കുക. എന്റെ ഏത് കുട്ടിക്ക് പറയാം ഈ ഫീൽഡ് ലൈൻസ് എന്തല്ല ഇലക്ട്രിക് ഫീൽഡിനോട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഈ സർഫസിനോട് എന്തല്ല പെർപെൻഡിക്കുലർ അല്ല. അപ്പൊ ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്ന കേസുകളിൽ മക്കളെ നമ്മളൊരു വേറൊരാളും കൂടെ എടുക്കണം. ഏരിയ വെക്ടർ എന്ന് പറയും. നിങ്ങൾ പഠിച്ചെന്ന് പറയില്ല, ഏരിയ വെക്ടർ. ഏരിയ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവാം, പഠിച്ചില്ല ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല. അപ്പൊ ഇവിടെ ഓർമ്മിക്കുക ഏരിയ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ആ ഏരിയ വെക്ടർ എന്ന് പറയുമ്പോൾ അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഔട്ട്വേർഡ് നോർമൽ ആണ്. കണ്ടോ, സർഫസിന് പുറത്തേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്നതാണ് ഏരിയ വെക്ടർ. സോ ഞാൻ ഒരു പ്രാവശ്യം കൂടി അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ എന്തുണ്ട്, ഒരു സർഫസ് ഉണ്ട്. ഇതാണ് നമ്മുടെ സർഫസ്. ഇതാണ് നമ്മുടെ ഈ ഷെയ്ഡഡ് ആയിട്ടുള്ള ഈ പോർഷൻ. സൈഡിലേക്ക് ആരുണ്ട്, സൈഡിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. സൈഡിലേക്ക് അങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പൊ ഇത് പെർപെൻഡിക്കുലർ ആണോ? അല്ല. പെർപെൻഡിക്കുലർ വെറുതെ ഇൻഡ്യൂ ചെയ്താൽ മതി. ഞാൻ ഇവിടെ പടം വരച്ച് കാണിച്ചിട്ടുണ്ട് കേട്ടോ. പെർപെൻഡിക്കുലർ ആണെങ്കിൽ വെറുതെ ഇൻഡ്യൂ ചെയ്താൽ മതി. ഇതിപ്പോ ഇലക്ട്രിക് ലൈൻസ് ഈ സർഫസിനോട് എന്തല്ല പെർപെൻഡിക്കുലർ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഏരിയ വെക്ടർ എടുത്തു. മക്കളെ ഏരിയ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ആ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ ഔട്ട്വേർഡ് നോർമൽ ആണ്. നോക്കൂ, ഔട്ട്വേർഡ് നോർമൽ സർഫസിൽ നിന്ന് പെർപെൻഡിക്കുലർ പുറത്തേക്ക്. ഇതാണ് ഏരിയ വെക്ടർ. ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ എന്ന് വിചാരിക്കാം. ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും ഏരിയ വെക്ടർ നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ മക്കളെ ഫ്ലക്സിന്റെ ഇക്വേഷൻ ഇ കോസ് തീറ്റ. അപ്പൊ ശ്രദ്ധിക്കണം, ഫ്ലക്സ് ഫൈ ഈക്വൽ ടു ഇ കോസ് തീറ്റ. അപ്പോ ചെരിഞ്ഞിട്ടാണ് നിൽക്കണമെങ്കിൽ ഫ്ലക്സിന്റെ ഇക്വേഷൻ ഇ കോസ് തീറ്റ ആണ്. അതിൽ ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ്, ഇ എന്ന് പറയുന്ന ഫീൽഡ് ആണ്, എ എന്ന് പറയുന്ന ഏരിയ ആണ്. അതൊക്കെ സംഭവിച്ചു. പക്ഷെ തീറ്റ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇലക്ട്രിക് ഫീൽഡും സർഫസും തമ്മിലുള്ള അല്ല തീറ്റ. ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഏരിയ വെക്ടർ. ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ. അപ്പൊ അങ്ങനെയാണ് ഫ്ലക്സ് ഫൈ ഈക്വൽ ടു ഇ കോസ് തീറ്റ. മകളോട് ഞാൻ എഴുതുന്നു ഫ്ലക്സ് ഫൈ ഈക്വൽ ടു ഇ കോസ് തീറ്റ. കോസ് തീറ്റ വരുമ്പോൾ ഏത് പ്രൊഡക്റ്റ് ആണ്? കോസ് തീറ്റ വരുമ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. വെക്ടർ പഠിച്ചവർക്ക് അറിയാം. സോ ഫ്ലക്സ് ഫൈ ഈക്വൽ ടു ഇ ഡോട്ട് എ എന്ന് കിട്ടും. അപ്പൊ ഫ്ലക്സ് ഫൈ ഈക്വൽ ടു ഇ ഡോട്ട് എ, കാരണം അത് കോസ് തീറ്റ ആണ്. കോസ് തീറ്റ എന്ന് പറയുമ്പോൾ അത് ഡോട്ട് പ്രൊഡക്റ്റ് ആണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ ഫ്ലക്സ് ഫൈ ഈക്വൽ ടു ഇ ഡോട്ട് എ. മകളെ ഡോട്ട് പ്രൊഡക്റ്റ് വരുമ്പോൾ ഫ്ലക്സ് എന്നുള്ള ക്വാണ്ടിറ്റി വെക്ടർ ആണോ സ്കെലാർ എന്നുള്ള ആൻസർ കിട്ടി നമുക്ക്. ഡോട്ട് പ്രൊഡക്റ്റ് വരുന്നത് സ്കെലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഫ്ലക്സ് ഒരു സ്കെലാർ ക്വാണ്ടിറ്റി ആണ്. സോ ഇറ്റ് ഈസ് എ സ്കെലാർ ക്വാണ്ടിറ്റി. അപ്പൊ ഫ്ലക്സിന് എന്തില്ല, ഡയറക്ഷന്റെ ആവശ്യമില്ല, ഓൺലി മാഗ്നിറ്റ്യൂഡ് ഈസ് എനഫ്. അപ്പൊ ഫ്ലക്സ് ഒരു സ്കെലാർ ക്വാണ്ടിറ്റി ആണ്. ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്താൽ കിട്ടും ഇ കോസ് തീറ്റ ആണ് ഇക്വേഷൻ. ബേസിക് ഇക്വേഷൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻഡു എന്താണ്, ഏരിയ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻഡു ഏരിയ ചെയ്യണമെങ്കിൽ അവര് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അഥവാ ഒരു ആംഗിൾ ഇൻക്ലൈൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അത് ഇ കോസ് തീറ്റ. ആ തീറ്റ എടുക്കുന്ന ആംഗിൾ ശ്രദ്ധിക്കണം. തീറ്റ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും ഏരിയ വെക്ടറും നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ എടുത്തിരിക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ചിലപ്പോ നിങ്ങൾ മനഃപൂർവ്വം കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. മനഃപൂർവ്വം കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി അവിടെ ഏരിയ എടുത്തിട്ടുണ്ട്, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും സർഫസും തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ തരും. സപ്പോസ് ഇത് 30 ഡിഗ്രി തമ്മിൽ വരിക, ആ ആംഗിൾ ആണ് 30 ഡിഗ്രി ആണ്. ഈ ആംഗിൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളാം. ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും സർഫസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് 30 ഡിഗ്രി. അപ്പൊ നമ്മളിപ്പോൾ ഒരു പോയിട്ട് ഒരു ആംഗിൾ ഒന്നുണ്ടല്ലോ, അപ്പൊ ഇ കോസ് 30 എന്നൊക്കെ എഴുതി വയ്ക്കും. അത് തെറ്റാണ് ആൻസർ. സ്വാഭാവികമായിട്ട് തെറ്റാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ആംഗിൾ ഇലക്ട്രിക് ഫീൽഡും സർഫസും തമ്മിൽ ഉണ്ടാക്കണമല്ല, ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടർ തമ്മിൽ ഉണ്ടാക്കണമാണ്, ഏരിയ വെക്ടർ തമ്മിൽ ഉണ്ടാക്കണമാണ്. മക്കൾ ഇത് 30 ആണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ആംഗിൾ 60 ഡിഗ്രിയാണ്. അതെങ്ങനെ കിട്ടിയ 90ൽ നിന്ന് മൈനസ് ചെയ്താൽ കിട്ടും. അപ്പൊ 90 - 30 60 ഡിഗ്രിയാണ്. അപ്പൊ ഈ കേസിൽ ഫ്ലക്സ് ഫൈ ഈക്വൽ ടു ഇ കോസ് 60 ആണ്. അപ്പൊ ഏത് ആംഗിൾ ആണോ തന്നിരിക്കുന്നത് അത് വെച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോയിട്ട് വളരെ വിജിലന്റ് ആയിട്ട് വേണം ചെയ്യാൻ. വെറുതെ ഇ കോസ് തീറ്റ അവർ തന്നൊരു ആംഗിൾ ഇവിടെ കോസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ പോകരുത്, ചിലപ്പോൾ തെറ്റും. കുഴപ്പമുണ്ടോ? അപ്പൊ ഫ്ലക്സ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ എ ഗിവൺ ഏരിയ. ഫ്ലക്സിന് 2-3 ഇക്വേഷൻസ് ആണ് നമ്മൾ ഇപ്പൊ ആകെ കൂടി പഠിപ്പിച്ചത്. ഫ്ലക്സ് ഫൈ ഈക്വൽ ടു ഇ ഇൻറ്റു എ. ഇ ഇൻറ്റു എ ചെയ്യണമെങ്കിൽ എന്താവണം, ഇലക്ട്രിക് ഫീൽഡിന്റെ ഏരിയ എന്താവണം,
പെർപെൻഡിക്കുലർ ആവണം. ഇൻ കേസ് അവർ പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ഈ കോസ് തീറ്റ. അതായത് തീറ്റ വളരെ ശ്രദ്ധിക്കണം. തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും ഏരിയ വെക്ടർ നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിളാണ്. സപ്പോസ് ഇനി ചില പ്രോബ്ലത്തില് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും സർഫസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തന്നു കഴിഞ്ഞാൽ അത് വെച്ച് ചെയ്യരുത്. 90 നിന്ന് ആ ആംഗിൾ കുറച്ചിട്ടുള്ള ആംഗിൾ വേണം അവിടെ എന്ത് ചെയ്യാൻ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ല. അപ്പൊ ഫ്ലക്സിന്റെ ഇക്വേഷൻ പറ. ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞ ഫ്ലക്സിന്റെ ഇക്വേഷൻ. ഫ്ലക്സ് ഫ്ലക്സിന്റെ ഇക്വേഷൻ പറ. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഫ്ലക്സ് ഈക്വൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയ അല്ലേ? അല്ലേ? ഇനി ഏരിയയിൽ നിന്ന് ഇപ്പോ അതായത് നോക്കട്ടെ, ഇതാണ് നമ്മുടെ ഏരിയ. ഏരിയയിൽ നിന്ന് ഫീൽഡ് ലൈൻസ് പുറത്തേക്കാണ് പോകുന്നതായിരിക്കുക. ഫീൽഡ് ലൈൻസ് ലീവിംഗ് ദ സർഫസ്. ഫീൽഡ് ലൈൻസ് ലീവിംഗ് ദ സർഫസ്. സർഫസിൽ നിന്ന് ഫീൽഡ് ലൈൻസ് പുറത്തേക്കാണ് പോകണമെങ്കിൽ മക്കളെ അത് പോസിറ്റീവ് ഫ്ലക്സ് ആണ്. അപ്പൊ ഫ്ലക്സ് പോസിറ്റീവ് വരും, നെഗറ്റീവ് വരും. ഫ്ലക്സ് സ്കെലാർ ആണെങ്കിലും സ്കെലാർ ക്വാണ്ടിറ്റി ആണെങ്കിലും അതിന് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും. ഇനി ഫീൽഡ് ലൈൻസ് എൻറ്ററിങ് ടു ദ സർഫസ് ആണെങ്കിൽ ഫീൽഡ് ലൈൻസ് ഈസ് എൻറ്ററിങ് ടു ദ സർഫസ്. ഫീൽഡ് ലൈൻസ് എൻറ്ററിങ് ടു സർഫസ്. സർഫസിലേക്ക് ഫീൽഡ് ലൈൻസ് എൻറ്റർ ചെയ്യുകയാണെങ്കിൽ മക്കൾ അത് നെഗറ്റീവ് ഫ്ലക്സ് ആണ്. ഫ്ലക്സ് സ്കെലാർ ക്വാണ്ടിറ്റി ആണെങ്കിലും അത് പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഫ്ലക്സ് പോസിറ്റീവ് വരും, നെഗറ്റീവ് വരും. ഫീൽഡ് ലൈൻസ് പുറത്തേക്കാണ് പോകണമെങ്കിൽ ഫീൽഡ് ലൈൻസ് ലിവിംഗ് ദ സർഫസ് ആണെങ്കിൽ പ്ലസും, ഫീൽഡ് ലൈൻസ് എൻറ്ററിംഗ് ദ സർഫസ് ആണെങ്കിൽ ഫ്ലക്സ് എന്താണ്, നെഗറ്റീവ് ആണ്. ശ്രദ്ധിക്കണം ഫ്ലക്സ് നെഗറ്റീവ് ആണ്. ഫ്ലക്സിന്റെ യൂണിറ്റ് വരുന്നത് മക്കളെ, ഫ്ലക്സിന്റെ ഇക്വേഷൻ ഇലക്ട്രിക് ഫീൽഡിന്റെ ഏരിയ എന്നാണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് നമ്മൾ നേരത്തെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചത് ന്യൂട്ടൺ പെർ കുളം എന്നാണ്. ഏരിയയുടെ യൂണിറ്റ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചത് മീറ്റർ സ്ക്വയർ എന്നാണ്. അപ്പൊ ഫ്ലക്സിന്റെ യൂണിറ്റ് വരുന്നത് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളം ആണ്. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളം. അപ്പൊ എൻട്രി ചെയ്യുന്ന ഫ്ലക്സ് ഫീൽഡ് ലൈൻസ് എൻട്രി ആണെങ്കിൽ നെഗറ്റീവും, ലീവ് ചെയ്യുന്ന ഫ്ലക്സ് പോസിറ്റീവ് ആണ്. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ നോക്കിയാൽ ഒരു സിലിണ്ടർ ഇവിടെ കിടക്കുന്നുണ്ട്. ശ്രദ്ധിച്ചിരിക്കട്ടാ, ഒരു സിലിണ്ടറിൽ നിന്ന് കുറച്ച് ഫീൽഡ് ലൈൻസ് എൻട്രി ചെയ്യുന്നു, അതേ ഫീൽഡ് ലൈൻസ് പുറത്തേക്ക് പോകുന്നു. മകൾ എത്ര ഫീൽഡ് ലൈൻസ് ആണ് എൻട്രി ചെയ്യുന്നത് അത്രയും ഫീൽഡ് ലൈൻസ് പുറത്ത് പോകുന്നു. എൻട്രി ചെയ്യുന്ന സ്ഥലത്ത് ഫ്ലക്സ് നെഗറ്റീവും, ലീവ് ചെയ്യുന്ന സ്ഥലത്ത് ഫ്ലക്സ് പോസിറ്റീവ് ആണ്. ഒരേ എമൗണ്ട് ആണ് എൻട്രി ചെയ്യണത്, അതേ എമൗണ്ട് തന്നെയാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ഫ്ലക്സ് വരുന്നത് മക്കളെ 0 ആയിരിക്കും. ശ്രദ്ധിക്കണം. അപ്പൊ എൻട്രി ചെയ്യുന്ന അതേ ഫീൽഡ് ലൈൻസ് തന്നെ ലീവ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഫ്ലക്സ് എത്രയായിരിക്കും, 0 ആയിരിക്കും. സോ എൻറ്ററിംഗ് ഫീൽഡ് ലൈൻസ് ഈസ് ഈക്വൽ ടു ലീവിംഗ് ഫീൽഡ് ലൈൻസ്. അപ്പൊ അവിടുത്തെ ഫ്ലക്സ് 0 ആയിരിക്കും എന്നുള്ള കാര്യം വളരെ ശ്രദ്ധിക്കണം. ഇത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ടാവും. ഒരു സിലിണ്ടറിന്റെ ഉള്ളിലേക്ക് കയറുന്നു, അതേ ഫീൽഡ് ലൈൻസ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു, എത്രയാണ് ഫ്ലക്സ്? ഒരു സ്ക്വയർ ഷീറ്റിന്റെ ഉള്ളിലേക്ക് കയറുന്നു, ഫീൽഡ് ലൈൻസ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു, മക്കളെ ഇവിടുത്തെ ഫ്ലക്സ് എത്രയാണ്? ഫ്ലക്സ് ഈക്വൽ ടു 0. അപ്പൊ കയറുന്ന ഫീൽഡ് ലൈൻസ് ഒക്കെ തന്നെ പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ നെറ്റ് ഫ്ലക്സ് 0. ഒന്നുമില്ല, കാരണം കയറുന്ന സമയത്ത് നെഗറ്റീവും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പോസിറ്റീവ് ആണ്. നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വരും 0 വരും. അങ്ങനെയാണ് നെറ്റ് ഫ്ലക്സ് 0 ആയത്. ഡൗട്ട് ഉണ്ടോ? പറയ്, ഏതാவது ഡൗട്ട് இருக்கா? ഇല്ല സർ, ക്ലിയർ ആണ്. അപ്പോ അത് കഴിഞ്ഞു. ഇനി ഒരു ചെറിയ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇലക്ട്രിക് ഫീൽഡ് E ഈക്വൽ ടു 2ik പ്ലസ് 2jk പ്ലസ് 4kk. ഫൈൻഡ് ഫ്ലക്സ് ത്രൂ ഏരിയ. Find flux through area. Area equal to 100 meter square in YZ plane. Find the flux through area 100 meter square in YZ plane. YZ പ്ലെയിനിലുള്ള ഒരു ഏരിയയിൽ കൂടെയുള്ള ഫ്ലക്സ് എത്രയാണെന്ന് യൂസ് ചെയ്യണം. മകളെ പാടാ, ഫ്ലക്സിന്റെ ഏറ്റവും ബേസിക് ഇക്വേഷൻ നമ്മൾ പറഞ്ഞത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയ ചെയ്യാന്നാണ്.
ഇലക്ട്രിക് ഫീൽഡിന്റെ ഏരിയ ചെയ്യണമെങ്കിൽ അവരെന്താവണം? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആവണം. അതില് ഇവിടെ ഏരിയ അവർ തന്നു കഴിഞ്ഞു. ഏരിയ അവര് 100 എന്ന് തന്നിട്ടുണ്ട്, 100 തന്നിട്ടുണ്ട്. പക്ഷെ ആ ഏരിയ വൈസർ പ്ലെയിനാണ്. ആ ഏരിയ വൈസർ പ്ലെയിനാണെന്ന് അവർ തന്നിട്ടുണ്ട്. അപ്പൊ ഏരിയ വൈസർ പ്ലെയിനാണെന്നുള്ള 100 തന്നിട്ട് ഇനി നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കൂടി എഴുതിയാൽ മതി. ഞാനൊരു കാര്യം ഞാൻ വീണ്ടും നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, ഫ്ലക്സിന്റെ ഏറ്റവും ബേസിക് ഇക്വേഷൻ ഇലക്ട്രിക് ഫീൽഡ് ഏരിയ ആണ്. ഫ്ലക്സ് ഫൈ ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയ. ഇവര് പെർപെൻഡിക്കുലർ ആവുന്നുണ്ട്. അതിൽ ഏരിയ 100 തന്നിട്ട് അത് വൈസർ പ്ലെയിനിലാണ്. ഏരിയ 100 തന്നിട്ട് അത് ഏത് പ്ലെയിനിലാണ്? വൈസർ പ്ലെയിനിലാണ്. മക്കളെ, വൈസർ പ്ലെയിനിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആള് വേണം ഇലക്ട്രിക് ഫീൽഡ് അപ്പ് എടുക്കാൻ. കാരണം അവർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. വൈസർ പ്ലെയിനിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണന്റ് എന്ന് പറയുമ്പോൾ എക്സ് കമ്പോണന്റ്. വൈനും സെഡിനും ഇല്ലാത്തവനാണ് വൈസർ പ്ലെയിനിന്റെ പെർപെൻഡിക്കുലർ. അപ്പൊ വൈസർ പ്ലെയിനിന്റെ പെർപെൻഡിക്കുലർ കമ്പോണന്റ് എക്സ് കമ്പോണന്റ്. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കേണ്ടത് ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ് കമ്പോണന്റ്. വൈ വി ആർ ടേക്കിംഗ് ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ് കമ്പോണന്റ്? കാരണം നമുക്ക് തന്നിട്ടുള്ള ഏരിയ വൈസർ പ്ലെയിനാണ്. വൈസർ പ്ലെയിനിന്റെ പെർപെൻഡിക്കുലർ എക്സ് കമ്പോണന്റ്. സോ ഫ്ലക്സ് ഫൈ ഈക്വൽ ടു, മക്കളെ, വാട്ട് ഈസ് എക്സ് കമ്പോണന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്? എക്സ് കമ്പോണന്റ് ഐ ക്യാപ്പ് ആണ് എക്സ് കമ്പോണന്റ് പറയുന്നത്. ഐ ക്യാപ്പിന്റെ മുകളിലെ നമ്പർ എത്രയാ? 2. അപ്പൊ 2 ആണ് എക്സ് കമ്പോണന്റ്. സോ 2 into 100. സോ ദ ഫ്ലക്സ് ഈക്വൽ ടു 200 എന്ന് കിട്ടും. സംശയം ഉണ്ടോ? ഫ്ലക്സ് ഈക്വൽ 200. ഡൗട്ട് ഉണ്ടോ? മക്കളെ എന്താ? ആകട്ടെ. നാം ആക്കിട്ടാ. ഓക്കെ, ഇനിയാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷൻ, ഗോസ് തിയറം. നിങ്ങൾക്ക് +2 പഠിച്ചിട്ടുണ്ടാവും ഗോസ് തിയറം. എന്താ ഗോസ് തിയറം എന്നറിയോ? ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സർഫസ് ഉണ്ട്. ഇതൊരു ക്ലോസ്ഡ് സർഫസ് ആണെന്ന് വിചാരിക്കണം. ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സർഫസ്, ഒരു പാത്രം. ഇതൊക്കെ എക്സാമ്പിൾ ആണ്, പാത്രം ഒന്നുമല്ല ഇവിടെ ഫിസിക്സ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഒരു അടപ്പുള്ള പാത്രം, ഒരു ക്ലോസ് സർഫസ് ആണ്. അപ്പോ ഒരു ക്ലോസ് സർഫസിന്റെ ഉള്ളില് നമ്മൾ എന്ത് വെച്ചിരിക്കുന്നു? ഒരു ചാർജ് വെച്ചിരിക്കുന്നു എന്ന് വിചാരിക്കാം. സോ ദ ടോട്ടൽ ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് ദിസ് ക്ലോസ്ഡ് സർഫസ്, ടോട്ടൽ ഫ്ലക്സ് ഈക്വൽ ടു, നിങ്ങൾക്കറിയാം, ഗോസ് തിയറം പഠിക്കാത്തവരൊന്നും ഇവിടെ ഇല്ല കേട്ടോ. 1/ε0 ടൈംസ് ഓഫ് ചാർജ് ഇൻസൈഡ് ദ സർഫസ്. സോ ടോട്ടൽ ഫ്ലക്സ് ഈക്വൽ ടു 1/ε0 ടൈംസ് ഓഫ് ചാർജ് ഇൻസൈഡ് സർഫസ്. ഇതിന്റെ മാത്തമാറ്റിക്കൽ ഫോം വരുന്നത് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു 1/ε0 into ചാർജ് ഇൻസൈഡ്. ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു 1/ε0 into ചാർജ് ഇൻസൈഡ്. ഇതാണ് ഗോസ് തിയറം. അപ്പൊ ഏതൊരു സർഫസിൽ, ക്ലോസ്ഡ് സർഫസിലുള്ള ഫ്ലക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഇല്ല. ഫ്ലക്സ് ഈക്വൽ ടു 1/ε0 into ക്യൂ ഇൻസൈഡ്, കേട്ടാ, ചാർജ് ഇൻസൈഡ്. ഈ ഫ്ലക്സിന്റെ മാത്തമാറ്റിക്കൽ ഫോർമാറ്റ് ആണ് ഇ ഡോട്ട് ഡി എസ്. ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു 1/ε0 into ചാർജ് ഇൻസൈഡ്. ഇതാണ് ഏത് തിയറം? ഗോസ് തിയറം. ഓർമ്മയുണ്ടോ +2 പഠിച്ചത്? ഇതാണ് ഗോസ് തിയറം. ഓർമ്മയുണ്ടേ +2 പഠിച്ചത്? ഈ ഗോസ് തിയറത്തിന് ഒരു 5-10 പോയിന്റ് പഠിക്കാനുണ്ട്. എൻട്രൻസ് ലെവലിൽ ചിന്തിക്കുമ്പോൾ ഒരു 5-10 പോയിന്റ് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഇത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ പോയിന്റിൽ പതുക്കെ പതുക്കെ പറഞ്ഞു തുടങ്ങാം. എഴുതിയാ? എഴുതിയടാ? എഴുതി സർ. എന്നാ തുടങ്ങാം. ഒരു 10 പോയിന്റ് ഉണ്ട്, സിമ്പിൾ ആയിട്ടുള്ള പോയിന്റിലാണ്, ശ്രദ്ധിക്കുക. വാ, ഫസ്റ്റ് പോയിന്റ് കേട്ടോ. ഒരു ക്ലോസ്ഡ് സർഫസ് ഉണ്ട്. അതിന്റെ ഉള്ളിൽ Q1, Q2, Q3 എന്നുള്ള ചാർജ് ഉണ്ട്. Q4ഉം Q5ഉം പുറത്താണ്. സോ വാട്ട് ഈസ് ദ ടോട്ടൽ ഫ്ലക്സ്? ടോട്ടൽ ഫ്ലക്സ് ഈക്വൽ ടു 1/ε0 ടൈംസ് ഓഫ് ചാർജ് ഇൻസൈഡ് ദ സർഫസ്. മക്കളെ, ടോട്ടൽ ഫ്ലക്സ് ഈക്വൽ ടു 1/ε0 into വാട്ട് ഈസ് ദ ചാർജ് ഇൻസൈഡ് ദ സർഫസ്. ഉള്ളിലുള്ള ചാർജ് എന്ന് പറയുമ്പോൾ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട്? Q1 + Q2 + Q3. ഇതാണ് ടോട്ടൽ ഫ്ലക്സ്. ആർക്കെങ്കിലും സംശയം ഉണ്ടാ? ടോട്ടൽ ഫ്ലക്സ് ഈക്വൽ ടു 1/ε0 ടൈംസ് ഓഫ് Q1 + Q2 + Q3. ഇതാണ് ഉള്ളിലുള്ള ചാർജ്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് സിമ്പിളാ. രണ്ടാമത്തെ പോയിന്റ് കിടക്കുന്നത്, മക്കളെ, ഒരു ക്ലോസ്ഡ് സർഫസ് ഉണ്ട്. ഈ ക്ലോസ്ഡ് സർഫസിന്റെ ഉള്ളിൽ ചാർജ് ഇല്ല. ഇപ്പോ 2-3 ചാർജുകൾ പുറത്തുണ്ട്. Q1, Q2, Q3, Q4 ഒക്കെ പുറത്തുണ്ട്.
ഉള്ളിൽ ചാർജ് ഇല്ല. മക്കളെ ഉള്ളിൽ ചാർജ് ഇല്ലെങ്കിൽ ഫ്ലക്സ് എത്രയാണ് രമണ? ഫ്ലക്സ് 0 ആണ്. സോ ഫ്ലക്സ് 0 ആണ്. അപ്പൊ ഈ ചാർജ് ഇൻസൈഡ് ശ്രദ്ധിക്കണം, ചാർജ് ഇൻസൈഡ് ദ സർഫസ് ഈക്വൽ ടു 0, ഫ്ലക്സ് ഈക്വൽ ടു 0. അപ്പൊ ഫ്ലക്സ് 0 ആവാനുള്ള 2 കണ്ടീഷൻസ് ഉള്ളൂട്ടാ. 2 കണ്ടീഷൻസ് ഫ്ലക്സ് 0 ആവുന്നുള്ളൂ. ഒരെണ്ണം ഇപ്പൊ പറഞ്ഞത് എന്തിനാ? ഉള്ളിൽ ചാർജ് ഉണ്ടാവാൻ പാടില്ല, ഫ്ലക്സ് 0. 2 ഞാൻ നേരത്തെ പറഞ്ഞു, എത്ര ഫീൽഡ് ലൈൻസ് ആണ് എൻട്രി ചെയ്യുന്നത് അത്രയും ഫീൽഡ് ലൈൻസ് പുറത്തു പോയി കഴിഞ്ഞാൽ ഫ്ലക്സ് ഉണ്ടാ. പറ, എത്ര ഫീൽഡ് ലൈൻസ് ആണ് എൻട്രി ചെയ്യുന്നത് അത്രയും ഫീൽഡ് ലൈൻസ് പുറത്തു പോയി കഴിഞ്ഞാൽ ഫ്ലക്സ് ഉണ്ടാ മക്കളെ? ഇല്ല സർ. അപ്പോ ചാർജ് ഇൻസൈഡ് 0 ആണെങ്കിലും ഫ്ലക്സ് 0, ഫീൽഡ് ലൈൻസ് എൻട്രി ചെയ്യുന്നത് അതേപോലെ ലീവ് ചെയ്ത് കഴിഞ്ഞാലും ഫ്ലക്സ് 0. ഇതാണ് രണ്ടാമത്തെ പോയിന്റ് കേട്ടോ. ഫ്ലക്സ് ചാർജ് ഉള്ളിലില്ലെങ്കിൽ ഫ്ലക്സ്. അടുത്തത് മൂന്നാമത്തെ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കാം. മൂന്നാമത്തെ പോയിന്റ്, ഇപ്പോ ഒരു ക്ലോസ്ഡ് സർഫസ് ഉണ്ട്. ഈ ക്ലോസ് സർഫസിൽ Q1 എന്നുള്ള ചാർജ് ഉണ്ട്, Q2 എന്നുള്ള ചാർജ് ഉണ്ട് ഉള്ളില്. Q3 എന്നുള്ള ചാർജും Q4 എന്നുള്ള ചാർജും പുറത്തുണ്ട്. മക്കളെ ഫ്ലക്സിന്റെ ഇക്വേഷൻ പറ. ഫ്ലക്സ് ഈക്വൽ ടു 1/ε0 ടൈംസ് ഓഫ് ചാർജ് ഇൻസൈഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഫ്ലക്സ് പറയുമ്പോൾ ഇന്റഗ്രൽ E.ds ഈക്വൽ ടു 1/ε0 ചാർജ് ഇൻസൈഡ്. ഫ്ലക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ E.ds. അപ്പൊ ഞാനിവിടെ എഴുതാം ഇന്റഗ്രൽ E.ds ഈക്വൽ ടു 1/ε0 ചാർജ് ഇൻസൈഡ് എന്ന് പറയുമ്പോൾ ആരൊക്കെ വരുന്നുണ്ട്? ചാർജ് ഇൻസൈഡ് എന്ന് പറയുമ്പോൾ 2 പേര് വരുന്നുണ്ട്, Q1 പ്ലസ് Q2. ശരിയല്ലേ? ചാർജ് ഇൻസൈഡ് എന്ന് പറയുമ്പോൾ Q1 പ്ലസ് Q2 വരുന്നുണ്ട്. Q1 ഉം Q2 ആണ് ഉള്ളില്. അപ്പൊ ഉള്ളിലത്തെ ചാർജ്. അപ്പോ ഗോസ് തിയറത്തിന്റെ ഇക്വേഷൻ ഞാൻ വീണ്ടും എഴുതുന്നു. ഇന്റഗ്രൽ E.ds ഈക്വൽ ടു 1/ε0 ചാർജ് ഇൻസൈഡ് Q1 പ്ലസ് Q2. മക്കളെ നിങ്ങൾ ഈ ഗോസ് തിയറത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് കണ്ടോ? ലെഫ്റ്റ് സൈഡിൽ ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ ഈ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡ് അപ്പൊ ഏത് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും? നോക്കൂ, റൈറ്റ് സൈഡിൽ നമ്മൾ എഴുതുന്ന ചാർജ് ഉള്ളിലത്തെ ചാർജാണ്. റൈറ്റ് സൈഡിൽ നമുക്ക് എഴുതുന്ന ചാർജ് ഉള്ളിലത്തെ ചാർജാണ്. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ എഴുതുന്ന ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡ്യൂ ടു ഏത് ചാർജ് ആയിരിക്കും? ഉള്ളിലത്തെ ആയിരിക്കും, പുറത്തത്തെ ആയിരിക്കും, അതെല്ലാ ചാർജും ആയിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡ്യൂ ടു ഓൾ ദ ചാർജ്. നോക്കൂ, ഗോസ് തിയറത്തിന്റെ റൈറ്റ് സൈഡിൽ മാത്രം എഴുതുന്ന ചാർജാണ് ഉള്ളിലത്തെ ചാർജ്. ലെഫ്റ്റ് സൈഡിൽ എഴുതുന്ന ഇലക്ട്രിക് ഫീൽഡ് എല്ലാ ചാർജും ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡാണ് എഴുതുന്നത്. അപ്പോ അത് ഒരു വളരെ ഗംഭീരമായിട്ടൊരു പോയിന്റ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ഗോസ് തിയറം ഈസ് ഡ്യൂ ടു ഓൾ ദ ചാർജ്. അങ്ങനെ 3 പോയിന്റ് പറഞ്ഞു. 1, 2, 3 എഴുതിയാ? ഡൗട്ട് ഉണ്ടാ? ഡൗട്ട് ഉണ്ടാ? ഇല്ലല്ലോ. നാലാമത്തെ പോയിന്റ് ഗോസ് തിയറം ഈസ് വാലിഡ്. Gauss theorem is valid only if inverse square law of force is valid. Gauss theorem is valid only if inverse square law of force is valid. അതായത് ഫോഴ്സ് ഈസ് പ്രപ്പോർഷണൽ ടു 1/r². ഇതാണ് ഇൻവേഴ്സ് സ്ക്വയർ ലോട്ടാ. ഫോഴ്സ് ഈസ് പ്രപ്പോർഷണൽ ടു 1/r² വാലിഡ് ആയാൽ മാത്രമേ മക്കളെ ഗോസ് തിയറം വാലിഡ് ആവുള്ളൂ. അപ്പൊ അതൊരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഗോസ് തിയറം വാലിഡ് ആവണമെങ്കിൽ ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് വേണം. ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലേ ഗോസ് തിയറം വാലിഡ് ആവുള്ളൂ. അത് നാലാമത്തെ പോയിന്റ് ആയിട്ട് എഴുതാം. അഞ്ചാമത്തെ പോയിന്റ്, ഒരു ചാർജ് Q എടുത്തു. മക്കൾ ഈ ചാർജിന് ചുറ്റും ചെറിയ ഒരു സ്പെറിക്കൽ ഗോസ് സർഫസ് എടുത്തു. അതേ ചാർജിന് ചുറ്റും കുറച്ചുകൂടി വലിയ ഒരു ഗോസിയൻ സർഫസ് എടുത്തു. അപ്പൊ ഇത് ചെറിയ ഗോസ് സർഫസ്, ഇത് വലിയ ഗോസ് സർഫസ്. മക്കളെ വലിയ ഗോസ് സർഫസ് എടുത്താലും ചെറിയ ഗോസ് സർഫസ് എടുത്താലും ഫ്ലക്സിന്റെ വാല്യൂ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഫ്ലക്സ് ഈക്വൽ ടു 1/ε0 Q ആൻഡ് 1/ε0 Q. അതായത് 2 കേസിലും ഫ്ലക്സ് എന്താണ്? സെയിം ആണ്. അതിന്റെ അർത്ഥം ഫ്ലക്സ് ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ സൈസ് ഓഫ് ഗോസിയൻ സർഫസ്. സൈസ് ഓഫ് ഗോസിയൻ സർഫസിനെ ഫ്ലക്സ് എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോ ഫ്ലക്സ് ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ സൈസ് ഓഫ് ഗോസ് സർഫസ്. ചെറിയ ഗോസ് സർഫസ് എടുത്തപ്പോ ഫ്ലക്സ് എത്രയാ? 1/ε0 Q ഇൻസൈഡ്. വലിയ ഗോസ് സർഫസ് എടുത്തപ്പോൾ ഫ്ലക്സ് എത്രയാ? 1/ε0 Q ഇൻസൈഡ്. അപ്പൊ ചെറുതായാലും വലുതായാലും ഫ്ലക്സ് ഡിപ്പെൻഡബിൾ അല്ല.
And flux is independent on shape of the Gauss surface. Flux is independent on shape of Gaussian surface. Gaussian surfaceന്റെ ഷേപ്പിനെയും ഫ്ലക്സ് എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പ്രോപ്പർട്ടി നമ്പർ 6. അപ്പോ ആറാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് ഫ്ലക്സ് ഗോസിയൻ സർഫസിന്റെ ഷേപ്പിനെയും എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതേപോലെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതാണ് 5 മാറും. ഏഴാമത്തെ ഒരു പ്രോപ്പർട്ടി വരുന്നത് മക്കളെ, ഒരു ക്ലോസ്ഡ് സർഫസിന്റെ ഉള്ളിൽ നമ്മളൊരു ഡൈപോൾ വയ്ക്കുന്നു. ഡൈപോൾ എന്താണെന്ന് നമ്മൾ പ്ലസ് ടു പഠിച്ചിട്ടുണ്ട്. 2 equal and opposite charges separated by distance on dipole. So what is the flux associated with the dipole? Flux associated with the dipole. Dipole associated ചെയ്യുന്ന ഫ്ലക്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ഫ്ലക്സിന്റെ ഇക്വേഷൻ തരാ 1/ε0 into ചാർജ് ഇൻസൈഡ്. ചാർജ് ഇൻസൈഡ് എത്രയാ മക്കളെ? ഒരാൾ പ്ലസും ഒരാൾ മൈനസ് വരുമ്പോൾ ചാർജ് ഇൻസൈഡ് എത്രയാണ്? ചാർജ് ഇൻസൈഡ് 0 ആണ്. അപ്പോ ഫ്ലക്സ് ഡ്യൂ ടു ഡൈപോൾ എന്ത് വരും? ഫ്ലക്സ് ഡ്യൂ ടു ഡൈപോൾ. അത് ചോദിക്കട്ടാ. ഒരു ഡൈപോൾ ഉണ്ടാക്കുന്ന ഫ്ലക്സ് 0 ആയിരിക്കും. ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു 0. ഡൈപോൾ, കാരണം ഡൈപോളില് പ്ലസ് ചാർജും മൈനസ് ചാർജും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ ഫ്ലക്സ് ഡ്യൂ ടു ഡൈപോള് 0 ആയിരിക്കും. കുഴപ്പമുണ്ടോ? ഡൗട്ട് ഉണ്ടോ? പറയടാ. അങ്ങനെ 7 പോയിന്റുകൾ കഴിഞ്ഞു കേട്ടോ. 7 പോയിന്റുകൾ കഴിഞ്ഞു. അടുത്ത പറയട്ടെ. എട്ടാമത്തെ ക്യൂബിന്റെ പ്രോബ്ലംസ് ആണ്. ഒരു ക്യൂബ് ഉണ്ട്. ഒരു ക്യൂബിന്റെ സെന്ററിൽ ഒരു ചാർജ് വെച്ചിട്ടുണ്ട്. So what is the flux through the cube? ക്യൂബിൽ കൂടിയുള്ള ഫ്ലക്സ് എത്രയാണ്? ഫ്ലക്സ് ത്രൂ ദ ക്യൂബ് ഈക്വൽ ടു, മക്കളെ ആ ചാർജ് ഇരിക്കുന്ന ക്യൂബിന്റെ സെന്ററിലാണ്. സോ 1/ε0 into Q. അപ്പോ ഈ ക്യൂബിൽ കൂടിയുള്ള ഫ്ലക്സ് വരുന്നത് 1/ε0 into Q ആണ്. ഈ ക്യൂബിന് 6 ഫേസുകളുണ്ട്. അപ്പൊ ഈ 6 ഫേസിലൂടെയാണ് ഈ ഫ്ലക്സ് പുറത്തു വരുന്നത്. അപ്പോ ഫ്ലക്സ് 1/ε0 into Q എന്ന് പറയുന്ന ഈ ടോട്ടൽ ഫ്ലക്സ് പുറത്തു വരുന്ന 6 ഫേസിലൂടെയാണ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഫ്ലക്സ് ത്രൂ 1 ഫേസ്. ഒരു ഫേസിലൂടെയുള്ള ഫ്ലക്സ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ ബൈ 6 ചെയ്യണം. 1/6ε0 into Q. അത് ചോദിക്കാറുണ്ട് കേട്ടോ, നിരന്തരം ചോദിക്കുന്നതായിട്ടാണ്. അപ്പോ ഒരു ക്യൂബിന്റെ സെന്ററിൽ നമ്മൾ എന്ത് വെച്ചിരിക്കുന്നു? ഒരു ചാർജ് വെച്ചിരിക്കുന്നു. അപ്പൊ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് 1/ε0 into Q. ഒരു ഫേസിലൂടെയുള്ള ഫ്ലക്സ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ 1/6ε0 into Q. അതേപോലെ ഒരു ക്യൂബ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ക്യൂബിന്റെ കോർണറിൽ നമ്മളൊരു ചാർജ് വെക്കുന്നു. കോർണറിൽ ഇവിടെ വെച്ചോ. ഒരു കോർണറിൽ ഒരു ചാർജ് വെക്കുന്നു. മക്കളെ, ഈ ഒരു കോർണറിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈച്ച് കോർണർ ഓഫ് എ ക്യൂബ് ഈ ഷെയർഡ് വിത്ത്, ഒരു ക്യൂബിന്റെ ഓരോ കോർണറും 8 ക്യൂബായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും. ഈച്ച് കോർണർ ഓഫ് എ ക്യൂബ് ഷെയർഡ് വിത്ത് 8 ക്യൂബ്സ്. അപ്പോ ഒരു കോർണർ തന്നെ 8 ക്യൂബായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും മക്കളെ? ഇതാ ഈ കോർണർ 8 ക്യൂബായിട്ട്, ഇവിടെ സൈഡിലേക്കൊക്കെ ക്യൂബ് വരയ്ക്കാം. അങ്ങനെ 8 ക്യൂബായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഒരു ക്യൂബിന് അവകാശപ്പെട്ട ചാർജ് Q/8 ആയിരിക്കും. സോ ചാർജ് കറസ്പോണ്ടിങ് ടു 1 ക്യൂബ് എന്ന് പറയുന്നത് Q/8 ആയിരിക്കും. അപ്പൊ നമ്മൾ കോർണറിൽ Q എന്നുള്ള ചാർജ് വെച്ചാലും ആ കോർണർ 8 ക്യൂബായിട്ട് ഷെയർ ചെയ്യുന്നതിനുണ്ട് ഒരു ക്യൂബിന് അവകാശപ്പെട്ട ചാർജ് Q/8 ആയിരിക്കും. അപ്പോ ടോട്ടൽ ഫ്ലക്സ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോർണറിൽ വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഫ്ലക്സ് ഈക്വൽ ടു 1/8ε0 into Q ആയിരിക്കും. തെറ്റിക്കരുത്, 1/8ε0 into Q. കാരണം ഒരു കോർണറിൽ വെച്ച് കഴിഞ്ഞാൽ ക്യൂബ്
സോറി ചാർജ് 8 ക്യൂബായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ക്യൂബിന് 1/8 പോർഷനെ കിട്ടുള്ളൂ. അതാണ് 1/8. അതേപോലെ ഒരു ക്യൂബിന്റെ, അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ആയിട്ട് ഇനി നോക്കാം. ഒരു ക്യൂബിന്റെ ഫേസിൽ വെച്ച് കഴിഞ്ഞാൽ, അതൊരു ക്യൂബിന്റെ ഫേസിൽ വെച്ചു. ഫേസിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫേസ് 2 ക്യൂബായിട്ട് ഷെയർ ചെയ്യാം. ഫേസ് ഷെയർഡ് വിത്ത് ഫേസ് ഷെയർഡ് വിത്ത് 2 ക്യൂബ്സ്. ഒരു ക്യൂബിന്റെ ഫേസ് ഒരു ഫേസ് 2 ക്യൂബായിട്ട് ഷെയർ ചെയ്യാം. അപ്പൊ 2 പേരായിട്ട് ഈ ക്യൂ ഷെയർ ചെയ്യുമ്പോൾ ഒരാൾക്ക് എത്ര കിട്ടും? ക്യൂബായിട്ട് കിട്ടും. അപ്പൊ ഫ്ലക്സ് ഈക്വൽ ടു 1/ε0 ടൈംസ് ഓഫ് ക്യൂബ്/2. അപ്പോ ശ്രദ്ധിക്കണം, സെന്ററിൽ വെക്കുമ്പോൾ ഉള്ളത് ടോട്ടൽ ഫ്ലക്സ് 1/ε0 ക്യൂ. 6 ഫേസിലൂടെ എനർജികൾ പോവാ. അപ്പൊ ഒരു ഫേസിലൂടെയുള്ള ഫ്ലക്സ് വെക്കുമ്പോൾ ബൈ6 ചെയ്യണം. കോർണറിൽ വെക്കുന്ന ചാർജിന്റെ എത്ര പോർഷനാ? ഒരു ക്യൂബിന് അവകാശപ്പെട്ട പോർഷൻ Q/8 ആണ്. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് പറയുമ്പോൾ 1/8 ക്യൂ. ഫേസിൽ വെച്ച് കഴിഞ്ഞാൽ 2 ക്യൂബായിട്ട് ഷെയർ വരിക. അപ്പൊ ഒരു ക്യൂബിന് Q/2 ഉണ്ടാവും. അപ്പൊ 1/ε0 ക്യൂബായിട്ട്. ഡൗട്ട് ഉണ്ടാ? ഏതാവത് ഡൗട്ട് എടുക്കാ തമ്പി? ഡൗട്ട് ഉണ്ടാ? ഇനി അടുത്ത് പറയട്ടെ. ഇനി ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, ഇങ്ങനെ ഒരു സ്ക്വയർ ഷീറ്റ് തരും. ഇങ്ങനെ ഒരു സ്ക്വയർ ഷീറ്റ് അങ്ങോട്ട് തന്നിട്ട്, ഈ സ്ക്വയർ ഷീറ്റ് 10 സെന്റിമീറ്റർ ലെങ്ത്തും 10 സെന്റിമീറ്റർ ബെർത്തുള്ള ഒരു ഷീറ്റില് 5 സെന്റിമീറ്റർ ഹൈറ്റില് ഒരു ചാർജ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും, ഫൈൻഡ് ദ ഫ്ലക്സ് എന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വരും. 5 സെന്റിമീറ്റർ ഹൈറ്റില് ഒരു ചാർജ് വെച്ചിട്ടുണ്ട്, ഫ്ലക്സ് എത്രയാണെന്ന് ചോദിക്കും. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മക്കളെ ആക്ച്വലി ഇതൊരു ക്യൂബിന്റെ സിനാരിയോ ആണ്. ഞാൻ ഒരു ക്യൂബ് വരച്ച് അതിന്റെ സിനാരിയോ കാണിച്ചു തരാം. അതായത് ഒരു ക്യൂബിന്റെ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ആക്ച്വലി ഒരു ക്യൂബിന്റെ സിനാരിയോ ആണെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഇപ്പൊ ഒരു ക്യൂബ് ഉണ്ട്, അതിന്റെ സെന്ററിൽ ഒരു ചാർജ് വെച്ചിട്ടുണ്ട്. സെന്ററിൽ ഒരു ചാർജ് വെച്ചിട്ടുണ്ട്. ആ സെന്ററിലെ ചാർജ് ആണ് ക്യൂ, സെന്ററിൽ കേട്ടോ. അപ്പോ ഇതും ക്യൂബും തമ്മിൽ ബന്ധമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ക്യൂബിന്റെ കുറച്ച് ഭാഗങ്ങൾ മാച്ച് കളഞ്ഞാൽ നമുക്ക് ഈ സാധനം കിട്ടുന്നുണ്ടോ? ഞാൻ ഇതൊക്കെ മാച്ച് കളയുന്നു. ക്യൂബിന്റെ ഈ ഭാഗം മാച്ച് കളഞ്ഞിട്ട് അടിയിലത്തെ ഫേസ് മാത്രം നിർത്തുന്നു കേട്ടോ. അടിയിലത്തെ ഫേസ് മാത്രം നിർത്തി കഴിഞ്ഞാൽ മക്കളെ നമുക്കിതാ എന്ത് കിട്ടും? ഈ സാധനം കിട്ടും, ഈ ഷേപ്പ് കിട്ടും. അപ്പൊ ഈ ഷേപ്പ് തന്നു കഴിഞ്ഞാൽ കണ്ടോ, ഇതിനെയാണ് കണ്ടോ, ഈ ഷേപ്പ് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വലൻ ടു 1 ഫേസ് ഓഫ് എ ക്യൂബ് എന്ന് മനസ്സിലാക്കണം. ഇതൊരു ക്യൂബിന്റെ ഒരു ഫേസിന് തുല്യമാണ്. മക്കളെ ഒരു ഫേസിലൂടെ പോണ ഫ്ലക്സ് നമ്മൾ നേരത്തെ പഠിപ്പിച്ചു 1/6ε0 ക്യൂ. അപ്പൊ കേട്ടോ, ഇത് ഇങ്ങനെ തന്നിട്ട് ഇവിടുത്തെ ഫ്ലക്സ് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഒരു സിനാരിയോ തന്നിട്ട് ഫ്ലക്സ് ചോദിക്കുമ്പോൾ അതൊരു ക്യൂബിന്റെ ഒരു ഫേസിന് ഈക്വലന്റ് ആണെന്ന് മനസ്സിലാക്കണം. ക്യൂബിന്റെ ഒറ്റ ഫേസിന് ഈക്വലന്റ് ആണ്. അതൊക്കെ ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻകളൊക്കെ ഉണ്ടാവും. നിങ്ങൾ തന്നു കഴിഞ്ഞിട്ട് ക്യൂബിന്റെ നടുക്കിലാണ് നമ്മളിവിടെ ചാർജ് വെക്കാന്ന് വിചാരിക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് ഭാഗങ്ങൾ ഇവിടെ മാറ്റി കളഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ള ഈ സിനാരിയോ എത്തും. ഈ ഭാഗം മാറ്റി കളഞ്ഞാൽ നമുക്ക് പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന എന്തെത്തും? ഒരു ഷീറ്റ് കിട്ടും. ആ ഷീറ്റിന്റെ മുകളിൽ ചാർജ് വെക്കുന്നുണ്ട്. അപ്പോ ഈ പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫേസ്, ക്യൂബിന്റെ ഒരു ഫേസിനോട് ഉള്ള ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പിടിക്കുക 1/6ε0 ക്യൂ ഇൻസൈഡ്. അത് വളരെ വിചിത്രമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോട്ട് ചെയ്താ? അതിൽ സംശയമൊന്നുമില്ലല്ലോ? അതിൽ ഡൗട്ട് ഉണ്ടോ? ഓക്കെ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത്, ഒരു സിലിണ്ടർ തന്നിട്ടുണ്ട് മക്കളെ. ഒരു സിലിണ്ടർ തന്നിട്ട് ഇതിൽ കൂടെ എൻട്രി ചെയ്യുന്ന ഫ്ലക്സ് 5 തരും, ഇതിൽ കൂടെ ലീവ് ചെയ്യുന്ന ഫ്ലക്സ് 5 തരും. അങ്ങനെയൊക്കെ തരാം. ഇതിന്റെ എൻട്രി ചെയ്യുന്ന ഫ്ലക്സ് 5, ലീവ് ചെയ്യുന്ന ഫ്ലക്സ് 5 തരാം. എന്നിട്ട് നെറ്റ് ഫ്ലക്സ് കണ്ടുപിടിക്കാനല്ല ചോദിക്കാൻ, എന്നാലും ഞാൻ നെറ്റ് ഫ്ലക്സ് വെച്ചിട്ട് വരുന്നു. നെറ്റ് ഫ്ലക്സ് ഈക്വൽ ടു, നമുക്കറിയാം എന്ററിംഗ് ഫ്ലക്സ് നെഗറ്റീവും ലീവിംഗ് ഫ്ലക്സ് പോസിറ്റീവ് ആണ്. അപ്പൊ നെറ്റ് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ 5 - 5 ആണ്. അതിന് സംശയമുള്ളവർ പറഞ്ഞോ. നെറ്റ് ഫ്ലക്സ് ഈക്വൽ ടു 5 - 5. ഇതാണ് നെറ്റ് ഫ്ലക്സ്. കൂടി ടു ഗോസ് തിയറം, നെറ്റ് ഫ്ലക്സ് ഈക്വൽ ടു 1/ε0 ചാർജ് ഇൻസൈഡ് നമുക്കറിയാം. അപ്പൊ 1/ε0 ചാർജ് ഇൻസൈഡ് ആണ് മക്കൾ എന്ത്? 5 -
φ1. ഇതിൽ എപ്സിലോൺ എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എത്ര ചാർജ് അടങ്ങിയിട്ടുണ്ട്, ആ സിലിണ്ടറിനുള്ളിൽ എത്ര ചാർജ് ഉണ്ടെന്ന് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. ചാർജ് ഇൻസൈഡ് ദ സിലിണ്ടർ ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു φ2 മൈനസ് φ1. കേട്ടോ, എപ്സിലോൺ 0 ഇൻറ്റു φ2 മൈനസ് φ1. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവൈലബിൾ ആണ്. ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു ക്യൂബിന്റെ ഉള്ളില് ഒരു 1 കുളം ചാർജ് ക്യൂബിന്റെ ഉള്ളില് ഉണ്ട്. വാട്ട് ഇസ് എ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ്? അങ്ങനെ ചോദിക്കാം. ഈ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ആണല്ലോ ഫ്ലക്സ്. ഇപ്പൊ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്ലക്സ് കണ്ടുപിടിച്ച് കൊടുക്കുക. മക്കളെ, ഫ്ലക്സ് ഈക്വൽ ടു 1/ε0 ടൈംസ് ഓഫ് ചാർജ് ഇൻസൈഡ്. അതായത് 1/8.854 ഇൻറ്റു 10⁻⁻12. ഇതാണ് ε0 ഇൻറ്റു ചാർജ് എത്രയാ? 1 കുളം. അപ്പൊ അങ്ങനെ ഫ്ലക്സ് കണ്ടുപിടിക്കുക, നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് കണ്ടുപിടിക്കാനുള്ള ചോദ്യം വരാം. അങ്ങനെ പല രീതിയിൽ ഇതിപ്പോ കുറെ പോയിന്റുകളായി. ഇതിൽ ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാം, അവർക്ക് ഗോസ് തിയറത്തിന്റെ ബേസിൽ ചോദിക്കാം. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? അറിയേ? ഇല്ല. അപ്പൊ നമുക്ക് അടുത്തേക്ക് പോവാം. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫൈനൈറ്റ്ലി ലോങ് വയർ. എനിക്ക് ഇവിടെ 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫൈനൈറ്റ്ലി ലോങ് വയർ. ഒരു ഇൻഫൈനൈറ്റ്ലി ലോങ് വയർ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മക്കളെ, നമ്മുടെ ഒരു ഇൻഫൈനൈറ്റ് ലോങ് വയർ എടുത്തു. ഈ വയറിന് ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട്? സപ്പോസ് പോസിറ്റീവ് ചാർജ് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. പോസിറ്റീവ് ചാർജ് കൊടുത്തിട്ടുണ്ട്. വയറിന് ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡയാണ്. മക്കളെ, ലീനിയർ ചാർജ് ഡെൻസിറ്റി അറിയാത്ത പോലെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ എഴുതി വെക്കുന്നത് ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ ഈക്വൽ ടു Q/m. ചാർജ് ബൈ ലെങ്ത് ആണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി. അത് പഠിക്കാം. ചാർജ് ബൈ ലെങ്ത് ആണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി. അപ്പൊ ഈ വയറിന്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡയാണ്. ഈ വയറിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലത്തിലുള്ള പോയിന്റ് ആണ് P. വയറിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലത്തിലുള്ള പോയിന്റ് ആണ് P. സോ വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P? നമ്മൾ അപ്ലിക്കേഷൻ ഓഫ് ഗോസ് തിയറം 3 ഡെറിവേഷൻസ് ഈ ചാപ്റ്ററിൽ +2 പഠിച്ചിട്ടുണ്ടാവും. അപ്ലിക്കേഷൻ ഓഫ് ഗോസ് തിയറത്തില് അതില് ആ ഇക്വേഷൻ എഴുതാൻ പോണെ λ/2πε0r. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P ഈക്വൽ ടു വൺസ് മോർ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P ഈക്വൽ ടു λ/2πε0r ആണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P. ഇതിൽ ലാംഡ എന്ന് പറയുന്നത് ലീനിയർ ചാർജ് ഡെൻസിറ്റി ആണ് ലാംഡ. R എന്ന് പറയുന്നത് മക്കളെ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് മുകളിലെ താഴെയാണ് കിടക്കുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P is inversely proportional to distance. മക്കളെ, അപ്പൊ അതിന്റെ ഗ്രാഫിന് റോൾ ഉണ്ട് ഇവിടെ. ഇലക്ട്രിക് ഫീൽഡ് വേഴ്സസ് ഡിസ്റ്റൻസ് ഗ്രാഫ് മക്കളെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് റെക്ടാംഗുലർ ഹൈപ്പർബോള. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R. ഇലക്ട്രിക് ഫീൽഡ് λ/2πε0r. സപ്പോസ് ഒരു തവണ നീറ്റിന് ചോദിച്ചത് 2 വയറുകൾ വെച്ചിട്ടുണ്ട്. നീറ്റിന് വെച്ചുള്ള ക്വസ്റ്റൻ കേട്ടോ. ഒരെണ്ണം പ്ലസ് ലാംഡ, ഒരെണ്ണം മൈനസ് ലാംഡ. ആൻഡ് ദിസ് ഈസ് സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് ഓഫ് 2r. ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സെന്റർ എന്നാണ് ചോദിച്ചത്. ഒരെണ്ണം പ്ലസ് ലാംഡയാണ്, ഒരു വയർ പ്ലസ് ലാംഡ. അതായത് ഒരു വയറിന്റെ ചാർജ് പ്ലസ് ചാർജ് ആണ്. ഓക്കെ, മറ്റേ വയറിന്റെ ചാർജ് എന്താണ്? മൈനസ് ചാർജ് ആണ്. ഒരെണ്ണം പ്ലസ് ലാംഡ, മറ്റേത് മൈനസ് ലാംഡ. സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് 2r. നമ്മളോട് ചോദിച്ചിരുന്ന സെന്ററിലുള്ള ഫീൽഡ് എത്രയാണെന്ന് വെച്ചാൽ, മകളുടെ 2 വയറുകളുണ്ട്. 2 വയറുകളുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ വയർ ഉണ്ടാക്കുന്ന ഫീൽഡ് സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. അപ്പൊ ഫസ്റ്റ് വയർ ഉണ്ടാക്കുന്ന ഫീൽഡ് E1 ഈക്വൽ ടു 2 വയറുണ്ടെങ്കിൽ ഒന്നിലധികം ആൾക്കാർ വരുമ്പോൾ സ്റ്റെപ്പുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓരോന്നും ഉണ്ടാക്കുന്നത് സെപ്പറേറ്റ് കണ്ടുപിടിക്കണം ആദ്യം. അപ്പൊ ഫസ്റ്റ് വയർ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് λ/2π. മക്കളെ, ഫസ്റ്റ് വയറിലേക്കുള്ള ഡിസ്റ്റൻസ് 6 ആണ് കേട്ടോ. സെൻട്രലിലേക്കുള്ള ഫീൽഡ് വെച്ചാൽ സെൻട്രലിലെ ഫീൽഡ് വെച്ചാൽ ഇപ്പൊ സെൻട്രലിലേക്കുള്ള ഡിസ്റ്റൻസ് 6 ആണ്. അപ്പൊ λ/2πε0r. രണ്ടാമത്തെ വയർ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡും λ/2πε0r തന്നെയാണ്. കാരണം രണ്ടാമത്തെ വയറിലേക്കുള്ള ദൂരം 6 തന്നെയാണ്. അപ്പൊ 2 പേരും ഉണ്ടാക്കുന്ന ഫീൽഡ് എന്ത് ചെയ്തു? നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അതിന്റെ വാല്യൂസ് കണ്ടുപിടിച്ചു. ജസ്റ്റ് നമ്മൾ λ/2πε0r വെച്ചിട്ട് കണ്ടുപിടിച്ചു. മൊത്തം ഡിസ്റ്റൻസ് ആണ് 2r കേട്ടോ. അപ്പൊ സെൻട്രലിലെ ഡിസ്റ്റൻസ് 6 ആയിരിക്കും. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. 2 ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ഷൻ നോക്കാം. അങ്ങനെ സെപ്പറേറ്റ് ഓരോരുത്തരും ഉണ്ടാക്കുന്ന ഫീൽഡ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഡയറക്ഷൻസ് നോക്കുക. ഡയറക്ഷൻ നോക്കുമ്പോൾ മക്കളെ, പ്ലസ് ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡ് അവേ ഫ്രം ദ ചാർജ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. പ്ലസ് ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡ് അവേ ഫ്രം ദ ചാർജ് ആരോ ശ്രദ്ധിക്കുക. മൈനസ് ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡ് ടുവേർഡ്സ് ദ ചാർജ് ആണ്. അവിടെയും ആരോ മാർക്ക് ശ്രദ്ധിക്കുക. അപ്പൊ പ്ലസ് ചാർജ് ഉണ്ടാക്കുന്ന എവേ ആരോ മാർക്ക്, മൈനസ് ഉണ്ടാക്കുന്ന ടുവേർഡ്സ്. നോക്കി LKG പിള്ളേർ വരെ പറയും 2 ഫീൽഡുകളും സെയിം ഡയറക്ഷൻ ആണ്. ഈ ഡയറക്ഷൻ സെയിം ആണ് എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഈ ഡയറക്ഷൻ സെയിം ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? പ്ലസ് ചെയ്യുക, മൈനസ് ചെയ്യുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്.
ഡയറക്ഷൻ സെയിം ആയി നമ്മൾ പ്ലസ് ചെയ്യുക മൈനസ് ചെയ്യുക നമ്മൾ പ്ലസ് ചെയ്യപ്പെടുക ചെയ്യുക. അപ്പൊ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു λ/2πε0r പ്ലസ് λ/2πε0r. ഇത് പ്ലസ് ചെയ്യാനുള്ള കാരണം അത് സെയിം ഡയറക്ഷൻ ആയതുകൊണ്ടാണ്. അങ്ങനെയാണ് അവിടുത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടത്. സംശയമില്ലല്ലോ? ഉണ്ടോ? കഴിഞ്ഞോ? ഡൗട്ട് ഉണ്ടോ? അടുത്ത് ഒരു ഷീറ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഷീറ്റ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഷീറ്റ്. നമ്മുടെ കയ്യിൽ ഒരു ഇൻഫൈനൈറ്റ് ലോങ് ആയിട്ടുള്ള എന്തുണ്ട്? ഷീറ്റ് ഉണ്ട്. ഈ ഷീറ്റിന് സപ്പോസ് പോസിറ്റീവ് ചാർജുകൾ എന്ന് വിചാരിക്കുക. ഈ ഷീറ്റ് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്. മക്കളെ, സർഫസ് ചാർജ് ഡെൻസിറ്റി ഈക്വൽ ടു ചാർജ് ബൈ ഏരിയ. അറിയാത്ത പിള്ളേർക്ക് കേട്ടോ. സർഫസ് ചാർജ് ഡെൻസിറ്റി ഈക്വൽ ടു ചാർജ് ബൈ ഏരിയ ആണ്. അപ്പോൾ സിഗ്മ ഈക്വൽ ടു ക്യൂ ബൈ എ. ഈ ഷീറ്റിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് അകലത്തിലുള്ള പോയിന്റ് ആണ് പി. ഷീറ്റിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് അകലത്തിലുള്ള പോയിന്റ് ആണ് പി. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഈക്വൽ ടു സിഗ്മ ഡിവൈഡഡ് ബൈ 2ε0. Electric field at P equal to sigma by 2ε0. So once more, electric field at P equal to sigma by 2ε0. ഇതാണ് Pയിലെ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷനിലെ ഡിസ്റ്റൻസ് വന്നിട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ ഡിസ്റ്റൻസ്. അപ്പൊ ഷീറ്റിൽ നടക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡിസ്റ്റൻസ് ഡിപ്പെൻഡബിൾ അല്ല. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r⁻⁴. മക്കളെ, പവറിൽ 0 ആണ്. അതാണ് ഡിപ്പെൻഡ് ചെയ്തെന്നാണ് പറഞ്ഞേട്ടാ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു r⁻⁴. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ ഡിസ്റ്റൻസ്. ഷീറ്റ് ഉണ്ടാക്കുന്ന സിഗ്മ ബൈ 2ε0 ആണ് ഷീറ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്. നോട്ട് ചെയ്യാം. അത് നമുക്ക് ഷെല്ലിൽ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ ഓഫ് ഗോസ് തിയറം കഴിയും. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? മക്കളെ, ഡൗട്ട് ഉണ്ടോ? ഏതാവത് ഡൗട്ട് എടുക്കാ തമ്പി? ആ, അപ്പൊ ഷീറ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ആരും ഡിപ്പെൻഡബിൾ അല്ല. ഷീറ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ആരും ഡിപ്പെൻഡബിൾ അല്ല. ഡിസ്റ്റൻസ് ഡിപ്പെൻഡബിൾ ആണോ? അല്ല. അടുത്ത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഷെൽ കേട്ടോ. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഷെല്ല്. ഒരു ഷെല്ല് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഇതും പ്ലസ് ടുവിലുള്ള ആദ്യത്തെ 3 ഡെറിവേഷൻസിൽ ഒന്നാണ്. ഒരു ഷെല്ല് എന്ന് പറയുമ്പോൾ ഉൾഭാഗം പൊള്ളയാണ്. നമ്മൾ ഈ ഷെല്ലിനെ ചാർജ് കൊടുക്കുന്നു. സപ്പോസ് നമ്മൾ ഈ ഷെല്ലിനെ ചാർജ് കൊടുത്തത് ക്യൂ ചാർജ് എന്ന് വിചാരിക്കുക. ഷെല്ലിന് കൊടുത്ത ചാർജ് അതിന്റെ സർഫസിൽ നിൽക്കുന്നു. ക്യൂ ചാർജ് കൊടുത്തിട്ടുണ്ട്. സെന്ററിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് അകലത്തിലുള്ള പോയിന്റ് ആണ് പി. പുറത്തുള്ള പോയിന്റ് ആണ്. സോ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ r². ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ r² എന്ന് കിട്ടും. പുറത്ത് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആറാണ്. അപ്പൊ ആ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ഇനി അടുത്ത പോയിന്റ് നമുക്ക് സർഫസിൽ എടുക്കാം. എസ് എന്നുള്ള പോയിന്റ് സർഫസിലായിക്കോട്ടെ. സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ് പറയുമ്പോൾ ക്യാപിറ്റൽ ആർ, റേഡിയസ് ആണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ ക്യാപിറ്റൽ r². ക്യാപിറ്റൽ r² ആണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ഡിസ്റ്റൻസ് വരുന്നത്. ഐ മീൻ സർഫസ് വരുന്നത്. സർഫസ് വരുമ്പോൾ മക്കളെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, റേഡിയസ് ആണ് വരിക. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് സർഫസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ r². ഉള്ളിലത്തെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. പ്ലീസ് നോട്ട് ദ പോയിന്റ്. ഒരു ഷെല്ലിന്റെ ഉള്ളില് ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. അപ്പൊ ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഗ്രാഫിക്കൽ വേരിയേഷൻ, ഇലക്ട്രിക് ഫീൽഡ് വേഴ്സസ് ഡിസ്റ്റൻസ് ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഉള്ളിലില്ല, സർഫസിലുണ്ട്, പുറത്തേക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ. മക്കളെ, ഉൾഭാഗത്ത് കണ്ട, ഉൾഭാഗത്ത് 0 കണ്ട, ഇലക്ട്രിക് ഫീൽഡ് 0 ആണ് ഉൾഭാഗത്ത്. സർഫസിൽ വരുമ്പോൾ അതിന് വാല്യൂ ഉണ്ട്. പുറത്ത് വരുമ്പോൾ അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² ആയതുകൊണ്ട് റെക്ടാങ്കുലർ ഹൈപ്പർബോള. ഇതാണ് ഷെല്ലിന്റെ ഇലക്ട്രിക് ഫീൽഡ് വേഴ്സസ് ഡിസ്റ്റൻസിന്റെ ഗ്രാഫ്. ഓക്കെ, എഴുതിയാ?
ലാസ്റ്റ് ടോപ്പിക് ഈ ചാപ്റ്റർ വരുന്നത് ഡൈപോൾ ആണ്. ഡൈപോൾ എന്താ ഡൈപോൾ എന്ന് പറയുമ്പോൾ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റ് ബൈ ഡിസ്റ്റൻസ്. രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നതിനെ നമ്മൾ ഡൈപോൾ എന്ന് പറയുന്നത്. അതായത് ഒരു ചാർജ് പ്ലസ് ക്യൂ, മറ്റേ ചാർജ് മൈനസ് ക്യൂ, സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് 2a. നമ്മൾ സാധാരണ ഡിസ്റ്റൻസ് 2a എന്ന് എടുക്കാറ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്ലസ് 2 പഠിച്ചവരാണ് 2a എടുക്കാറുണ്ട്. ഡൈപോൾ മൊമെന്റ് പി എന്ന് പറയുന്നത് മക്കളെ ഡൈപോൾ മൊമെന്റ് കേട്ടോ, പി ഡൈപോൾ മൊമെന്റ് ആണ്. സോ ഡൈപോൾ മൊമെന്റ് പി എന്ന് പറയുന്നത് ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് ഡൈപോൾ മൊമെന്റ് പി. സോ പി ഈക്വൽ ടു ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ്. അതിന്റെ യൂണിറ്റ് വരുന്നത് ഡൈപോൾ മൊമെന്റ് യൂണിറ്റ് വരുന്നത് ചാർജിന്റെ യൂണിറ്റ് കുളോംബ് ആണ്, ഡിസ്റ്റൻസ് യൂണിറ്റ് മീറ്റർ ആണ്. സോ കുളോംബ് മീറ്റർ ആണ്. ആൻഡ് ഇറ്റ് ഇസ് എ വെക്ടർ ഡയറക്റ്റിംഗ് ഫ്രം ഡൈപോൾ മൊമെന്റ് ഒരു വെക്ടർ ആണ്. സോ ഇറ്റ് ഇസ് ഡയറക്റ്റിംഗ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. നെഗറ്റീവ് ടു പോസിറ്റീവിലേക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. സോ നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കാണ് ഡൈപോളിന്റെ ഡയറക്ഷൻ വരുന്നത്. സോറി, ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ വരുന്നത്. സോ ഡൈപോൾ എഴുതി വയ്ക്കുക, ഡൈപോൾ മൊമെന്റ് നോട്ട് ചെയ്യുക. ഡൗട്ട് ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഡൈപോൾ മൊമെന്റ് ഇക്വേഷൻ ചാർജിന്റെ ഡിസ്റ്റൻസ് ആണ് Q × 2a. വേണമെങ്കിൽ അത് എഴുതി വയ്ക്കാം. Q ആണ് ചാർജ്, 2a ആണ് ഡിസ്റ്റൻസ്. Q × 2a. ഡൗട്ട് ഉണ്ടോ? അങ്ങനെന്താ? ഓക്കെ, അടുത്ത് തയ്യാറായിട്ടാ. ഇലക്ട്രിക് ഫീൽഡ് കൂടി ഒന്ന് നോക്കാം. ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ. ഡൈപോളിന്റെ ഇലക്ട്രിക് ഫീൽഡ് ആദ്യം ആക്സിയൽ ലൈൻ നോക്കാം. ഇതാ പ്ലസ് ക്യൂ, മൈനസ് ക്യൂ, പ്ലസ് ക്യൂ. ഇതാണ് ആക്സിയൽ ലൈൻ. ഈ ചാർജുകൾ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ലൈൻ തന്നെയാണ് ആക്സിയൽ ലൈൻ. ആക്സിയൽ ലൈനിലെ പോയിന്റ് ആണ് പി അറ്റ് എ ഡിസ്റ്റൻസ് r ഫ്രം ദ സെന്റർ ഓഫ് ഡൈപോൾ. ഇലക്ട്രിക് ഫീൽഡ് ഓൺ ആക്സിയൽ ലൈൻ, ഇതിന്റെ ഡെറിവേഷൻ നമുക്ക് പ്ലസ് 2 ഉണ്ടായതാണ്. ഇപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് ചിലപ്പോ കട്ടുമായിരിക്കും. 1/4πε0 2p divided by r3. ഇലക്ട്രിക് ഫീൽഡ് ഓൺ ആക്സിയൽ ലൈൻ is equal to 1/4πε0 2p/r3. നമുക്ക് അതിനെ വെക്ടോറിക്കൽ എഴുതുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ആക്സിയൽ വെക്ടർ ഈക്വൽ ടു 1/4πε0 2p വെക്ടർ ബൈ r3. അതായത് ആക്സിയലിന്റെ ഡയറക്ഷനും ഡൈപോൾ മൊമെന്റ് ഡയറക്ഷനും സെയിം ആണ്. അത് വേണമെങ്കിൽ എഴുതിയിരിക്കാം. ഈ ആക്സിയൽ ഡൈപോൾ മൊമെന്റ് ആർ ഇൻ സെയിം ഡയറക്ഷൻ. അപ്പൊ ആക്സിയൽ ലൈനിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഡൈപോൾ മൊമെന്റും എന്താണ്? സെയിം ഡയറക്ഷനിലാണെന്നുള്ള കാര്യം നോട്ട് ചെയ്യാം. ഇക്വിറ്റോറിയൽ ലൈൻ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇലക്ട്രിക് ഫീൽഡ് ആണ് ഇക്വിറ്റോറിയൽ ലൈൻ. നമ്മൾ പ്ലസ് 2 പഠിച്ചതാണ്. 1/4πε0 വെറും p/r³ ആണ്. ഇക്വിറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് 1/4πε0 വെറും p/r³ ആണ്. അപ്പോ അതിനെ വെക്ടോറിക്കൽ എഴുതുമ്പോൾ മക്കളെ ഈ ഇക്വിറ്റോറിയൽ വെക്ടർ ഈസ് ഈക്വൽ ടു 1/4πε0 മൈനസ് p വെക്ടർ ബൈ r³. മക്കളെ ഈ മൈനസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇക്വിറ്റോറിയലിലെ ഇലക്ട്രിക് ഫീൽഡും ആൻഡ് ഡൈപോൾ മൊമെന്റ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇക്വിറ്റോറിയൽ ഇലക്ട്രിക് ഫീൽഡും ഡൈപോൾ മൊമെന്റും ഏത് ഡയറക്ഷനിലാണ് നിൽക്കണേ? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നിൽക്കണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇലക്ട്രിക് ഫീൽഡ് ആണ് ഇക്വിറ്റോറിയൽ ആൻഡ് ഡൈപോൾ മൊമെന്റ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ 2p ഉണ്ടായിരുന്നു, ഇവിടെ വെറും p ഉള്ളൂ. അപ്പോ ഈ ആക്സിയൽ ചിലപ്പോ അത് ചോദിക്കും. ഈ ആക്സിയൽ ബൈ ഇക്വിറ്റോറിയലിന്റെ റേഷ്യോ വരുന്നത് 2 ആണ്. ശ്രദ്ധിക്കണം, ഈ ആക്സിയൽ ബൈ ഇക്വിറ്റോറിയൽ 2 ആണ്. അതിൽ ഈ ആക്സിയലും ഡൈപോൾ മൊമെന്റും സെയിം ഡയറക്ഷൻ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇക്വിറ്റോറിയലും ഡൈപോൾ മൊമെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കാം ഈ ആക്സിയലും ആൻഡ് ഈ ഇക്വിറ്റോറിയൽ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഈ ആക്സിയൽ ആൻഡ് ഈ ഇക്വിറ്റോറിയൽ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പൊ ആക്സിയൽ ലൈനും ഇക്വിറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡുകൾ തന്നെ ഏത് ഡയറക്ഷനാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. സോ ഈ ആക്സിയൽ ആൻഡ് ഇക്വിറ്റോറിയൽ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. പിന്നെ മറ്റൊരു കാര്യം, പരീക്ഷയ്ക്ക് നീറ്റ് എക്സാമിന് ഇപ്പോ കഴിഞ്ഞ കൊല്ലം അതിന് മുമ്പത്തെ കൊല്ലമാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r³. ഡൈപോളിന്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡും ഡിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻ ചോദിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r³ ആണ്. മറ്റേ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ ഡിസ്റ്റൻസുമായിട്ട് ക്യൂബിനാണ് പ്രൊപ്പോർഷൻ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇൻവേഴ്സ്ലി. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ?
ഡൗട്ട് ഉണ്ടാ? ആ, ലാസ്റ്റ് വൺ, ടോർക്ക് ആക്ടിങ് ഓൺ ഡൈപോൾ. ടോർക്ക് ആക്ടിങ് ഓൺ ഡൈപോൾ മക്കൾ ഒരു യൂണിഫോം ഫീൽഡിലാണ് വെച്ചതെങ്കിൽ, ഒരു ഡൈപോള് വെച്ചതെങ്കിൽ -q + q ഒരു യൂണിഫോം ഫീൽഡാണ് വെച്ചെങ്കിൽ ടോർക്ക് ഈക്വൽ ടു PE sin തീറ്റ. മക്കളെ സൈൻ തീറ്റ വരുമ്പോൾ ക്രോസ് പ്രൊഡക്റ്റ് ആണ് കേട്ടോ. സോ ടോർക്ക് വെക്ടർ ഈക്വൽ ടു P ക്രോസ് E. ടോർക്ക് വെക്ടർ ഈസ് ഈക്വൽ ടു P ക്രോസ് E. തീറ്റ 90 ഡിഗ്രി വരുമ്പോഴാണ് ടോർക്ക് ഈക്വൽ ടു PE sin 90. sin 90യുടെ വാല്യൂ 1 ആണ്. സോ ടോർക്ക് ഈക്വൽ ടു PE, അതിന്റെ മാക്സിമം വാല്യൂ വരും. അപ്പൊ ടോർക്ക് മാക്സിമം ആവുന്ന ആംഗിൾ എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഡിഗ്രിയാ? ടോർക്ക് മാക്സിമം ആവുന്ന ആംഗിൾ അത് 90 ഡിഗ്രിയാണ്. ടോർക്ക് ഈക്വൽ ടു PE മാക്സിമം, P ക്രോസ് E. യൂണിഫോം ഫീൽഡിലാണ് വെച്ചേക്കുന്നത്. യൂണിഫോം ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു 0 ആണ്. അത് ചോദിക്കൂട്ടോ. ഡൈപോൾ യൂണിഫോം ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ് ഇല്ല, പക്ഷെ ടോർക്ക് ഉണ്ട്. ടോർക്ക് PE sin തീറ്റ. പക്ഷെ ഈ കേസിൽ എന്തില്ല? ഫോഴ്സ് ഇല്ല. അപ്പൊ യൂണിഫോം ഫീൽഡിൽ വെക്കുമ്പോൾ ഫോഴ്സ് ഇല്ല, ടോർക്ക് ഉണ്ട്. ഡൈപോൾ പ്ലേസ് ഇൻ നോൺ യൂണിഫോം ഫീൽഡ്. ഡൈപോൾ ഒരു നോൺ യൂണിഫോം ഫീൽഡിലാണ് വെച്ചെങ്കിൽ അവിടെ ഫോഴ്സും ഉണ്ട്, ടോർക്കും ഉണ്ട്, രണ്ടും ഉണ്ട്. അപ്പൊ അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. യൂണിഫോം ഫീൽഡിൽ വെക്കുമ്പോൾ ഫോഴ്സ് ഇല്ല, പക്ഷെ ടോർക്ക് ഉണ്ട്. നോൺ യൂണിഫോം ഫീൽഡിലാണ് വെക്കണമെങ്കിൽ ഫോഴ്സും ഉണ്ട്, ടോർക്കും ഉണ്ട്, രണ്ടും ഉണ്ട് കേട്ടോ നോൺ യൂണിഫോം ഫീൽഡിൽ വെക്കുമ്പോൾ. സോ ഇത്രയും കാര്യങ്ങള് എന്ത് ചെയ്യാ? ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ പഠിക്കുക. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? പറയ, ഡൗട്ട് ഉണ്ടോ? ഇല്ല. യെസ്. അപ്പോ ഇത്രയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ കേട്ടോ. ഒട്ടുമിക്ക എല്ലാ പോയിന്റും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഇതിൽ കാണാം.